അവസാനിക്കും, വനവും ഇല്ലതാ. ദൈവവാക്കു പ്രമാണിക്കും, ഭക്തനു നിത്യമാ. ദൈവവാക്കു പ്രമാണിക്കും, ഭക്തനു നിത്യമാ. വാട്ടം മാലിന്യം നാശം ഇല്ലാത്തൊരവകാശം, വാട്ടം മാലിന്യം നാശം ഇല്ലാത്തൊരവകാശം. കേൾക്കുക നാം, കാക്കുക നാം ജീവന്റെ വാക്യങ്ങൾ. ഓ കേൾക്കുക നാം, കാക്കുക നാം ജീവന്റെ വാക്യങ്ങൾ. ദൈവവചനം ജീവനും ശക്തിയും ആകയാൽ, ദൈവവചനം ജീവനും ശക്തിയും ആകയാൽ. ആത്മരക്ഷയും ദേവനും ഉള്ളത്തിൽ കൈക്കൊണ്ടാൽ, ആത്മരക്ഷയും ദേവനും ഉള്ളത്തിൽ കൈക്കൊണ്ടാൽ. ആത്മമരണം മാറും, നീതിയിൽ അവൻ വാഴും. ആത്മമരണം മാറും, നീതിയിൽ അവൻ വാഴും. കേൾക്കുക നാം, കാക്കുക നാം ജീവന്റെ വാക്യങ്ങൾ. ഓ കേൾക്കുക നാം, കാക്കുക നാം ജീവന്റെ വാക്യങ്ങൾ. കർത്താവിന്റെ സുഖനാമം ഈ അനുഗ്രഹീതമായിരിക്കുന്ന പകലിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. തികച്ചും ഏകാഗ്രതയോടെ വളരെ പ്രാർത്ഥനയോടെ നമുക്കിന്ന് പകൽ ദൈവസന്നിധിയിലായിരിക്കാം. വചനത്തിന്റെ മുന്നിൽ നമുക്ക് ഒന്നിച്ച് കടന്നു വരേണ്ടതിന് ദൈവം ഒരുക്കിയ നല്ല സന്ദർഭത്തിനായി നിറഞ്ഞ ഹൃദയത്തോടെ നമുക്കൊന്ന് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഞാൻ കരുതുന്നത് ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാം. ഇന്നും പകൽ ഇവിടെ ദൈവത്തിന്റെ നിർണയപ്രകാരമുള്ളവരെല്ലാം കൂടി വന്നിട്ടുണ്ട്. ദൈവം കൂട്ടി വരുത്തിയ പ്രിയപ്പെട്ടവരെ കുറിച്ച് നമ്മുടെ സഹോദരങ്ങളെല്ലാവരും ഒന്ന് എഴുന്നേറ്റ് ഒരൽപ്പം ഒന്ന് മുൻപോട്ട് അടുത്ത് ഒന്നിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിച്ചാണ്. എല്ലാവരും എഴുതി സഹോദരങ്ങളൊക്കെ ഉള്ളവര് ചിതറിയിരിക്കാതെ എത്രത്തോളം പരമാവധി മുൻപോട്ട് ഒന്ന് അടുത്തിരിക്കാനായിട്ട് എല്ലാവരും അടുത്തടുത്ത് കസേരകളിരിക്കുവാനായിട്ട് പരമാവധി ദൈവത്തിന് സ്തോത്രം ശ്രദ്ധിക്കുവാനായിട്ട് സമർപ്പിക്കുന്നു. സഹോദരിമാരാണെങ്കിൽ ഇരിക്കുന്ന ഈ എല്ലാവരും എഴുന്നേറ്റിട്ട് മുൻപിടത്തെ ഭാഗത്തേക്ക് എത്രത്തോളം മുൻപോട്ട് കയറിയിരിക്കാമോ അത്രത്തോളം മുൻപോട്ട് പരമാവധി കയറിയിരുന്ന് ഒന്ന് സഹകരിക്കുവാനായിട്ട് ഓർമ്മിക്കുന്നു. രാവിലെ സമയം തികച്ചും ഏകാഗ്രതയോടെ നമ്മൾ ഒരു വചനഭാഗം ശ്രദ്ധിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുകയാണ്. ഇന്ന് രാവിലെ നമ്മുടെ ഹൃദയത്തോട് ആഴത്തിൽ ദൈവത്തിന്റെ ആത്മാവ് ഇടപെടണം. വ്യക്തിപരമായ ഒരു വലിയ ദൈവപ്രവർത്തി അനുഭവിച്ചവരായി കടന്നു പോകണം. അതുകൊണ്ട് തികച്ചും ഏകാഗ്രതയോടെ വിശുദ്ധ തിരുവഴുത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ ക്ഷണിക്കാം. ദൈവത്തിന്റെ വചനം ധ്യാനിക്കുന്നത് നമ്മുടെ അന്തരാത്മാവിന് ജീവചൈതന്യമാണ്. ഞാൻ കഴിഞ്ഞ രാത്രി ആത്മത്തിൽ ഓർപ്പിച്ചതുപോലെ നമ്മെ രക്ഷയിലേക്ക് നയിച്ച ഘടകം വചനം ജഡമെടുത്ത ക്രിസ്തുവിന്റെ കാൽവരിയാഗമാണ്. എന്നാൽ കഴിഞ്ഞ 10 വർഷം, കഴിഞ്ഞ 15 വർഷം, കഴിഞ്ഞ 20 വർഷമൊക്കെ വിശ്വാസ സത്യങ്ങൾക്ക് വേണ്ടി നിലകൊണ്ട പ്രിയപ്പെട്ടവർ ഇവിടെയുണ്ട്. അവരെ രക്ഷയിൽ നിലനിർത്തിയ ഘടകം ഏതാണ് എന്ന് ചോദിച്ചാൽ സംശയമില്ലാതെ പറയാം, രക്ഷയിൽ നിലനിർത്തിയത് നമ്മുടെ കയ്യിലിരിക്കുന്ന ദൈവത്തിന്റെ വചനം. വചനത്തിൽ ഉറയ്ക്കുന്നില്ലെങ്കിൽ പരിശോധനയുടെ കാറ്റിൽ ആടിപ്പോകും. പ്രതികൂലങ്ങൾക്ക് നടുവിൽ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത സാഹചര്യം വരുമ്പോൾ വചനത്തിൽ ഉറയ്ക്കാത്ത വ്യക്തികൾ നിശ്ചയമായും അതിൽ പതറിപ്പോകും. ജീവിതത്തിൽ മരണത്തിന്റെ തുരുത്തിൽ നിന്നും ജീവന്റെ സ്ഥിതിയിലേക്ക് അത്ഭുതകരമായ ദൈവപ്രവർത്തിയാൽ വിടുവിക്കപ്പെട്ടു വന്നവർ പോലും കാലക്രമത്തിൽ കൊച്ചു കൊച്ചു പ്രതിസന്ധികളാൽ ഈ വിശ്വാസ സത്യങ്ങളെ ത്യജിച്ചു പോയിട്ടുണ്ട്. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം അവർ ഉറയ്ക്കേണ്ട വചനത്തിൽ ഉറച്ചിട്ടില്ല എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, സ്വന്തം ഭർത്താവ് അന്യ സ്ത്രീയോടൊപ്പം മറ്റൊരു മേഖലയിൽ തന്റെ കുഞ്ഞിനെയും ഉപേക്ഷിച്ച് താമസിക്കുവാൻ പോയ ജീവിതത്തിന്റെ നിർണായകമായ പ്രതിസന്ധിയിൽ സ്വന്തം പിതാവിന്റെ വീട്ടിലേക്ക് അറിയാവുന്ന ഒരു മാന്യ സഹോദരി കടന്നു വന്ന രംഗം ഓർക്കുന്നു. സാമുദായിക പശ്ചാത്തലത്തിലുള്ള ആ കുടുംബത്തിൽ
ആ സഹോദരി സ്വന്തം പിതാവിന്റെ വീട്ടിലേക്ക് 2 വയസ്സുള്ള കൈക്കുഞ്ഞുമായി മടങ്ങി വന്നു. മനസ്സേറെ തളർന്നവളായി, ജീവിതത്തിൽ ആകെ നിരാശ ബാധിച്ചു. അവൾ ഒരു കാര്യം തീരുമാനിച്ചു, ഇനി എന്തിനാ ഇങ്ങനെ ജീവിക്കുന്നത്, മരിക്കാം. കീടനാശിനി വിൽക്കുന്ന കടയിൽ ചെന്ന് പട്ടണത്തിൽ നിന്നും കുറച്ച് കീടനാശിനി വാങ്ങിച്ചു കൊണ്ടുവന്നു. അന്ന് വൈകിട്ട് പാലിൽ കലർത്തി താനും തന്റെ കുഞ്ഞും കുടിച്ചതിന് ശേഷം അന്ന് വൈകിട്ടത്തെ ഉറക്കം നിത്യ ഉറക്കമാകണം എന്ന് ചിന്തിച്ച് പ്ലാൻ ചെയ്ത് സന്ധ്യയിൽ വീട്ടിലായിരിക്കുമ്പോൾ തൊട്ടടുത്ത വീട്ടിൽ നിന്ന് അമ്മാച്ചൻ അവളുടെ അടുക്കലേക്ക് വന്നു. മോളെ, ഇവിടെ ഒരു പ്രാർത്ഥന നടക്കുന്നുണ്ട്, നീ കൂട്ടായ്മയ്ക്ക് വാ, ദൈവത്തിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകും എന്ന് പറഞ്ഞു. എന്തായാലും വേണ്ടില്ല, ഒന്ന് പരിശോധിക്കാം എന്ന മട്ടിൽ അന്ന് വൈകിട്ടത്തെ യോഗത്തിൽ ഏറ്റവും പുറകിൽ പോയി സഹോദരിയിരുന്നു. ആൾക്കൂട്ടത്തിന് നടുവിൽ നിയോഗത്തോടുകൂടി ഇറങ്ങിച്ചെന്ന കർത്തൃദാസൻ തലയിൽ കൈവച്ച് പ്രവചനാലോചന പറയുന്നതിനിടയിൽ ഈ സഹോദരിയോട് ഇങ്ങനെ പ്രവചിച്ചു: വിഷം വാങ്ങിച്ച് കബോർഡിൽ വെച്ചതിന് ശേഷം ദൈവത്തെ പരീക്ഷിപ്പാൻ വന്നിരിക്കുകയാണ്. എന്തിന്? ആ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ദൈവങ്ങളുടെ മനസ്സിന്റെ അവസ്ഥയെ മാറ്റം വരുത്തി അത്ഭുതകരമായ ദൈവപ്രവൃത്തി അവൾക്ക് വേണ്ടി വെളിപ്പെട്ടു. അന്ന് മുതൽ അവൾക്ക് പ്രവാചകന്മാർ ഒരു ഹരമായിരുന്നു. എവിടെ പ്രവാചകന്മാരെ കണ്ടാലും ദൂതി ചോദിക്കുവാൻ വേണ്ടി അവരുടെ അടുക്കലെത്തുക അഡിക്റ്റ് ചെയ്തതുപോലെ ഒരു മാനസികാവസ്ഥ അവളെ ഭരിച്ചു. അങ്ങനെ ഇരിക്കെ ചില നാളുകൾക്ക് ശേഷം ഒരു പ്രവാചകൻ അവളുടെ സഭയിലെത്തി. വിശ്വാസികളുടെ മധ്യത്തിൽ വെച്ച് അവരുടെ തലയിൽ കൈവച്ചുകൊണ്ട് ജീവിതത്തിലെ സ്വകാര്യതകളിൽ മറഞ്ഞു കിടക്കുന്ന രഹസ്യ പാപത്തോട് വിട പറയുന്നില്ലെങ്കിൽ ദൈവത്തിന്റെ ന്യായവിധിയുടെ വാൾ നിനക്കെതിരെ വരും എന്ന് ഒരു പ്രവാചകൻ പ്രവചിച്ചു. എഴുന്നേറ്റ് കഴിഞ്ഞപ്പോഴേക്കും സഹോദരിമാരൊക്കെ അവളെ സംശയത്തോടെ നോക്കുവാൻ തുടങ്ങി. ചുരുക്കിയെന്ന് പറയാം, ഇന്ന് അവൾ വിശ്വാസത്തിലില്ല. എന്തിനാ ഞാൻ ഇന്ന് രാത്രി ഇന്ന് പകൽ ഈ സംഭവം പറഞ്ഞതെന്നറിയാമോ? ഒരനുഭവമല്ലേ അവളെ വിശ്വാസത്തിലേക്ക് നയിച്ചാതെ? നമ്മളെയൊക്കെ അനുഭവങ്ങൾ ആ സത്യത്തിലേക്ക് നയിക്കുന്നത്. എന്നാൽ അനുഭവത്തിൽ മാത്രം ഉറച്ചു മുൻപോട്ട് പോകുന്ന സഭ കാലക്രമത്തിൽ തകരും. പ്രതികൂലങ്ങളുടെ ചില കൊടുങ്കാറ്റുകൾ സഭയ്ക്ക് നേരെ ആഞ്ഞടിക്കുന്ന ദിവസങ്ങൾ വരും. ചെങ്കടൽ കടന്ന ഒരു വിടുതലിന്റെ അനുഭവം കൊണ്ട് മരുഭൂമി യാത്ര തീർന്നില്ലെന്ന് ഓർക്കണം. മരുഭൂമി യാത്രയിൽ സഹിക്കാൻ കഴിയാത്ത ചിലത് നമ്മെ കാത്തിരിപ്പുണ്ട്. അവിടെ പിടിച്ചു നിൽക്കാൻ കഴിയണമെങ്കിൽ വികാരപരമായി അനുഭവത്തിൽ ഉറച്ചാൽ പോരാ, വചനത്തിൽ ഉറയ്ക്കണം. വചനത്തിൽ ഉറയ്ക്കുന്ന ദൈവമക്കളോട് ചോദിച്ചാൽ അവർ പറയും, ജീവൻ അർപ്പിക്കേണ്ടി വന്നാലും, രക്തമൊഴിക്കേണ്ടി വന്നാലും, ഒറ്റയ്ക്ക് നിൽക്കേണ്ടി വന്നാലും, എന്റെ ഊർധ്വശ്വാസം അവസാനിക്കുന്ന ഒടുവിലത്തെ മിനിറ്റ് വരെ ഞാൻ ഈ വചനത്തിൽ പിടിച്ചു നിന്നു. സ്തോത്രം എന്ന് പറയട്ടെ. ഒരു വേദഭാഗം ഞാൻ ഇങ്ങനെ ഉദ്ധരിക്കട്ടെ. സങ്കീർത്തനങ്ങൾ 1:1. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവന്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. രാപ്പകൽ വചനം ധ്യാനിക്കുന്ന ഒരാളെങ്കിലും ഇന്ന് പകൽ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ യോഗം കഴിയുമ്പോൾ എന്നെ ഒന്ന് കടലാച്ച് പോവാം. നമുക്ക് ആർക്ക് രാപ്പകൽ ധ്യാനിക്കാൻ കഴിയും? ജീവിതത്തിന്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ ശ്രമിക്കുന്ന പോരാട്ടങ്ങൾക്ക് നടുവിൽ കഠിനാധ്വാനം ചെയ്യുന്ന സാധുവായ ഒരു സാധാരണക്കാരന് എങ്ങനെ രാപ്പകൽ വചനത്തിൽ ധ്യാനിക്കാൻ കഴിയും? രാപ്പകൽ ധ്യാനിക്കാൻ കഴിയുമോ? പാസ്റ്റർ സഭയിൽ പ്രസംഗിച്ചു. പഠിക്കുന്ന ബൈബിൾ സ്റ്റഡിയിൽ പഠിക്കുന്ന ദൈവത്തിന്റെ വചനം ആഴത്തിൽ ഗ്രഹിക്കുവാൻ വചനം നിരന്തരം വായിക്കണം. വചനധ്യാനമാണ് ആത്മീയ വളർച്ചയുടെ അടിത്തറ എന്ന് പാസ്റ്റർ പ്രസംഗിച്ചു. സഹോദരൻ തീരുമാനിച്ചു, ഇന്ന് മുതൽ വചനം ഞാൻ ധ്യാനിക്കാൻ പോവുക. രാവിലെ ഭർത്താവിനെ ഓഫീസിലേക്കും കുഞ്ഞുങ്ങളെ സ്കൂളിലേക്കും ഒക്കെ വിട്ടതിന് ശേഷം സഹോദരി വേദപുസ്തകം തുറന്നുകൊണ്ടിരുന്നു. വേദപുസ്തകം തുറന്നിരുന്നപ്പോൾ അവർക്ക് കിട്ടിയ ഭാഗം ദാനിയേൽ പ്രവചനമാണ്. എന്റെ ചിന്ത, അവൾ വായനയോട് തുടങ്ങി. യഹൂദ രാജാവായ യെഹോയാക്കീമിന്റെ വാഴ്ചയുടെ 3-ാം ആണ്ടിൽ ബാബേൽ രാജാവായ നെബൂഖദ്നേസർ യെരൂശലേമിലേക്ക് വന്നു. കർത്താവ് യഹൂദ രാജാവായ യെഹോയാക്കീമിനെയും ദൈവത്തിന്റെ ആലയത്തിൽ പാത്രങ്ങൾ ചിലതിനെ അവന്റെ കയ്യിൽ ഏൽപ്പിച്ചു.
അവനവയെ തന്റെ ദേവന്റെ ഭരണാനുഗ്രഹത്തിൽ വെച്ചു. അനന്തരം രാജാവ് ഷമന്മാരിൽ പ്രധാനിയായ അസ്പേനോസിനോട് രാജസന്തതിയിലും കുലീനന്മാരിലും വെച്ച് ഒന്നും മനസ്സിലാകുന്നില്ല, കണ്ണു വല്ലാതെ അടഞ്ഞു വരുന്നു. സ്തോത്രം. അന്നേരം മംഗളമായിരുന്നെങ്കിൽ, മഹാസാഹിത്യമായിരുന്നെങ്കിൽ, സീരിയലായിരുന്നെങ്കിൽ പട്ടം വരികയായിരുന്നു. ഉച്ച വരെയുള്ള പരിപാടിയില്ല, ഒതുക്കിയിട്ട് വന്നിട്ട് തുടങ്ങാം എന്ന് വെച്ച് വേദപുസ്തകം അടച്ചു വെച്ചിട്ട് പരിപാടികൾക്ക് പോയി. ഭക്ഷണപാചകങ്ങളും എല്ലാ ക്രമീകരണങ്ങളും കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞ് ഭക്ഷണവും കഴിഞ്ഞ് സഹോദരി വേദപുസ്തകം തുറന്നു. എന്റെ ചിന്ത കിട്ടിയത് വെളിപ്പാട് പുസ്തകമാണ്. യേശു ക്രിസ്തുവിന്റെ വെളിപ്പാട് വേഗത്തിൽ സംഭവിപ്പാടുന്ന ദാസന്മാരെ കാണിക്കേണ്ടത് ദൈവം അത് അവന് കൊടുത്തു. അവൻ തന്റെ ദൂതൻ മുഖാന്തരം വെച്ച ദാസനായ യോഹന്നാനെ പ്രദർശിപ്പിച്ചു. യോഹന്നാൻ ദൈവവചനവും യേശു ക്രിസ്തുവിന്റെ സാക്ഷിയുമായി കണ്ടതൊക്കെ ഈ സാക്ഷീകരിച്ചു. യോഹന്നാൻ ആസിയിലെ 7 സഭകൾക്ക് എഴുതുന്ന ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനും ആയവരിൽ നിന്നും വിശ്വസ്ത സാക്ഷിയും മരിച്ചവരിൽ ആദ്യജാതനും ഭൂരാജാക്കന്മാർക്ക് അധിപതിയുമായ യേശു ക്രിസ്തുവിൽ നിന്നും അവന്റെ സിംഹാസനത്തിന് മുന്നിലുള്ള 7 ആത്മാക്കളുടെ പക്കൽ നിന്ന് നിങ്ങൾക്ക് കൃപയും സമാധാനം ഉണ്ടാകട്ടെ. നമ്മെ സ്നേഹിക്കുന്നവനും നമ്മെ തന്റെ രക്തത്താൽ വിടുവിച്ച് നമ്മുടെ പിതാവായ ദൈവത്തിന്റെ രാജ്യവും പുരോഹിതന്മാരും ആക്കി വയ്ക്കുന്നവനുമായവന് എന്നേക്കും മഹത്വവും ബലവും അവൻ ഇതാ അവൻ മേഘാരൂഢനായി വരുന്നു. ഏത് കണ്ണും അവനെ കുത്തി തുളച്ചവരും ഒന്നും മനസ്സിലാകുന്നില്ല, വല്ലാതെ ഉറക്കം വരുന്നു. എന്താ ഇവിടുത്തെ പ്രശ്നം? ഇവിടുത്തെ പ്രശ്നം വചനം ധ്യാനിക്കാൻ കഴിയുന്നില്ല. ഞാൻ ചോദിക്കട്ടെ, എങ്ങനെ നമുക്ക് വചനം പകൽ ധ്യാനിക്കാൻ കഴിയും? വചനത്തിൽ സന്തോഷിക്കുന്ന ഒരു മാനസികാവസ്ഥ ഉണ്ടാക്കിയെടുക്കാൻ സഭയ്ക്ക് കഴിയാത്തിടത്തോളം കാലം വചനത്തിൽ സന്തോഷിക്കുന്നവരുടെ സാന്നിധ്യം നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുകയില്ല. എങ്ങനെ നമുക്ക് വചനത്തിൽ സന്തോഷിക്കാൻ കഴിയും? ഇന്നേക്ക് ഒരു 25 വർഷങ്ങൾക്ക് പുറകിലുള്ള ഒരു പശ്ചാത്തലം മനസ്സിൽ കാണുക. ഇന്നത്തെ പോലെ മീഡിയ സംസ്കാരം ഒന്നുമില്ലാത്ത, ടെലിഫോണും സംവിധാനങ്ങളും മൊബൈൽ സിസ്റ്റങ്ങളും ഒന്നുമില്ലാത്ത കാലം. നമ്മുടെ നാട്ടിലെ കേരളത്തിലെ ഒരു കുഗ്രാമത്തിൽ നിന്ന് ഒരു പ്രിയപ്പെട്ട ഭർത്താവ് ഗൾഫിലേക്ക് പോകാൻ വിസ കിട്ടി കടന്നു പോകുന്നു. ഈ ഭാര്യ കുന്നിൻ പുറത്തുള്ള തന്റെ പഴയ വീട്ടിൽ കുഞ്ഞുങ്ങളെ വളർത്തി കഷ്ടപ്പെട്ട് കഴിയുന്നു. ഈ പ്രത്യേക സമയത്ത് വല്ലപ്പോഴും ഒരിക്കൽ പോസ്റ്റ്മാന്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന കത്താണ് ഇവർക്കൊരാശ്വാസം. പോസ്റ്റ്മാൻ കുന്നിൻപുറത്തെ വീട്ടിലോട്ട് ക്ഷീണിച്ച് തളർന്ന് ചോട്ടടി വെച്ച് കയറി വരുമ്പോഴേ അവർക്കറിയാം തന്റെ ഭർത്താവിന്റെ കത്ത് കാണുമെന്ന്. ആ കത്തിന്റെ ബാഗിനകത്തേക്ക് തോൾസഞ്ചിക്കകത്തേക്ക് കൈയിട്ടിട്ട് ആ ഒരു മുത്ത് പേപ്പർ എടുത്ത് അഥവാ കത്തുകൾ എടുക്കുമ്പോഴേ അവിടെ നോട്ടം ഏർമയില്ലല്ലോണ്ടോന്നാണ്. സ്തോത്രം. അങ്ങനെ എനിക്ക് പോസ്റ്റ്മാൻ കയ്യങ്ങോട്ടിട്ട് ഒരു ദിവസം ഈ കത്ത് കുറെ എടുത്ത് നോക്കുന്ന സമയം അവൾക്ക് മനസ്സിലായി തന്ന ഭർത്താവിന്റെ കത്തുണ്ടെന്ന്. അതിന് വാങ്ങിച്ചേച്ച് അവൾ വീടിന്റെ മുറ്റത്തെ ഒരു കല്ലേലോട്ട് ഇരുന്നെന്ന് വിചാരിക്കുക. പൊട്ടിച്ചു വായന അങ്ങോട്ട് തുടങ്ങി. താത്തിയോടെ ഞാൻ വായിക്കുന്നത് അറിയാമോ? ഈ സമയം പോസ്റ്റ്മാൻ ഇച്ചിരി വെള്ളം ചോദിച്ചു. കൊച്ചേ വെള്ളം കൊട് എന്ന് പറഞ്ഞ് അകത്തോട്ട് ചൂണ്ടി കൊച്ചിനോട് പറഞ്ഞേച്ച് ഈ കണ്ണ് രണ്ടും ആന്റി ഈ കത്തി രണ്ടും പൂഴ്ത്തി. ഇതിനിടയ്ക്ക് പാസ്റ്റർ രാജു മേത്ര പുറകെ ഈ കത്തൊന്ന് ഒളിഞ്ഞു വായിച്ച് നോക്കി തിരിക്കട്ടെ. ഒരു കാര്യം പറയാൻ വരിക, അതുകൊണ്ട് അത് പറഞ്ഞതേ ഉള്ളൂ. ഈ കത്തിനകത്ത് എന്നാ ഉണ്ട്? വാഴയ്ക്ക് വാഴ കൊണ്ടുന്ന കാര്യം, വീടിന്റെ പുറകിലത്തെ കയ്യാല കിട്ടിക്കുന്ന കാര്യം, പിള്ളേരുടെ സ്കൂളിലെ ഫീസ് കൊടുക്കുന്ന കാര്യം, ഇതൊക്കെ എഴുതിയിരിക്കുന്നത്. ഈ സഹോദരി ഒന്ന് വായിച്ചു, രണ്ടാമത് ഒന്നുകൂടെ വായിച്ചു, പിന്നെ തിരിച്ചും മറിച്ച് നോക്കിയിട്ട് ഒന്നുകൂടെ വായിച്ചു, പിന്നെ ധരണയുടെ കീഴെ കൊണ്ട് വെച്ചിരിക്കുക വൈകിട്ട് ഒന്നുകൂടെ വായിക്കാൻ. സ്തോത്രം. മൂന്നാമത്തെ ഭാര്യയുടെ ഇപ്പോഴത്തെ 4ാമത്തെ ഭർത്താക്കന്മാരുടെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. തീഷ്ണമായ സ്നേഹബന്ധം നിലനിർത്തുന്ന പഴയ കുടുംബബന്ധത്തിന്റെ കാര്യം പറഞ്ഞത്. ദൈവത്തിന്റെ സ്തോത്രം. ഒരു വസ്തുത ഓർക്കുക, എനിക്ക് ഈ കത്തിനകത്ത് ഒരു പ്രസക്തിയില്ല. എന്നാൽ ഈ സഹോദരിക്ക് കത്ത് ആവർത്തിച്ചു വായിച്ചിട്ടും തികയുന്നില്ല. എന്താ കാര്യം? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്താ കാര്യമെന്ന്. ഇത് എഴുതിയ വ്യക്തി പാസ്റ്റർ രാജു മേത്രയ്ക്കാനുമല്ല. അതുകൊണ്ട് എഴുതിയ വ്യക്തിയുമായി ബന്ധമില്ലാത്ത എനിക്ക് ആ വരികളിൽ ഒരു ജീവനുമില്ല. എന്നാൽ അവൾക്ക് അതെഴുതിയ വ്യക്തി അവളുടെ പ്രിയപ്പെട്ട ഭർത്താവാണ്. എഴുതിയ വ്യക്തിയും വായിക്കുന്ന വ്യക്തിയും തമ്മിലുള്ള ബന്ധത്തിലാണ് വരികൾക്കകത്ത് ജീവൻ വ്യാപരിക്കുന്നത്. മനസ്സിലായ ദൈവമക്കളിൽ പകർക്കാറുണ്ട്. നമ്മുടെ കയ്യിലിരിക്കുന്ന ദൈവത്തിന്റെ വചനം നമ്മുടെ ജീവാമൃതമാണെന്ന് പറഞ്ഞ് സ്തോത്രം ചെയ്യാൻ കഴിയുന്നത് ഇതിനകത്തെ പദങ്ങളുടെ കൈവരുന്നതിനകത്തെ കൽപ്പനയുടെ തൂക്കമല്ല. ഇത്
ഇതിന്റെ പുറകിൽ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവും നിന്റെ അകത്ത് വ്യാപരിക്കുന്ന ദൈവശക്തി എന്നുള്ള ബന്ധത്തിലാണ് ഇതിന്റെ വഴികളിൽ ജീവൻ വ്യാപരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ യഥാർത്ഥത്തിൽ രാപ്പകൽ സന്തോഷിക്കാൻ കഴിയണമെങ്കിൽ ഇത് നിനക്ക് എന്താണോ അതനുസരിച്ച് മാത്രമേ ഇതിൽ സന്തോഷിക്കാൻ കഴിയത്തുള്ളൂ. ഫാനും ഫ്രിഡ്ജും മിക്സിയും ഒക്കെ കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോ കൂട്ടത്തൊരു കാറ്റിലോ കൂടെ കിട്ടും. ഇതെങ്ങനെ പ്രവർത്തിപ്പിക്കണം, എത്ര വോൾട്ടിന്റെ അതേ ചാർജ് വേണമെന്നൊക്കെ അതിനകത്തുണ്ട്. സമയം കിട്ടുമ്പോ ഇടവേളയിൽ ഒറ്റയ്ക്ക് ഇരുന്ന് ബോറടിക്കുന്ന സമയത്ത് ആരെങ്കിലും കാറ്റിലോ വായിച്ച് സന്തോഷിക്കാറുണ്ടോ? സ്തോത്രം. ഇന്ത്യൻ പീനൽ കോഡ് എന്ന മഹത്തായ ഗ്രന്ഥം ഇവിടുത്തെ ലോ കോളേജുകളുടെ പ്രധാന ബുക്ക് സ്റ്റോറുകളിൽ കിട്ടും. ഒറ്റയ്ക്കിരുന്ന് ഇന്ത്യൻ പീനൽ കോഡ് വായിച്ച് സന്തോഷിക്കാറുണ്ടോ? നാടൻ ഭാഷ പറഞ്ഞാൽ അങ്ങനെ സന്തോഷിക്കുന്നവനെ ഊളപ്പാറയോ വാങ്ങാനത്തോ തന്നെ ചികിത്സിക്കണം. ഞാൻ പറഞ്ഞു വന്നതിന്റെ സാരം, നിയമത്തിന്റെ അരുതുകളും വിലക്കുകളും നിറഞ്ഞ ഈ പുസ്തകങ്ങൾ വായിച്ച് നമുക്ക് സന്തോഷിക്കാൻ കഴിയാതിരിക്കുമ്പോൾ കൽപ്പനകളും വിലക്കുകളും ഒക്കെയുള്ള ഈ വചനം ഒരു ദൈവവേദന വായിച്ച് സന്തോഷിക്കാൻ കാര്യമെന്നറിയാമോ? ഇത് വായിക്കുമ്പോൾ നിന്റെ വരികളിലല്ല ജീവൻ വ്യാപരിക്കുന്നത്, നിന്റെ അന്തർഗതത്തിൽ അടിച്ചുയരുന്ന ആത്മമണ്ഡലത്തിന്റെ ചിറകുകൾ വിടർത്തി നീ ഇരിക്കുന്നത് ഹോളിനകത്താണെങ്കിലും ഇന്നേക്ക് 2 സഹസ്രാബ്ദങ്ങൾക്ക് പുറകിൽ നമ്മുടെ കർത്താവ് 5 അപ്പം കൊണ്ട് 5000 പോഷണം നൽകിയ രംഗം ആത്മാവിൽ വായിക്കുന്ന നീ ഇന്നേക്ക് 2000 കൊല്ലങ്ങൾക്ക് പുറകിൽ പറന്നു ചെന്ന് യേശുവിനോടൊപ്പം ആ വേദി പങ്കിടുന്നത് അനുഭവിച്ചറിയണമെങ്കിൽ ഇതിന്റെ പുറകിൽ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ചിന്തകളുടെ നിയന്ത്രണം ഏറ്റെടുത്തേ മതിയാകുള്ളൂ. അതിനോട് ഇന്ന് പകൽ ചില മിനിറ്റുകൾ നമുക്കൊന്ന് വചനം ധ്യാനിക്കാൻ തുടങ്ങുകയാണ്. നിങ്ങളെല്ലാവരും എന്നോടൊപ്പം ഉണ്ട് എന്ന് ഞാൻ കരുതുന്നു. തിരുവഴുത്തിലേക്ക് നമുക്കത് വരാം. ക്രിസ്തീയ ജീവിതത്തിന്റെ അനുഗ്രഹ ശിക്ഷാവിധികളെ സംബന്ധിച്ച് നമുക്കൊന്ന് ഒരുമിച്ച് ചിന്തിക്കുവാൻ ചില വസ്തുതകൾ നിങ്ങളുമായി പങ്കുവയ്ക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 10-ന്റെ 16-ാമത്തെ വാക്യം. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 10-ന്റെ 16-ാമത്തെ വാക്യം. നാം അനുഗ്രഹിക്കുന്ന 11-ന്റെ 29 കൂടെ ചേർത്ത് വായിക്കണം. വളരെ ശാന്തമായി നിർത്തി ഒരു പഠന മനോഭാവത്തോടുകൂടെ. അപ്പോൾ തന്നെ നിങ്ങളുടെ വേദപുസ്തകം തുറന്ന് ആ പുസ്തകത്തിൽ നിങ്ങളുടെ ശ്രദ്ധയും ഊന്നിക്കൊണ്ട് ശാന്തമായി വായിക്കണം. ഇത് ഒരു ധൃതി പ്രസംഗത്തിന് മുതിർന്നതിനേക്കാൾ നിങ്ങളുടെ മനസ്സിൽ ആഴത്തിൽ പതിയണം. നാം അനുഗ്രഹിക്കുന്ന അനുഗ്രഹപാത്രം, നാം അനുഗ്രഹിക്കുന്ന അനുഗ്രഹപാത്രം ക്രിസ്തുവിന്റെ രക്തത്തിന്റെ കൂട്ടായ്മ, ക്രിസ്തുവിന്റെ രക്തത്തിന്റെ കൂട്ടായ്മ അല്ലയോ? നാം മുറുക്കുന്ന അപ്പം, നാം മുറുക്കുന്ന അപ്പം ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ കൂട്ടായ്മ അല്ലയോ? കൂട്ടായ്മ അല്ലയോ? ഈ 11-ന്റെ 26-ാമത്തെ 29-ാമത്തെ വാക്യം കൂടെ. 11-ന്റെ 29. തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവൻ ശരീരത്തെ വിവേചിക്കാഞ്ഞാൽ തനിക്ക് ശിക്ഷാവിധി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു. തനിക്ക് ശിക്ഷാവിധി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു. ഇത് ഹേതുവായി നിങ്ങളിൽ പലരും ബലഹീനരും രോഗികളുമാകുന്ന ദൈവമക്കൾ ഒരു നിമിഷം തലങ്ങളെ ഉണക്കി കണ്ണുകൾ അടച്ചിരിക്കും. എല്ലാ വലതുകാരങ്ങളും ദൈവസ്ഥലത്ത് ഉയർത്തിപ്പിടിച്ചിരിക്കും. 2 പദപ്രയോഗങ്ങൾ ഇതിനകത്തുനിന്ന് ക്ലിപ്പ് ചെയ്തെടുത്ത് അതിനകത്തേക്ക് ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് നിങ്ങൾ ചിലരുടെ ജീവിതത്തെ കടത്തിവിട്ട് ഈ ശുശ്രൂഷ 1 മണിക്ക് ഇവിടെ അവസാനിക്കുമ്പോഴേക്കും ദൈവാത്മാവ് ചിലരെ പണിതെടുക്കുന്ന പകലായി തീരത്തക്ക വിധം ദൈവപ്രവർത്തിക്കായി ഉദിക്കുന്ന ദൈവമക്കൾ വലതുകരങ്ങൾ ഉയർത്തിപ്പിടിച്ച് 1 മിനിറ്റ് ആത്മനിറവിൽ പ്രാർത്ഥിച്ചു തുടങ്ങിക്കാം. എല്ലാ നാളുകളും പ്രാർത്ഥന ശബ്ദം ഉയരട്ടെ. അന്യഭാഷയിൽ പോരാടുവാൻ ദൈവ കൃപ തന്നിരിക്കുന്ന ദൈവമക്കൾ അന്യഭാഷയിൽ പോരാടി പ്രാർത്ഥിക്കണം. ഇന്ന് രാത്രി ഇന്ന് പകലും വചനത്തിന്റെ പുറകിൽ പരിശുദ്ധാത്മാവാകുന്ന ശക്തനായ കാര്യസ്ഥന്റെ നിയോഗം വെളിപ്പെടണം. ഇതിനകത്തിരിക്കുന്ന ചില കുടുംബങ്ങൾക്കെതിരെ ഇരുട്ടിന്റെ ശക്തികൾ കരുതി വെച്ചിരിക്കുന്ന കണികളെ ഇന്ന് പകൽ ഇവിടെ ഇന്ന് ബന്ധിക്കത്തക്ക വിധം ചില ദൈവിക വിടുതലുകൾ വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് വേണ്ടി വ്യാപരിക്കണം. പരിശുദ്ധാത്മാവ് ഇന്ന് പകലത് ചെയ്യേണ്ടതിനായി എന്റെ മുന്നിലിരിക്കുന്ന കർത്തൃദാസന്മാർ ആത്മാവിൽ പ്രാർത്ഥിച്ചാണ്. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ഒരു പ്രാർത്ഥനയുടെ പോരാട്ടം ഇതിനകത്ത് നടക്കട്ടെ. പ്രാർത്ഥനയുടെ പോരാട്ടം ഇന്ന് പകൽ ഇതിനകത്ത് നടക്കട്ടെ. അഭിഷേകപ്രാപിച്ച ദൈവമക്കൾ ഓർക്കണം, ഈ ശുശ്രൂഷയുടെ നടക്കുമ്പോൾ ചില കുടുംബ കോട്ടകളെ ദൈവത്തിന്റെ ആത്മാവ് തകർക്കും. കുടുംബ കോട്ടകളെ ദൈവത്തിന്റെ ആത്മാവ് തകർക്കും. അതിന് പ്രത്യേക
ചില ഇരുട്ടിന്റെ കരങ്ങളുടെ മേൽ ദൈവിക വിടുതൽ വ്യാപരിക്കണം. അതിന് ഒരു അധികാരത്തിന്റെ നിയോഗം ഇതിനെ ഉപയോഗിക്കപ്പെടും. നമുക്കറിയാം, വേദപുസ്തകത്തിൽ വടി എന്ന് പറഞ്ഞിരിക്കുന്നത് അധികാരത്തിന്റെ പ്രതീകമാണ്. വേദപുസ്തകത്തിൽ വടി അധികാരത്തിന്റെ പ്രതീകമാണ്. മോശയുടെ കയ്യിലെ ആ ചുള്ളിവടി, ആ ഉണക്കവടിയുടെ പുറകിൽ ഒരു അധികാരത്തിന്റെ ശക്തി പ്രവഹിക്കുകയായിരുന്നു. സ്വർഗത്തിന്റെ സൈന്യ വ്യൂഹങ്ങൾ അതിന്റെ പുറകിൽ വരുകയായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ദേവിയുടെ മേൽ ഈ വടി തൊട്ടപ്പോൾ ആ അധികാര പ്രയോഗത്താൽ അത് ചോരയായി മാറി. സ്തോത്രം, ഹല്ലേലൂയ. ഈ വടി പൊടിയുടെ മേൽ അടിച്ചപ്പോൾ അത് ഈച്ചകളായി പറന്നു കയറി. ഈ വടി സൂര്യചന്ദ്രാദികൾക്ക് നേരെ നീട്ടിയപ്പോൾ 3 ദിവസം ഘോരമായി ഇരുട്ട് അന്തരീക്ഷത്തെ മൂടി. ഈ വടി കർത്താവിന്റെ സ്തോത്രം ചെങ്കടലിന്റെ മുന്നിൽ ചെന്ന വേളയിൽ നിന്റെ കയ്യിലിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചുകൊണ്ട് ദൈവം ചോദിക്കുമ്പോൾ വടി എടുത്ത് കടലിന് നേരെ നീട്ടി അതിനെ വിഭാഗിക്കുക എന്ന വചനപ്രകാരം വടി നീട്ടിയപ്പോൾ ദൈവപ്രവൃത്തി അതിന് വ്യാപരിച്ചു. സൂര്യ, നീ ഇവയോട്, ചന്ദ്ര, നീ അരിയനോട് താഴ്വരയിൽ നിൽക്കുക എന്ന് പറഞ്ഞപ്പോൾ യോശുവയുടെ നാവിൽ ഈ അധികാരം വ്യാപരിച്ചു. അത് യഹോവ ദൈവമെന്ന് തെളിയിപ്പാൻ ഇപ്പോൾ തീ ഇറങ്ങട്ടെ എന്ന് ദൈവത്തിന്റെ ദാസൻ ഏലിയാവ് പറഞ്ഞപ്പോൾ അതിനുമേൽ ദൈവത്തിന്റെ ശക്തിയുടെ അധികാരം വ്യാപരിച്ചു. ഞാൻ ദൈവപുരുഷനെങ്കിൽ തീ ഇറങ്ങി നിന്നെയും 50 ആളുകളെയും നശിപ്പിക്കട്ടെ എന്ന ഏലിസയുടെ വാക്കുകളിൽ നിന്നും ദൈവത്തിന്റെ കൽപ്പനയുടെ അധികാരം വ്യാപരിച്ചു. യേശു ലാസറിന്റെ കല്ലറയിൽ നിന്നുകൊണ്ട് ലാസറയെ പുറത്തു വരിക എന്ന് കൽപ്പിച്ചപ്പോൾ ആ അധികാരം വ്യാപരിച്ചു. വ്യക്തിയുടെ ചെവിയിൽ കൈയിട്ടുകൊണ്ട് അത് എന്ന് പറഞ്ഞപ്പോൾ അതിന്റെ പുറകിൽ കൽപ്പനയുടെ അധികാരം വ്യാപരിച്ചു. സുന്ദരമെന്ന ദേവാലയ ഗോപുര വാദത്തിൽ നിന്ന് ഉടൻ തന്നെ മേൽ കൈവച്ച് വെള്ളിയും പൊന്നിയും ഞങ്ങൾക്കില്ല, യേശുവിന്റെ നാമത്തിൽ എഴുന്നേൽക്കുക എന്ന് പറഞ്ഞപ്പോൾ അധികാരം വ്യാപരിച്ചു. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽ ഇവിടെ കൂടി വന്നിരിക്കുന്ന കുടുംബങ്ങളെ ബന്ധിച്ചിരിക്കുന്ന ഇരുട്ടിന്റെ കരങ്ങളെ ദൈവത്തിന്റെ കരം അടിച്ചു മാറ്റത്തക്ക വിധം ഈ ക്ലാസിന് മുകളിൽ ദൈവിക അധികാരം വ്യാപരിക്കട്ടെ. അധികം സമയം ഞങ്ങൾ ഒരുമിച്ച് ഈ വചനം പഠിക്കുമ്പോൾ ഈ വചന പഠനത്തിന് മുൻപിൽ എതിരെ ഉയർന്നു നിൽക്കുന്ന ചില ഇരുട്ടിന്റെ ശക്തികൾ നിന്റെ വചനത്താൽ അഴിഞ്ഞു മാറത്തക്ക വിധം ഞങ്ങൾ ഇവിടെ പ്രാർത്ഥിക്കുമ്പോൾ ചില കുടുംബങ്ങൾക്കകത്ത് ദൈവിക വിടുതൽ വ്യാപരിക്കത്തക്ക വിധം ഈ വചനം ആഴത്തിൽ ചില പ്രിയപ്പെട്ടവരെ പണിയണം. കർത്താവ് ചെയ്യുവാൻ തുടങ്ങുന്നത് സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ. കാരണം ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യണം. തിരുവെഴുത്തിലെ 2 പ്രധാനപ്പെട്ട വാക്യങ്ങളിൽ നിന്നും ഇന്നും നാളെയുമായി നാം പകൽ ധ്യാനിക്കുന്ന ഭാഗത്തിന് ആധാരമായിട്ട് 2 പ്രയോഗങ്ങൾ ഞാൻ ക്ലിപ്പ് ചെയ്ത് നിൽക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ധന്യനായ പൗലോസ്ലീഹ ഏറെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു വിഷയം കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനത്തിൽ പഠിപ്പിച്ചു വരികയാണ്. 9-ാം അധ്യായത്തിന്റെ ഒടുവിലത്തെ വാക്യത്തിലേക്ക് വന്നപ്പോൾ ഇങ്ങനെ പറഞ്ഞു: മറ്റുള്ളവരോട് പ്രസംഗിച്ചതിന് ശേഷം ഞാൻ തന്നെ കൊള്ളരുതാത്തവനായി തീർന്നു പോകാതിരിക്കേണ്ടതിന് എന്റെ ശരീരത്തെ ദണ്ഡിപ്പിച്ച് അടിമയാക്കുകയാണ് ചെയ്യുന്നത്. അഡോക്കിമോസ് എന്ന പദപ്രയോഗത്തിൽ നിന്നും പുച്ഛത്തോടെ തള്ളിക്കളയത്തക്ക ദുരന്തം എനിക്കുണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ ചാട്ടയും മുഖപ്പട്ടയും ഉപയോഗിച്ച് ഒരു കുതിരയെ ലക്ഷ്യത്തിലേക്ക് നയിക്കുന്നത് പോലെ എന്റെ ജഡവികാരങ്ങളെ ഞാൻ ലക്ഷ്യത്തിലേക്ക് നയിപ്പാൻ നിയന്ത്രിക്കുന്നു എന്നാണ് പൗലോസ് ഓർമ്മിച്ചത്. എന്നിട്ട് പൗലോസ് 10-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പറയുന്നു: സഹോദരന്മാരെ, നമ്മുടെ പിതാക്കന്മാരെല്ലാവരും മേഘത്തിന് കീഴിലായിരുന്നു. അവർ മേഘത്തിനും സമുദ്രത്തിലും സ്നാനമേറ്റു. അവരെല്ലാവരും ഒരേ ആത്മീയ പാനീയം കുടിച്ചു. അവരെ അനുഗമിച്ച ആത്മീയ പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്. ആ പാറ ക്രിസ്തുവായി. എങ്കിലും അവരിൽ
മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല. അവരെ മരുഭൂമിയിൽ തള്ളിയിട്ട് കളഞ്ഞു എന്ന് നിങ്ങൾ അറിയാതിരിക്കരുത്. ഇത് ദൃഷ്ടാന്തമായി അവർക്ക് സംഭവിച്ചു. ലോകാവസാനം വന്നെത്തിയിരിക്കുന്ന നമുക്ക് ബുദ്ധി ഉപദേശത്തിനായി എഴുതിയിരിക്കുന്ന പൗരസേ, എന്താ ഇത്ര ഗൗരവമായി എന്തോ പറയാൻ വരികയാണല്ലോ. അതെ, ഗൗരവമായി പറയാൻ വരിക. അടുത്ത ഖണ്ഡികയിലേക്ക് നീങ്ങുമ്പോൾ പൗലോസ് തീയുടെ മുൻപിൽ മോശ കാലിലെ ചെരുപ്പൂരിൽ നിന്ന് കേൾക്കേണ്ടത് പോലെ പറയുന്ന തീവാരിയിട്ട ചില വാക്കുകൾ പറയുന്നു. നാം അനുഗ്രഹിക്കുന്ന അനുഗ്രഹപാത്രം ക്രിസ്തുവിന്റെ രക്തത്തിന്റെ കൂട്ടായ്മയല്ലയോ? നാം മുറുക്കുന്ന അപ്പം ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ കൂട്ടായ്മയല്ലയോ? നാം അവന് ക്രോധം ജനിപ്പിക്കുന്നവരോ? നാം അവനേക്കാൾ ബലവാന്മാരോ? അപ്പോൾ പറയുന്ന കാര്യം മറ്റൊന്നിനെ കുറിച്ചല്ല, കർത്താവിന്റെ മേശയെ കുറിച്ചായി പറഞ്ഞു വരുന്നത്. വിശുദ്ധമല്ലാതെ കർത്തൃമേശയിൽ പങ്കെടുക്കുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ ആ വ്യക്തിയുടെ പുറകിൽ വ്യാപരിക്കുന്ന ശക്തിയെ കുറിച്ച് പറഞ്ഞു വരിക. ഈ മേശയുടെ പുറകിൽ അനുഗ്രഹത്തിന്റെ ശക്തി വ്യാപരിക്കുന്നു. ഇനി 26-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ പറയുന്നതാണ്. 29-ാമത്തെ വാക്യത്തിൽ ശിക്ഷാവിധി, കണ്ടംനേഷൻ തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ബേക്കറിയിൽ ഉണ്ടാക്കിയ മുന്തിരിച്ചാറും ബ്രെഡുമാണെങ്കിലും അതിന്റെ പുറകിൽ രണ്ടു വിധ ശക്തികൾ വ്യാപരിക്കുന്നു. ഞാൻ ആ വിഷയത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം. ബേക്കറിയിൽ ഉണ്ടാക്കിയ മുന്തിരിച്ചാറിന്റെയും ബ്രെഡിന്റെയും പുറകിൽ ശക്തി വ്യാപരിക്കുന്നു. അത് അതിൽ തന്നെ എന്തെങ്കിലും ദിവ്യശക്തി വ്യാപരിക്കുന്ന വസ്തുമാറ്റ ഉപദേശത്തിന്റെ ഭാഗമായതുകൊണ്ടല്ല. ഇത് പ്രതിനിധീകരിക്കുന്നതിനോട് കാട്ടുന്ന അവിവേകത്തിന് മുൻപിൽ നടപടിയെടുക്കാൻ സ്വർഗത്തിന്റെ ജുഡീഷ്യറി തയ്യാറാക്കുകയാണ്. പറഞ്ഞാൽ നിങ്ങൾ കുറച്ച് തുണി വാങ്ങിക്കുക. ആ തുണിക്ക് ഇന്ത്യൻ പതാകയുടെ, ത്രിവർണ്ണ പതാകയുടെ കളറിലുള്ള 3 തുണികൾ നിങ്ങൾ ദൈവത്തിന് സ്തോത്രം ചേർത്തടിക്കുക. നടുവിൽ അശോകചക്രത്തിന്റെ ആരക്കാലും കൂടെ വരയ്ക്കുക. എന്നിട്ട് ഇവിടെയുള്ള പോലീസ് സ്റ്റേഷന്റെ മുൻപിൽ കൊണ്ടുചെന്ന് നിങ്ങൾ മുടക്കിയ പണം കൊണ്ട് വാങ്ങിച്ച, നിങ്ങൾ തയ്ച്ചു കൂട്ടിയ ഈ പതാക ഒന്ന് വരച്ചിട്ട് കാണിക്കുക. അടുത്ത ദിവസം നിങ്ങളുടെ കഞ്ഞി കൂടി കപ്പിയടിക്കുന്നതാ. കാര്യം എന്താ? നിങ്ങൾ പണം മുടക്കിയ തുണിയാണ്, നിങ്ങൾ തയ്ച്ചുണ്ടാക്കിയതാണ്. പക്ഷേ അത് വലിച്ചു കീറിയാൽ പെട്ടെന്ന് നിങ്ങൾ പോലീസിനാൽ അറസ്റ്റ് ചെയ്യപ്പെടുകയും കോടതി കയറി ഇറങ്ങുകയും ചെയ്യേണ്ടി വരുന്നതിന്റെ കാര്യം എന്താ? തുണിയുടെ വിഷയമല്ല. ഈ തുണി പ്രതിനിധീകരിക്കുന്നത് എന്തോ അതിനോട് കാണിക്കുന്ന അപമര്യാദ ഈ രാജ്യത്തോട് കാണിക്കുന്ന അപമര്യാദയാണ്. ഞാൻ പറഞ്ഞത് എത്ര നിങ്ങൾക്ക് മനസ്സിലായി? മേശപ്പുറത്തിരിക്കുന്ന അപ്പത്തിന്റെയും മുന്തിരിച്ചാറിന്റെയും ദിവ്യശക്തി അല്ല വിഷയം. ഇത് പ്രതിനിധീകരിക്കുന്ന സ്വർഗത്തിലെ ഓമനപുത്രന്റെ തിരുരക്ത ശരീരങ്ങളെയാണ്. അതിനോട് കാണിക്കുന്ന അപമര്യാദയുടെ സ്വർഗത്തിന്റെ ജുഡീഷ്യറി നടപടിയെടുക്കും. അങ്ങനെയാണെങ്കിൽ ദൃശ്യ വസ്തുവിന്റെ പുറകിൽ അദൃശ്യ ശക്തി വ്യാപരിക്കുന്നുണ്ടോ? എന്റെ ചോദ്യം അവിടെയാണ്. കർത്താവിന്റെ സഭയ്ക്കകത്ത് നടക്കുന്ന കൂട്ടായ്മകളുടെ പുറകിൽ അനുഗ്രഹത്തിന്റെയും ശിക്ഷാവിധിയുടെയും ശക്തി വ്യാപരിക്കുന്നുണ്ടോ? വേദപുസ്തകം നമ്മൾ പഠിച്ചു നോക്കൂ. വേദപുസ്തകത്തിൽ സുഗന്ധലവംഗവും ഒലിവെണ്ണയും വഴുത്തൊലിയും ഒക്കെ ചേർത്ത് തൈലക്കാരന്റെ വിദ്യപ്രകാരം തയ്യാറാക്കുന്ന സുഗന്ധ തൈലത്തെ കുറിച്ച് പറഞ്ഞിട്ട് ഇങ്ങനെ നിർദ്ദേശം പറയുന്നു. ഇതിൽ നിന്ന് ഈ വിധിപ്രകാരം ഒന്നുണ്ടാക്കുകയോ ഇவ்விധമൊന്ന് അന്യന്റെ ദേഹത്തൊഴിക്കുകയോ ചെയ്യുന്നവൻ ശപിക്കപ്പെട്ടവൻ. അവനെ തന്നെ ജഗത്തിന്റെ ഇടയിൽ നിന്ന് ചേർച്ച് കളയണം. ഞാൻ ചോദിക്കട്ടെ, സുഗന്ധ ലവംഗത്തിന് എന്താ ശക്തി? ഒലിവെണ്ണയ്ക്ക് എന്താ ശക്തി? വഴുത്തൊലിക്ക് എന്താ ശക്തി? വഴുത്തൊലിയും സുഗന്ധലവംഗവും ഒലിവെണ്ണയും ചേർക്കുന്ന ഈ കാച്ചിക്കുറുക്കിയ തൈലത്തിന് പ്രത്യേക ശക്തിയില്ലെങ്കിലും ഇത് യോഗവിധി പ്രകാരം ചേർന്ന് കഴിയുമ്പോൾ അത് അന്യനുമായി കൈകാര്യം ചെയ്താൽ അതിന്റെ പുറകെ ശിക്ഷാവിധിയുടെ കരം വ്യാപിക്കും. അപ്പോൾ തന്നെ തൈലപ്പം എടുത്ത ശമൂവേൽ സഹോദരന്മാരുടെ നടുവിൽ വെച്ച് ദാവീദിനെ അഭിഷേകം ചെയ്തു. അപ്പോൾ യഹോവയുടെ ആത്മാവ് അവന്റെ മേൽ വന്നു. ഇവിടെ ഇരിക്കുന്ന ദൈവമക്കൾ ആത്മനിയോഗത്തോടെ കണ്ടേ ശമൂവേൽ എന്ന പ്രവാചകന്റെ കൈകളിൽ ആ തൈലക്കൂട്ട് ഉള്ള കൊമ്പങ്ങോട്ട് ഉയർന്നിട്ട് തുള്ളി തുള്ളിയായി പ്രവാചകന്റെ കയ്യിൽ നിന്നും ദാവീദിന്റെ ശിരസിലേക്ക് ഇത് വീഴുമ്പോൾ അവന്റെ ശരീരത്തിലേക്ക് പ്രവേശിക്കാൻ പരിശുദ്ധാത്മാവിന്റെ ദിവ്യാനുഗ്രഹങ്ങളുടെ ഒരു വലിയ ശക്തി കാത്തു നിൽക്കുകയാണ്. ഇന്ന് പകൽ ഓർക്കണം, അയോഗ്യമായി ഇത് കൈകാര്യം ചെയ്യുന്നവനെ ബന്ധിക്കാൻ
നിൽക്കുന്നത് പോലെ തന്നെ യോഗ്യമായി ഇത് ഏറ്റെടുക്കുന്നവനെ അനുഗ്രഹിക്കാൻ അനുഗ്രഹത്തിന്റെ ശക്തിയും കാത്തു നിൽക്കുകയാണ്. നിങ്ങൾക്കറിയാമോ, ഭർത്താവിനോട് അവിശ്വസ്തത കാട്ടുന്ന സ്ത്രീകളെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്ന് സംഖ്യാപുസ്തകത്തിലുണ്ട്. അവരെ ദേവാലയത്തിലെ യാഗപീഠത്തിന്റെ മുൻപിൽ ഉറവ് വെള്ളം ചാരമിശ്രിതമായി കലക്കിയ ഒരു പാത്രം കയ്യിൽ പിടിപ്പിച്ച് പ്രതിജ്ഞയോടുകൂടെ അവളെ ഇത് കുടിപ്പിക്കണം. സംഖ്യാപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. ഈ ചാരവെള്ളത്തിന് എന്താ ശക്തി? ഈ ഉറവ് വെള്ളത്തിന് എന്താ ശക്തി? ഈ ഉറവ് പാത്രത്തിനകത്തെ മൺപാത്രത്തിലെ വെള്ളത്തിന് എന്താ ശക്തി? അതിനൊന്നും പ്രത്യേക ശക്തിയില്ല. പക്ഷേ അവൾ അവിശ്വസ്തയെങ്കിൽ അവളുടെ ശരീരത്തിന്റെ സിരകളിലേക്ക് കടന്നു ചെന്ന് അവളുടെ ഉദരത്തെ ക്ഷയിപ്പിച്ച് അവളുടെ നിതംബത്തെ ബന്ധിച്ച് അവളുടെ ശരീരത്തെ ബലഹീനയാക്കി അവളെ ശവക്കുഴിയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു ശിക്ഷാവിധിയുടെ ശക്തി അവളുടെ പുറകിൽ കാത്തു നിൽക്കുന്നുണ്ട്. സ്തോത്രം. ഞാൻ ഇത് പറഞ്ഞു വന്നതിന്റെ സാരം, മുന്തിരിച്ചാറിനും ബ്രെഡിനും പ്രത്യേക ശക്തിയില്ലെങ്കിലും വിശ്വസ്തയോടും പ്രാർത്ഥനയോടും കൈനീട്ടുന്ന ഒരു ദൈവവൈദ്യൻ ഇവിടെ ഉണ്ടെങ്കിൽ നിന്റെ ശരീരത്തിലേക്ക് വരാൻ അനുഗ്രഹത്തിന്റെ ശക്തി ഇതിന്റെ പുറകിൽ കാത്തു നിൽക്കുന്നുണ്ട് കേട്ടോ. ഇന്ന് പകൽ പറയാം, വിശ്വാസത്തോടുകൂടെ ഇതെന്റെ ദൈവിക വിടുതലിന്റെ ശക്തി വ്യാപരിക്കുന്ന സ്രോതസ്സെന്ന് വിശ്വസിച്ചുകൊണ്ട് കർത്താവിന്റെ മേശയിൽ കരനീട്ടുന്ന ഒരു ദൈവവൈദ്യൻ ഇവിടെ ഉണ്ടെങ്കിൽ നിന്റെ ശരീരത്തിന്റെ ആന്തരിക മേഖലകളുടെ മേൽ രോഗശാന്തിയായി വ്യാപരിപ്പാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് ഈ കർത്തൃമേശയുടെ പുറകിൽ ശക്തിയുണ്ട്. എന്നാൽ കോഴിയിറച്ചി നല്ലതാ. മഞ്ഞപ്പിത്തം വന്നവൻ കോഴിയിറച്ചി കഴിച്ചാൽ അധികം താമസിക്കാതെ പെട്ടി കൂട്ടിക്കൊണ്ടാ മതി. പ്രോട്ടീനാ, ആരോഗ്യത്തിന് നല്ലതാ. പക്ഷേ മഞ്ഞപ്പിത്തം വന്നവന് ഒരേ ഭക്ഷണം മരണത്തിന്റെ കാരണമാകുമ്പോൾ ആരോഗ്യമുള്ളവന് അതേ ഭക്ഷണം ആരോഗ്യത്തിന്റെ മുഖാന്തരമാണ്. വിശുദ്ധി കൂടാതെ കർത്തൃമേശ കൈനീട്ടുന്ന വ്യക്തികൾ അടിവറയിട്ട് കെട്ടുകൊള്ളുക. അതിന്റെ പുറകിൽ നിന്റെ ശരീരത്തെ ബന്ധിച്ച് ബലഹീനതയിൽ തുടങ്ങിയ രോഗത്തിൽ മൂർച്ഛിച്ച് ശവക്കുഴിയിൽ എത്തിക്കുന്ന പലരും നിദ്ര കൊള്ളുന്നു എന്ന് പറഞ്ഞാൽ കർത്തൃമേശ എടുക്കാൻ നേരത്തെ യോഗത്തിനകത്തിരുന്ന് ഉറങ്ങുന്നു എന്നല്ല. സ്തോത്രം. നിദ്ര കൊള്ളുന്നു എന്ന് പറഞ്ഞാൽ സെമിറ്ററി സ്ലീപ്പ്, ശവക്കുഴിയുടെ ഉറക്കത്തിൽ വ്യക്തികളെ കൊണ്ടെത്തിക്കുന്ന ഒരു ശക്തി ഇതിന്റെ പുറകിൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾ അംഗീകരിച്ചാലും അവഗണിച്ചാലും, നിങ്ങൾ എതിർത്താലും ഉൾക്കൊണ്ടാലും, ഒരു സത്യം ഞാൻ നിങ്ങളുടെ മുന്നിൽ പറയട്ടെ, രണ്ടുവിധ ശക്തികൾ സഭയിലും കുടുംബങ്ങളിലും വ്യാപരിക്കുന്നുണ്ട്. ഒന്ന് അനുഗ്രഹത്തിന്റെ ശക്തി, മറ്റൊന്ന് ശിക്ഷാവിധിയുടെ ശക്തി, കണ്ടംനേഷന്റെ ശക്തി. കരങ്ങൾ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാതെ. എന്റെ കുടുംബം ശിക്ഷാവിധിയുടെ കീഴിലാകരുത്, എന്റെ കുടുംബം അനുഗ്രഹത്തിന്റെ കീഴിലാകണം എന്ന് ആഗ്രഹിക്കുന്നവർ വലതുകരം ഉയർത്തിപ്പിടിച്ചേ. കരം ഉയർത്തിപ്പിടിച്ചേ. ഇന്ന് പകലൊന്ന് ശബ്ദം ഉയർത്തി പ്രാർത്ഥിച്ച് ഈ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുമ്പോൾ എന്റെ കുടുംബം അനുഗ്രഹത്തിന്റെ നിഴലിലാകണം, എന്റെ കുടുംബം ശിക്ഷാവിധിയുടെ നിഴലിലാകരുത് എന്ന് കൊതിക്കുന്ന ദൈവമക്കളെ കരം ഉയർത്തിപ്പിടിച്ചെന്ന് ആത്മാവിൽ പ്രാർത്ഥിച്ച് ഞാൻ പറയാം. ഞാൻ ഈ ആരാധനയ്ക്കകത്ത് കാണുന്നു മേഘ പോലെ ദൈവത്തിന്റെ തേജസ് ഈ കൂടിവരവിന് മീതേ നിഴലിൽ വിരിച്ചു നിൽക്കുകയാണ്. പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ ഇവിടെ ചില വൻകാര്യങ്ങൾ ചെയ്യുന്ന പകൽക്കാലമാണ്. മന്ത്രവാദത്തിനും ക്ഷുദ്രപ്രയോഗത്തിനും ആഭിചാരത്തിനും ഏലസുകൾക്കും തകിടുകൾക്കും പ്രശസ്തി ആർജിച്ച എഫേസോസ് പട്ടണത്തെ അടക്കിവാണ് അർത്തമീസ് മഹാദേവിയുടെ ശക്തിയെ ബന്ധിച്ചുകൊണ്ട് 50,000 വെള്ളിക്കാശ് വിലയുള്ള മന്ത്രവാദ ഗ്രന്ഥങ്ങൾ ഒരുമിച്ചിട്ട് തീ കൊടുക്കത്തക്ക വിധം അവിടെ വ്യാപരിച്ച ദൈവശക്തി പോലെ തന്നെ ഈ പ്രാർത്ഥനയ്ക്കകത്ത് തുറന്നോസിന്റെ പാഠശാലയിൽ വ്യാപരിച്ച ദൈവശക്തി തന്നെ ഈ പ്രാർത്ഥനയ്ക്കകത്ത് വിശ്വസിക്കുന്ന വ്യക്തികളുടെ കുടുംബങ്ങളുടെ മേൽ ആധിപത്യ കുലത്തെ അടക്കി വാഴുന്ന ബന്ധനങ്ങളെ അഴിച്ചു മാറ്റാൻ ഇവിടെ ബലത്തോടെ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. കൃപ ലഭിച്ച ദൈവമക്കൾ ആത്മാവിൽ വിളിച്ചു പറ, എന്റെ കുടുംബം ശിക്ഷാവിധിയുടെ നിഴലിലാകാൻ പാടില്ല, എന്റെ കുടുംബം അനുഗ്രഹത്തിന്റെ നിഴലിലാകണം. സഹോദരങ്ങളെ, നിങ്ങൾക്കറിയാമോ കുടുംബങ്ങളുടെ പുറകിൽ അനുഗ്രഹ ശിക്ഷാവിധികൾ വ്യാപിച്ചു കൊണ്ടിരിക്കുന്നു. പെന്തക്കോസ്ത് കുടുംബങ്ങൾ തകർച്ചയിലേക്ക് നീങ്ങുകയാണ്. ഇത് പറയുമ്പോൾ നമ്മൾ ആഴത്തിൽ കുടുംബങ്ങളിലേക്ക് പറയുമ്പോൾ ഏറ്റവും അടുത്ത ഒരു സോഷ്യോളജിസ്റ്റുകളുടെ റിപ്പോർട്ട് അനുസരിച്ച് 100 കുടുംബങ്ങളിൽ 10 കുടുംബങ്ങൾ മാത്രമേ സമാധാനമായിട്ട് ഇവിടെ കഴിയുന്നുള്ളൂ. പുറത്ത് കാണുമ്പോൾ ചിരിക്കുമെങ്കിലും മനസ്സുകൊണ്ട് ഡൈവോഴ്സ് നടത്തിയവരെ പോലെ ഒരു കൂരയ്ക്ക് കീഴിൽ കഴിയുകയാണ് ഇവിടെ പല കുടുംബങ്ങളും. സ്തോത്രം.
കൊണ്ട് ഡൈവേഴ്സ് നടത്തിയവരെ പോലെ ഒരു കൂരയ്ക്ക് കീഴിൽ കഴിയുക. പിന്നെ നമ്മുടെ ഒരു സംസ്കാരം എന്ന് പറഞ്ഞാൽ പട്ടിയുടെ പൂച്ചയുടെ കാര്യം പറഞ്ഞു പറയാം. വിദേശ രാജ്യങ്ങളിൽ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേത് ഇഷ്ടമില്ലെങ്കിൽ ഡൈവോഴ്സ്. ഇതിനപ്പുറത്തിന് കൂടെ ജീവിക്കുന്ന പരിപാടിയൊന്നുമില്ല. എന്നാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം പട്ടിയുടെ പൂച്ചയുടെ കാര്യം പറഞ്ഞു പറയും. നമ്മുടെ നാട്ടിൽ പുറത്തെ അല്ലെങ്കിൽ ഇവിടുത്തെ ഒക്കെ കാര്യം പുറത്താൽ വീട്ടിലെ പട്ടിയും പൂച്ചയും അങ്ങനെ ഇങ്ങനെ ഇണങ്ങാറുണ്ട്. എന്നാൽ യുദ്ധങ്ങൾ തമ്മിൽ കാണുന്ന ചില അപൂർവ സന്ദർഭങ്ങളാണ്. ഈ സമയത്ത് ഇവർ രണ്ടുപേരും കൂടെ ഹായ് പറയുന്ന രംഗം നിങ്ങൾ ഭാവനയെ കാണാമോ? സ്തോത്രം. പട്ടി ഇങ്ങോട്ട് അടുത്തു വരുന്ന സമയത്ത് പൂച്ച വളഞ്ഞ് കുത്തി ഒരു നിൽപ്പുണ്ട്. സ്തോത്രം. ഇതിന്റെ ദേഹത്തെ രോമമെല്ലാം കൂടെ അങ്ങോട്ട് എഴുന്നേറ്റ് മുഖത്തെ രോമമെല്ലാം കൂടെ അങ്ങോട്ട് ഉയർന്ന് സിംഹതുല്യമായി ഈ പൂച്ച അങ്ങോട്ട് നിൽക്കുന്ന നിൽപ്പ് കണ്ടാൽ അന്നേരമേ പട്ടി ഓടും. സ്തോത്രം. തമ്മിൽ ഒരിക്കലും അടുക്കുകയില്ല. പക്ഷെ ഒരു ഊരയുടെ കീഴിലേക്ക് പോവുകയില്ല. മനസ്സിലായോ? തമ്മിൽ ഒരിക്കലും അടുക്കുകയില്ല. പിന്നെ ഒരു കൂരയുടെ കീഴിൽ വൈകിട്ട് ഒരു കൂരയുടെ കീഴിൽ തന്നെ കാണും. ഇതുപോലെ എന്തൊക്കെ പ്രശ്നം ഉണ്ടെങ്കിലും തമ്മിൽ ഒരിക്കലും അടുക്കുകയില്ല. വൈകിട്ട് നമ്മളൊക്കെ ഒരു കൂരയുടെ കീഴിൽ തന്നെ കാണും. സ്തോത്രം. ഒരിക്കലും ഞങ്ങളുടെ ഭാഗത്ത് ഒരു അച്ചായൻ വീടിന്റെ പിൻവശത്തോടെ പശുവിനെ തീറ്റിങ്ങനെ നടക്കുമ്പോൾ ജനലിൽ കൂടെ പാത്രവും പിഞ്ഞാണും ഒക്കെ പറക്കുന്നു. എന്താണെന്ന് അറിയാനായിട്ട് വാതിൽ തുറന്നു കിടന്നതുകൊണ്ട് ഈ മധ്യവയസ്കൻ അച്ചായൻ അങ്ങോട്ട് കയറി ചെന്നപ്പോ അമ്മാമ്മ ഒരു ചൂലുമായി നിൽക്കുക, അച്ചായൻ കാശാവുട്ടുമായിട്ട് അടുക്കുക. നീ ഇന്ന് എന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ടേ ഉള്ളതെന്ന് പറഞ്ഞ അച്ചായന്റെ പരിപാടി. ഇതിനിടയ്ക്ക് കയറിച്ചെന്റെ അച്ചായൻ പറഞ്ഞു, നിൽക്കും പ്രശ്നം ഉണ്ടാക്കിയത് ഞാൻ പരിഹാരം ഉണ്ടാക്കി തരാം, എന്താ വിഷയം എന്ന് പറ. അപ്പോൾ ഈ സഹോദരി പറഞ്ഞു, പശുവിനെ കറന്നു കിട്ടുന്ന പാല് മുഴുവൻ മിൽമായി കൊടുക്കണമെന്നാണ് ഇങ്ങനെ പറയുന്നത്. പിള്ളേർക്ക് കൊടുത്തിട്ട് ബാക്കി മാത്രം മിൽമായി കൊടുത്താൽ മതി എന്നാണ് എന്റെ അഭിപ്രായം. അപ്പൊ ഇദ്ദേഹത്തോട് ചോദിച്ചു, പറഞ്ഞു, ഈ ഭർത്താവ് പറയുക, അല്ല മിൽമായി കൊടുത്തില്ലെങ്കിൽ പുളിപ്പൊടി പിണ്ണാക്കും വാങ്ങിച്ച പൈസ എവിടെ നിന്നുണ്ടാകും നിങ്ങൾ പറ. രണ്ടുപേരെയും ഇടയ്ക്ക് തടഞ്ഞു നിർത്തിക്കൊണ്ട് ഈ അച്ചായ പറഞ്ഞു, നിൽക്ക് ഞാൻ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കി തരാം, ഇപ്പൊ എത്ര ലിറ്റർ പാൽ കിട്ടും? ഉടനെ രണ്ടും കൂടെ കണ്ണിക്കണ്ണി നോക്കിച്ച് പറയുക, വാങ്ങിച്ചിട്ടില്ല, വാങ്ങിക്കാൻ ആലോചിച്ചോണ്ടിരിക്കുകയായിരുന്നു. കണ്ടോ? വാങ്ങിക്കാൻ പോകുന്ന പശുവിന്റെ കറക്കാൻ പോകുന്ന പാലിന്റെ കിട്ടാൻ പോകുന്ന അളവിന്റെ പേരിൽ ഇപ്പോഴേ തുടങ്ങി. സ്തോത്രം. ഞാൻ പറഞ്ഞു അതിന്റെ സാരം. പല കുടുംബങ്ങളും പുകയുകയാണ്. ഇന്നേക്ക് നാളുകൾക്ക് മുമ്പ് ഇൻഡോർ ഒരു കൺവെൻഷൻ കഴിഞ്ഞ് ഞാൻ അവിടെ നിന്ന് നാട്ടിലേക്ക് പോരാൻ ഇൻഡോർ എയർപോർട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് എന്നെ കൊണ്ടുപോയ സഹോദരൻ പറഞ്ഞു, പാസ്റ്ററെ എന്റെ വീടിന്റെ ഭാഗത്തൂടെ വന്നിട്ട് പോകാം. അങ്ങനെ ഞങ്ങൾ ആ ഭാഗത്തൂടെ കവർ ചെയ്തപ്പോൾ എന്നെ ഒരു കെട്ടിടം കാണിച്ചിട്ടുണ്ട്. പാസ്റ്റർ അറിയാമോ ഈ കെട്ടിടം? നിങ്ങൾക്കൊക്കെ പരിചയമായ വാർത്തയുടെ പശ്ചാത്തലം ഒഴുകിയ കെട്ടിടമാണ്. നാടിനെ നടക്കിയ ഒരു മഹാസംഭവം. സ്വന്തം ഭർത്താവിനെ വെളുപ്പിനെ 4 മണിക്ക് കാമുകനെ വിളിച്ചു വരുത്തി കമ്പി വടി കൊണ്ട്, ഞാൻ അമ്മൂമ്മ കഥ പറയുന്നത് നടന്ന സംഭവം പറയാം, കമ്പി വടി കൊണ്ട് തല്ലിക്കൊല്ലുമ്പോൾ പിടയ്ക്കാതിരിക്കാൻ കാല് കട്ടിൽ പിടിച്ചു വെച്ചു കൊടുത്തത് റാമിക്കാരി, IPC-കാരി, അന്യഭാഷ പറയുന്ന ബന്ധക്കോസുകാരി. എന്നെ അതിനും അത്ഭുതപ്പെടുത്തിയ കാര്യം പറയാം. എന്നെ കോളനിയിൽ കുളിച്ച് തരിപ്പിച്ച കാര്യം ഈ സഹോദരൻ പറയുകയാണ്. ആ കൃത്യം അവൻ നടത്താനായി എന്റെ ബൈക്കും കൊണ്ടാണ് പോയത്. എന്നാൽ അതിന്റെ പേരിൽ പോലീസ് എന്നെ ആദ്യം അറസ്റ്റ് ചെയ്തു. പാസ്റ്റർക്ക് അറിയാമോ, മരണം ഉറപ്പാക്കിയ ഡെഡ് ബോഡിയുടെ പുരിയക്കൊടികൾക്ക് നടുവിലേക്ക് നീളമുള്ള സ്ക്രൂ ഡ്രൈവർ അവൻ പിടിച്ചു കൊടുക്കുകയും അവനൊരു ചുറ്റിക കൊണ്ട് ഈ സ്ക്രൂ ഡ്രൈവർ ഈ ഡെഡ് ബോഡിയുടെ തലയുടെ മറുവശത്ത് അടിച്ചിറക്കുകയും ചെയ്ത് മരണം പരിശോധിച്ചിട്ട് ഊരിയെടുത്ത സ്ക്രൂ ഡ്രൈവറും ചുറ്റികയും ഈ മാൻഹോളിൽ ഇട്ടപ്പോൾ പോലീസ് ഇവിടെ വന്ന് ഈ മാൻഹോളിൽ പ്രതിയെ ഇറക്കി ചുറ്റികയും സ്ക്രൂ ഡ്രൈവറും എടുത്ത സമയം ഞാനതിന് സാക്ഷിയാണ്. എങ്ങനെ ചെയ്യും? ഒരു മനുഷ്യന്റെ മരണം ഉറപ്പാക്കാൻ വേണ്ടി നെറ്റിപ്പുരികത്തിന്റെ ഇടയിലേക്ക് ഒരു സ്ക്രൂ ഡ്രൈവർ വെച്ച് അടിച്ചപ്പുറത്ത് കടത്താൻ സ്വന്തം ഭാര്യ സ്ക്രൂ ഡ്രൈവർ പിടിച്ചു കൊടുത്തെന്ന് പറഞ്ഞാൽ മനുഷ്യത്വമുള്ളവർക്ക് ചെയ്യാൻ പറ്റുമോ? ഹിന്ദു അല്ല, മുസ്ലിം അല്ല, ബുദ്ധിസ്റ്റ് അല്ല, അന്യഭാഷ പറഞ്ഞ പെന്തക്കോസ്റ്റുകാരിയാണ് ഇതിനകത്ത് പ്രതി. ഞാൻ ചില നാളുകൾക്ക് മുമ്പ്
മാവേലിക്ക് 1000 ഓഡിറ്റോറിയങ്ങൾ ഗസ്റ്റ് ചില മാസങ്ങൾക്ക് പുറകിൽ ഒരു 10-350 പേര് അടങ്ങുന്ന ഒരു വലിയ സദസ്സാണ് ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്നത്. ക്ലാസ്സിനിടയിൽ എന്നോട് സഹോദരൻ പറഞ്ഞു, ഏറ്റവും പുറകിലത്തെ ഇന്ന ബെഞ്ചിൽ കസേരയിൽ ഇരിക്കുന്ന ആളിനെ ശ്രദ്ധിച്ചോ, ആളാണ് സ്വന്തം ഭാര്യയെ അടുക്കളയിൽ നിന്ന് വാക്കത്തി എടുത്തുകൊണ്ട് വന്ന് വായി 2ആയി വെട്ടിപ്പൊളിച്ചു മാറ്റി വെച്ചതിന് ശേഷം ആ ഡെപ്പോഡിക്ക് കാവലിരുന്നിട്ട് പോലീസ് പിടിയിലായ ഷിബ വധക്കേസിലെ ഷിബു ആയിരിക്കുന്നത്. പലരോട് നിറവേറ്റി ക്ലാസ്സിൽ പങ്കെടുക്കുക. അന്യഭാഷ പറയുന്ന അസംബ്ലി സോബോർഡുകാരി. ഞാൻ പറഞ്ഞതിന്റെ സാഹചര്യം എന്താ? നിങ്ങൾ ഓർക്കണം, പുറത്ത് കാണുമ്പോൾ ചിരിക്കുമെങ്കിലും പല കുടുംബങ്ങൾക്ക് അകവും പുകയുകയാണ്. ഇതിന് നടുവിൽ നിങ്ങളുടെ കുടുംബം ബന്ധിക്കപ്പെടാൻ പാടില്ല. അന്ധകാര ശക്തികൾ നിങ്ങളുടെ കുടുംബത്തിനകത്ത് അവന്റെ കണിയുടെ കര ഉയർത്തുന്നുണ്ടെങ്കിൽ ഇന്ന് പകരത്തെയും നാളെ പകരത്തെയും ക്ലാസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ എന്റെ നാഥന്റെ കരം അതിനെ അഴിച്ചു മാറ്റുന്ന പകരായി തീരണം. കഴിവിന്റെ പരമാവധി പ്രിയപ്പെട്ടവർ ആപത്തി എടുത്താണെങ്കിലും വേണ്ടില്ല, ഞാൻ പറയട്ടെ, ഈ നാളത്തെ ക്ലാസ്സിൽ നിങ്ങൾ പങ്കെടുക്കാൻ ശ്രദ്ധിക്കുക. വൈകിട്ടത്തെ യോഗത്തിന് വന്നില്ലെങ്കിലും നാളത്തെ പകരത്തെ യോഗത്തിന് വരാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങളുടെ കുടുംബത്തിന്മേൽ അറിയാത്ത ചില കരിനിഴലുകൾ വീണിരിക്കുമ്പോൾ ഞങ്ങളുടെ കരങ്ങൾക്ക് അതിനെ അഴിച്ചെടുക്കാൻ കഴിയുകയില്ല. എന്നാൽ ഇവിടുന്ന് പുറപ്പെടുന്ന വചനത്തിന്റെ വ്യാപാര ശക്തിക്ക് നാളെ നടത്താൻ നിങ്ങളുടെ കുടുംബത്തിന് നേരെ വെച്ചിരിക്കുന്ന ഇരുട്ടിന്റെ കണികളെ അഴിച്ചു മാറ്റാൻ ശക്തിയുണ്ട്. അതുകൊണ്ട് കൃപ ലഭിച്ച ദൈവമക്കൾ പ്രാർത്ഥനയിൽ ജാഗരിക്കുമ്പോൾ ഇന്ന് വരെ നമ്മുടെ വീട്ടിലേക്ക് നമുക്ക് മടങ്ങി പോകാം. കുടുംബം ബന്ധിക്കപ്പെടാൻ പാടില്ല. 2 വിധ ഘടകങ്ങൾ കുടുംബത്തിന്റെ പുറകിൽ വ്യാപരിക്കുന്നു. ഞാൻ പറഞ്ഞു വരാം. കുടുംബത്തിൽ അനുഗ്രഹവും ശിക്ഷാവിധിയുമുണ്ട്. ഇത് ഞാൻ വസ്തു പറയട്ടെ, ഇത് സാമ്പത്തികമല്ല. സാമ്പത്തിക മേഖല അനുഗ്രഹത്തിന്റെ അടിസ്ഥാനമേ അല്ല. സ്തോത്രം. എന്താണ് അനുഗ്രഹം? എന്താണ് ശിക്ഷാവിധി? ശിക്ഷാവിധി എന്ന വിഷയത്തെ സംബന്ധിച്ച് സ്വന്തം സ്വകാര്യ താല്പര്യങ്ങൾക്ക് വേണ്ടി ശാപത്തെ പർവ്വതീകരിച്ച് പറയുന്ന ആൾക്കാരുണ്ട്. എന്നാൽ ഞാൻ വസ്തുത പറയട്ടെ, സാമ്പത്തികമായി ഒരു വ്യക്തി അനുഭവിക്കുന്ന ദാരിദ്ര്യത്തെ വേദപുസ്തകം സ്തോത്രം ഒരിക്കലും ശാപമായി പറയുന്നില്ല. കാരണം വേദപുസ്തകം പാഠത്തിൽ പഠിച്ചാൽ അപ്പോസ്തോലിക പിതാക്കന്മാരും കർത്താവായ യേശുക്രിസ്തുവും അക്ഷരാർത്ഥത്തിൽ ദരിദ്രരായിരുന്നു. ബൈബിളിന്റെ ഭാഷയനുസരിച്ച് നിങ്ങൾ ചിന്തിക്കണം. ബൈബിളിന്റെ ഭാഷയനുസരിച്ച് നിന്റെ കഷ്ടതയും ദാരിദ്ര്യവും ഞാൻ അറിയുന്നുവെന്ന് വെളിപ്പാട് പുസ്തകത്തിൽ പരിശുദ്ധാത്മാവ് സഭയോട് പറയുന്നു. എന്നിട്ട് അവിടെ കൊട്ടയിട്ടിരിക്കുന്ന വാക്യമുണ്ട്, നീ സമ്പന്നനാകുന്നു താനും. വെളിപ്പാട് പുസ്തകം 7ാമത്തെ സഭയുടെ മധ്യത്തിൽ സമൃദ്ധിയുടെയും സമ്പന്നതയുടെയും അടിത്തട്ടിൽ വിഹരിക്കുന്ന ലവോദിക്ക സഭയോട് പറയുന്നു, ഞാൻ സമ്പന്നൻ, എനിക്ക് ഒന്നിനും മുട്ടില്ലെന്ന് പറഞ്ഞ് നീ ദരിദ്രനും കുരുടനും അനിഷ്ടനും നഗ്നനും എന്നറിയാകയാൽ. അങ്ങനെയാണെങ്കിൽ സമ്പത്തിന്റെ നടുവിൽ ഒരു സഭ ദാരിദ്ര്യത്തിൽ, ദാരിദ്ര്യത്തിന്റെ നടുവിൽ ഒരു സഭ സമ്പത്തിൽ. ഇതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? ഭൗതിക സമ്പത്തല്ല അനുഗ്രഹത്തിന്റെ അടിസ്ഥാനം. ആവശ്യങ്ങളിൽ പര്യാപ്തത വെളിപ്പെടുകയും കുടുംബത്തിൽ സമാധാനം നിറയുകയും ചെയ്യുന്നത് അനുഭവിക്കുന്ന ഒരു ദൈവത്തിന്റെ ഇതിനകത്തുള്ള നീതിയാണ് തന്നെ. പറയാം, മറിയാമ എന്നും ശോശാമ എന്നും പറയുന്ന 2 സഹോദരിമാരെ 2 തറവാട് വീടുകളിലേക്ക് ഒരു വീട്ടിൽ നിന്ന് കല്യാണം കഴിപ്പിച്ചയച്ചു. ചില വർഷങ്ങൾക്ക് ശേഷം ഈ മറിയാമ്മയുടെ ശോശാമ്മയുടെ വീട് ഒരു കർത്തൃദാസൻ സന്ദർശിക്കുകയുണ്ടായി. അപ്പോൾ മറിയാമ്മയെ കല്യാണം കഴിപ്പിച്ചയച്ച വീടെന്ന് പറഞ്ഞാൽ കൊച്ചു വീടൊന്നുമല്ല. പണവും പ്രതാപവും അകത്തും പുറത്തും ജോലിക്കാരും നിരവധി വാഹനങ്ങളും രാഷ്ട്രീയ സ്വാധീനവുമുള്ള ആ നാട്ടിൽ പ്രമുഖ വീടാണ് മറിയാമ്മയുടെ വീട്. എന്നാൽ ശോശാമ്മയുടെ വീടിനെ കുറിച്ച് കേൾക്കണോ? അന്നത്തെ വരുമാനം കൊണ്ട് ഡ്രൈവിംഗ് തൊഴിൽ ചെയ്ത് ജീവിക്കുന്ന ഒരു തൊഴിലാളിയുടെ വീടാണ്. എന്തിനാലും വേണ്ടില്ല ഈ 2 വീട് മറിയാമ്മയുടെ ശോശാമ്മയുടെ വീട്ടിൽ ഈ ദേവദാസൻ ചെന്നതിനെ കുറിച്ച് പറയുന്നത്. ഈ കർത്തൃദാസൻ മറിയാമ്മയുടെ വീട്ടിൽ ചെന്നു. അദ്ദേഹത്തിന് കുടിക്കാനൊക്കെ കൊടുത്തു, കയറിയിരുന്നു. അല്പ മിനിറ്റുകൾ കഴിഞ്ഞ് പ്രാർത്ഥനയ്ക്കായിട്ട് എഴുന്നേറ്റു. പ്രാർത്ഥനയ്ക്ക് ചില വാചകങ്ങൾ ഉദ്ധരിക്കുമ്പോ ഈ സഹോദരി വിങ്ങി വിങ്ങി കരയുക. എന്ത് പറ്റി മറിയാമേ എന്ന് ദേവദാസൻ ചോദിച്ചപ്പോൾ പറഞ്ഞ വാചകം, പാസ്റ്ററെ, എന്തെല്ലാം ഉണ്ടെങ്കിൽ എന്താ സമാധാനമില്ലല്ലോ. ഈ ദേവദാസൻ നേരെ ശോശാമ്മയുടെ വിളിച്ചു. ഞാൻ പറഞ്ഞ ഒരു വാഷിംഗ് മെഷീൻ പോലും ഇല്ലാത്ത വീടാണ്. ഈ ദേവദാസനെ കണ്ടുടഞ്ഞ അലക്കുകലിന്റെ അടുക്കൽ നിന്നും
നേരെ പുറകിൽ കൂടെ വീട്ടിൽ കയറി അദ്ദേഹത്തെ പുറത്ത് നിർത്തിക്കൊണ്ട് സിറ്റ് ഔട്ടെല്ലാം മുറിയെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് തിണ്ണയൊന്ന് ക്ലീൻ ചെയ്തിട്ട് അകത്ത് കയറ്റി. അത്ര നല്ല വീടാ. എന്തായാലും വീട്ടില്ല. അകത്ത് കയറി ഭക്ഷണമൊക്കെ കൊടുത്തു, വെള്ളമൊക്കെ കൊടുത്തു. പ്രാർത്ഥിക്കാൻ നേരത്തെ ഇവളുടെ നാവ് സ്തോത്രം വീഴുക, ആ മുഖം നക്ഷത്രം പോലെ പ്രകാശിക്കുക. ഈ സമയം ഈ ദൈവദാസൻ ചോദിച്ചു, എങ്ങനെയുണ്ട് ശോശാമയ കുടുംബജീവിതം? എടുത്ത സഹോദരന്റെ മറുപടി കേൾക്കണം. ഒന്നുമില്ലെങ്കിൽ എന്താ പാസ്റ്ററെ, സമാധാനം ഉണ്ടല്ലോ. ഞാൻ എത്ര പറഞ്ഞ എത്ര ദൈവങ്ങൾക്ക് മനസ്സിലായി. കോടികൾ ബാങ്കിലുള്ളതല്ല അനുഗ്രഹം, സ്വിസ് ബാങ്കിൽ നിക്ഷേപം ഉണ്ടാക്കുന്നതല്ല അനുഗ്രഹം, മക്കളെല്ലാം ധനാഢ്യരാകുന്നതല്ല അനുഗ്രഹം, എല്ലാവരും എഞ്ചിനീയേഴ്സും ഡോക്ടേഴ്സും ആകുന്നതല്ല അനുഗ്രഹം. ഒന്നുമില്ലെങ്കിലും ആവശ്യങ്ങളിൽ പര്യാപ്തത വെളിപ്പെടുകയും കുടുംബത്തിൽ സമാധാനം നിറയുകയും ചെയ്യുന്ന അനുഭവം പ്രാപിച്ച ഒരു ദൈവവൈദ്യൻ ഇവിടെ ഉണ്ടെങ്കിൽ നീ ശിക്ഷാവിധിയുടെ കീഴിലല്ല, നീ അനുഗ്രഹത്തിന്റെ കീഴിലാണ്. രക്തത്താൽ ജയം. ഞാൻ പകൽ ആരാധിക്കുന്ന ദൈവങ്ങളുടെ മുൻപിൽ പറയട്ടെ, നീ വിശ്വസ്തയോടെ ദൈവത്തെ സേവിക്കുന്ന ദൈവവൈദ്യരാണെങ്കിൽ നീ ഇന്ന് അനുഭവിക്കുന്ന പരിശോധനകൾക്ക് നടുവിൽ നിനക്ക് കടന്നു പോകേണ്ട ചില പാതകൾ അടഞ്ഞു നിൽക്കുമ്പോൾ, നിന്റെ ചുവടുകൾ ഒന്ന് പതയ്ക്കുമ്പോൾ അടുത്ത ചുവട് വെക്കാനുള്ള വഴി ദൈവം നിനക്ക് വെളിപ്പെടുത്തി തരുമെന്ന് മാത്രമല്ല, ഇന്ന് നിനക്ക് അനുഭവിക്കേണ്ടി വരുന്ന പരിശോധനകൾ ചിലത് നിന്റെ അനുഗ്രഹത്തിന്റെ അടിത്തറയാക്കി മാറ്റത്തക്ക വിധം ആ കരം ഇന്ന് പകൽ നിനക്കായി വ്യാപരിച്ചു കൊണ്ടിരിക്കുകയാണ്. ആകാശത്തെ കൂരിട്ട് തെളിയുമ്പോൾ നക്ഷത്രത്തിന്റെ ശോഭ പ്രകാശിക്കുന്നത് പോലെ നിന്റെ കഷ്ടതയ്ക്ക് നടുവിലായിരിക്കും എന്റെ ദൈവത്തിന്റെ വാഗ്ദത്തത്തിന്റെ സൂര്യശോഭ തെളിഞ്ഞു നിൽക്കുന്നത്. ഓ ദൈവത്തിന്റെ സ്തോത്രം. ചുളങ്ങി കിടക്കുന്ന ഒരു ഷർട്ടിന്റെ മുകളിലേക്ക് തേപ്പ് കെട്ടി വെക്കുമ്പോൾ ആ ഷർട്ടിന്റെ ചുളുക്ക് നിവിരുന്നത് പോലെ ഇന്ന് നീ അനുഭവിക്കുന്ന ചില പരിശോധനകൾ നിന്റെ നിത്യതയുള്ള ബന്ധത്തിനെ ചുളുക്ക് നിവർക്കാൻ മാത്രമേ ഉപകരിക്കുകയുള്ളൂ എന്ന് തിരിച്ചറിയുന്ന ദൈവമക്കൾ മാത്രം വിളിച്ചു പറ, എന്റെ കുടുംബത്തിലെ പ്രതിസന്ധി തകർച്ചയല്ല, ഇതിന്റെ പുറകിൽ അറിയാത്ത ദൈവത്തിന്റെ കരം വ്യാപരിക്കുന്നുണ്ട്. ചോദ്യം, നിന്റെ വീട് അനുഗ്രഹത്തിന്റെ കീഴിലാണോ അതോ നിന്റെ വീട് ശിക്ഷാവിധിയുടെ കീഴിലാണോ? വിശുദ്ധത്തിന്റെ വെളിത്തിലേക്ക് നമുക്ക് വരാം. അനുഗ്രഹത്തിന്റെ കീഴിലാകണമെങ്കിൽ സൂക്ഷിക്കേണ്ട 4 കൂട്ടം കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ മുൻപിലേക്ക് കൊണ്ടുവരാം. ശ്രദ്ധിക്കുക. 1, ദൈവം വെച്ച ദൈവം വെച്ച അധികാര സ്ഥാനത്തോട് നിങ്ങളുടെ നിലപാട് നിങ്ങൾ സൂക്ഷിക്കുക. 1, ദൈവം വെച്ച അധികാര സ്ഥാനത്തോട് നിങ്ങളുടെ നിലപാട് നിങ്ങൾ സൂക്ഷിക്കുക. 2, ഒന്നാമത്തെ കാര്യം, ദൈവം വെച്ച അധികാരം. ഈ 4 കാര്യങ്ങൾ വളരെ നിർണായകമാണ്, വളരെ പ്രാധാന്യം വഹിക്കുന്നതാണ്. ഒന്നാമത്തെ കാര്യം, ദൈവം വെച്ച അധികാര സ്ഥാനത്തോട് നിങ്ങളുടെ നിലപാട് നിങ്ങൾ സൂക്ഷിക്കുക. 2, വിഗ്രഹാരാധന, അവ മുഖാന്തരമുള്ള ഭാവി ബന്ധങ്ങൾ, ഇവയിൽ നിന്നും തികച്ചും നിങ്ങൾ അകന്ന് സൂക്ഷിക്കുക. 3, ദൈവത്തിന്റെ അപഹരിക്കൽ, മോഷണം, കള്ളസത്യം, അത് മുഖാന്തരമുള്ള വരുമാനങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ഒരിക്കലും വരുവാൻ അനുവദിക്കാതിരിക്കുക. ദൈവത്തിന്റെ അപഹരിക്കൽ, മോഷണം, കള്ളസത്യം, ഇവ മുഖാന്തരമുള്ള വരുമാനങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ഒരിക്കലും വരുവാൻ അനുവദിക്കാതിരിക്കുക. 4ാമത്തെ കാര്യം, വിശുദ്ധമല്ലാത്ത സെക്ഷൽ റിലേഷൻഷിപ്പുകൾ നിന്റെ കണ്ണിന് മുൻപിൽ നിന്നും വിദൂരങ്ങളിൽ അകറ്റി നിർത്തുക. ഒരു നിലകളിലും അതിനോട് ബന്ധപ്പെടാതിരിക്കുക. കാറ്റ് വിതച്ച് കൊടുങ്കാറ്റ് കൊയ്യും. 4 കൂട്ടം കാര്യം. ഒന്ന് വായിക്കാമോ? നോട്ട് ചെയ്ത് ഒന്ന് വായിക്കാം. 1, ദൈവം വെച്ച അധികാര സ്ഥാനത്തോട് നിങ്ങളുടെ നിലപാട് നിങ്ങൾ സൂക്ഷിക്കുക. 2, ദൈവത്തിന്റെ അപഹരിക്കൽ, മോഷണം, വിഗ്രഹാരാധന, വിഗ്രഹത്തോടുള്ള ബന്ധം, അതുപോലുള്ള ഭാവി ഫലം, ഇവയോട് ഒരു ബന്ധവും നിങ്ങൾ പുലർത്താതിരിക്കുക. 3, ദൈവത്തിന്റെ അപഹരിക്കൽ, മോഷണം, കള്ളസത്യം, ഇവ മുഖാന്തരമുള്ള വരുമാന മാർഗങ്ങൾ നിങ്ങളുടെ വീട്ടിൽ എത്താൻ നിങ്ങൾ അനുവദിക്കാതിരിക്കുക. 4, വിശുദ്ധമല്ലാത്ത സെക്ഷൽ റിലേഷൻഷിപ്പുകൾ ഒരർത്ഥത്തിലും നിങ്ങളുടെ കൺമുൻപിൽ എത്താൻ അനുവദിക്കാതിരിക്കുക. ഒന്ന് പറയാമോ? എല്ലാവരും കൂടെ ചേർന്ന് പറയാമോ? എല്ലാവരും കൂടെ എഴുതിയവരെ നോട്ട് ചെയ്തവരെന്ന് പറഞ്ഞു.
ഒരുമിച്ച് പറഞ്ഞാൽ മതി. എന്ന് പറഞ്ഞാൽ വളരെ ഗൗരവമേറിയ 4 കൂട്ടം കാര്യങ്ങളാണ്. ഒന്നാമത്തെ പ്രധാനപ്പെട്ട വിഷയം, ദൈവം വെച്ച അധികാര സ്ഥാനത്തോട് നിങ്ങൾ നിങ്ങളുടെ നിലപാട് സൂക്ഷിക്കുക. എല്ലാവരും കൂടെ ചേർന്ന് പറഞ്ഞേ, ദൈവം വെച്ച അധികാര സ്ഥാനം എന്ന് പറഞ്ഞേ. ശബ്ദം ഉയർത്തി പറഞ്ഞേ. സഹോദരിമാരെല്ലാം കൂടെ കരങ്ങളൊന്ന് ഉയർത്തി പറഞ്ഞേ. സഹോദരന്മാരെ കരമൊന്ന് ഉയർത്തി പറഞ്ഞേ. ദൈവത്തിന് സ്തോത്രം. ദൈവം വെച്ച ചില അധികാര സ്ഥാനങ്ങളുണ്ട്. അതിനോട് നിങ്ങൾ നിങ്ങളുടെ നിലപാട് സൂക്ഷിക്കുക. നിങ്ങൾക്കറിയാമോ, 2 തൂണുകളിലാണ് രാഷ്ട്രവും സഭയും ബാങ്കും ഓഫീസുകളും സ്കൂളും മുഴുവൻ നിൽക്കുന്നത് 2 തൂണുകളിലാണ്. ഒന്നാമത്തെ തൂണ് അധികാരം നടത്തൽ, രണ്ടാമത്തെ തൂണ് കീഴ്പ്പെടൽ. നിങ്ങൾക്കറിയാമോ, ഈ 2 തൂണിൽ ഒന്ന് തകർന്നാൽ അവിടെ ഉണ്ടാകുന്ന അരാജകത്വമായിരിക്കും. രാജ്യത്ത് അധികാരം നടത്താൻ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ ഇല്ലേ, കീഴ്പ്പെടാൻ പ്രജകൾ, ജനങ്ങൾ. സ്കൂളിൽ അധികാരം നടത്താൻ അധ്യാപകർ, കീഴ്പ്പെടാൻ വിദ്യാർത്ഥികൾ. സഭയിൽ അധികാരം നടത്താൻ പാസ്റ്റർ, കീഴ്പ്പെടാൻ വിശ്വാസികൾ. സ്തോത്രം. അപ്പോൾ അധികാരം നടത്താൻ ഒരു കൂട്ടം, കീഴ്പ്പെടാൻ ഒരു കൂട്ടം. ഞാൻ ചോദിക്കട്ടെ, രാജ്യത്ത് ജനങ്ങളെല്ലാം കൂടെ അധികാരം നടത്തിയാൽ എന്തായിരിക്കും രാജ്യത്തിന് നില? അരാജകത്വം. സ്കൂളിൽ വിദ്യാർത്ഥികളെല്ലാം കൂടെ അധികാരം നടത്തിയാൽ എന്തായിരിക്കും സ്കൂളിന് നില? അത് മഹാരാജകത്വം. ഓഫീസിൽ ചെല്ലുന്നവരെല്ലാം കൂടെ അധികാരം നടത്താൻ പോയാൽ എന്തായിരിക്കും ഓഫീസിന് നില? അരാജകത്വം. അങ്ങനെയാണെങ്കിൽ വീട്ടിൽ എല്ലാവരും കൂടെ അധികാരം നടത്താൻ പോയാൽ എന്തായിരിക്കും വീടിന്റെ നില? നിങ്ങൾക്കറിയാമോ, സത്യത്തിൽ പറഞ്ഞാൽ ഏദൻ പർദീസയിലെ പാപം ഒരു അധികാര നിഷേധമാണ്. നിങ്ങൾക്കത് ചിന്തിക്കാൻ ഞാൻ പറയാം. ഏദൻ പർദീസയിലെ പാപം സാധാരണ പാപമല്ല, അധികാരത്തോടുള്ള വെല്ലുവിളിയായി എന്നുള്ളതാണ്. സ്തോത്രം. എന്റെ ചിന്ത ഞാൻ പറയാം. ഈ ഏദനിലെ വിഷയത്തെ കുറിച്ച് എല്ലാ കാര്യങ്ങളും വേദപുസ്തകത്തിൽ എഴുതിയിട്ടില്ല. കാരണം എന്ന് ചോദിച്ചാൽ വളരെ ചുരുക്കം ചില കാര്യങ്ങൾ ഏദനിലെ രംഗത്തെ കുറിച്ച്, പാപത്തെ കുറിച്ച് പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയ അത്യാവശ്യം ചില കാര്യങ്ങൾ. നിങ്ങൾ നാട്ടിലോട്ട് ചെന്ന് പശുവിന് കുടിപ്പൊടി ഉണ്ടാക്കി കലക്കി കൊടുക്കാൻ ഒരു ദിവസം പാത്രത്തിനകത്ത് ഇത് കൊടുത്തോണ്ട് തൊഴുത്തിലോട്ട് ചെന്നിരിക്കട്ടെ. തൊഴുത്തിലോട്ട് ചെന്ന് ഇത് പാത്രത്തിൽ കലക്കി പശുവിനെ മുന്നിലോട്ട് വെച്ചു. പശു നേരെ തല താഴ്ത്തി ഇതൊന്ന് ആസ്വദിച്ചിട്ട് തലയൊന്ന് പൊക്കിപ്പിടിച്ച്, എന്തുകൊണ്ട് കൊച്ചമ്മേ വിശേഷം, ആരോഗ്യസ്ഥിതിയൊക്കെ എങ്ങനെയുണ്ട്, എപ്പോഴാ വന്നേ, എപ്പോഴാ വായിക്കളോട് തിരിച്ചു പോന്നേ എന്നൊന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്നാണ് അവിടെ നിൽക്കുമോ? ഓടിയാൽ എത്രത്തോളം ഓടും? ചങ്കിടിച്ചു പോവുകയോ? അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് നിങ്ങൾ ചങ്കിടിക്കാൻ സാധ്യത? മൃഗം സംസാരിക്കാറില്ല. അങ്ങനെയാണ് ഏദൻ പർദീസയിലെ വേലിക്കരയിലെത്തി അവ്വ അമ്മച്ചിയോട് ആദ്യമായിട്ട് പാമ്പ് വർത്താനം പറഞ്ഞ അമ്മച്ചി എവിടെ നിൽക്കുമോ? അപ്പൊ ഈ പരിപാടി നേരത്തെ തുടരുന്നുണ്ടാകുന്നതിന് തെളിവാണ്. വീഴ്ച പറ്റുന്നതിന് മുൻപ് മൃഗജാലങ്ങളുമായി ആശയവിനിമയം നടത്താൻ മനുഷ്യന് ശേഷിയുണ്ടായിരുന്നു എന്നുള്ളതിന്റെ ഒരു വ്യക്തത അവിടെ കിട്ടുക. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ സംസാരം ചെറുതായിരിക്കില്ല, സംസാരം ഒത്തിരി സംസാരം ഉണ്ടായിരിക്കും. കാരണം ഇവൻ ഇവിടുത്തെ പഴയ താമസക്കാരനായിരുന്നല്ലോ, ഈ പാമ്പി ഇവിടുത്തെ പഴയ താമസക്കാരനായിരുന്നല്ലോ. അതുകൊണ്ട് കുശല പ്രശ്നം കൂടുതൽ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഒരു ദിവസം അവിടെ അവ്വാമിച്ച് ഒറ്റയ്ക്ക് പാമ്പിന്റെ അടുക്കിലേക്ക് അടുത്ത് സംസാരം ആരംഭിക്കാൻ. അപ്പൊ ഈ പാമ്പ് ഒറ്റയ്ക്ക് കുശലം തുടങ്ങിയതാണ്. അവൻ ഈ കാര്യത്തെ കുറിച്ചും അവിടുത്തെ താമസക്രമീകളും എല്ലാം അറിയാവുന്നവനായതുകൊണ്ട് ഇങ്ങനെ തുടങ്ങിക്കാണ്. അല്ല, നിങ്ങളൊരു പുതിയ താമസക്കാരൻ കൂടെ വന്ന കാര്യം ഞാൻ അറിഞ്ഞു. എനിക്കൊരു ചില ബിസി ആയിരുന്നത് കൊണ്ട് എനിക്ക് നിങ്ങളെ ഒന്ന് ശ്രദ്ധിക്കാൻ പറ്റിയില്ല. അയൽവക്കക്കാരുമായിട്ട് അടുത്ത ബന്ധം പുലർത്തണമെന്നാണ് എന്റെ ആഗ്രഹം. എങ്ങനെയുള്ള താമസമൊക്കെ, ഭക്ഷണമൊക്കെ ക്രമീകൃതമായിട്ട് നടക്കുന്നുണ്ടോ? അല്ല അമ്മച്ചി, ഈ വൃക്ഷഫലം തിന്നരുതെന്ന് ദൈവം വാസ്തവമായി കൽപ്പിച്ചിട്ടുണ്ടോ? സംസാരം തുടങ്ങിയ നിങ്ങൾ ചിന്തിച്ചു നോക്കി. നിങ്ങളുടെ ഭർത്താവ് മാത്രം ഒരു കാര്യം നിങ്ങളുടെ വീട്ടിൽ അറിയുകയും ഭർത്താവ് പറഞ്ഞ കാര്യത്തിന്റെ വിശദീകരണം കൂടുതലൊന്നും പറയാതെ നിങ്ങളോട് കാര്യം മാത്രം ചുരുക്കി പറയുകയും അതിന് കൂടുതൽ വ്യക്തത നിങ്ങൾക്ക് ഇല്ലാതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ അതിന്റെ എല്ലാ കാര്യങ്ങളുടെയും യഥാർത്ഥ വശം നിങ്ങളുടെ ഭർത്താവിന് മാത്രമേ അറിയത്തുള്ളായിരിക്കെ നിങ്ങളുടെ ഭർത്താവിന്റെ സാന്നിധ്യത്തിൽ ആ കാര്യത്തെ സംബന്ധിച്ച് ഒരു അന്യൻ വന്ന് നിങ്ങളോട് ചോദിച്ചാൽ മര്യാദയുള്ള ആദ്യത്തുള്ള വീട്ടമ്മമാരാണ് എന്നാ പറയും?
എന്നാ പറയും? ഇപ്പോഴത്തെ ചില ഹൈടെക് കൊച്ചമ്മമാരുടെ കാര്യം സംശയമുണ്ട്. എന്നാൽ മര്യാദയുള്ള പക്വതയുള്ള വീട്ടുമാരെ എന്താ പറയും? എന്നോടല്ല പറഞ്ഞേ, അച്ഛനോട് പറഞ്ഞു. ഒന്നീ ഫോൺ ചെയ്യാം, അല്ലെങ്കിൽ ഇപ്പൊ വിളിച്ചോണ്ട് വരാം. അച്ഛനെ മാറ്റി നിർത്തി കൊച്ചമ്മ ഒറ്റയ്ക്ക് കച്ചവടം തുടങ്ങിയതാണ് ഏതെല്ലാം കുഴപ്പം. മനസ്സിലായില്ല? സ്തോത്രം. അപ്പോ ഏതെങ്കിലും സത്യം പറഞ്ഞാൽ സംഭവിച്ച ഒരു അധികാര നിഷേധമാണ്. അധികാരം ദൈവമാക്കി വെച്ച സ്ഥാനത്തിന്റെ നിഷേധം ഏതെങ്കിലും ആരംഭിച്ചതാണ് മനുഷ്യകുലത്തിന്റെ പതനത്തിന്റെ കാരണം. ഇന്ന് പകൽ പറയട്ടെ, ദൈവം നിന്റെ വീട്ടിൽ അധികാര സ്ഥാനം വെച്ചിരിക്കുന്നു. സ്തോത്രം. തിരുവഴുത്തിലേക്ക് ഒന്ന് വരാം. എഫേസ്യ ലേഖനം വേഗം വന്നാട്ടെ. എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യം. ശാന്തമായി നിങ്ങൾ അടിവരയിട്ട് ശ്രദ്ധിക്കണം. വളരെ ഗൗരവമേറിയ ഭാഗമാണ് 5-ന്റെ 18-ാമത്തെ വാക്യം. വീഞ്ഞു കുടിച്ച് മത്തരാകരുത്, അതിനാൽ ദുർനടപ്പ് ഉണ്ടാകുമല്ലോ. ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ചു നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവിന് പാടി കീർത്തനം ചെയ്തു. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ദൈവവും പിതാവുമായവന് ക്രിസ്തുവിന്റെ ഭയത്തിൽ അടിവരയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണേ. ആ പദത്തിന്റെ അടിയിലേക്ക് ഒന്ന് വരയ്ക്കണം. നിങ്ങളുടെ ബൈബിളിൽ നിങ്ങളുടെ പേന കൊണ്ട് അടിവരയണം. ക്രിസ്തുവിന്റെ ഭയത്തിൽ അന്യോന്യം കീഴ്പ്പെട്ടിരിപ്പീൻ. അങ്ങനെയാണെങ്കിൽ ക്രിസ്തുവിന്റെ ഭയത്തിൽ അന്യോന്യം കീഴ്പ്പെടത്തക്ക വിധം ഒരു അധികാര സ്ഥാനം ദൈവം വീട്ടിൽ വെച്ചിരിക്കുന്നു. സ്തോത്രം. അതിന്റെ 22-ാമത്തെ വാക്യം വായിച്ചാണ്. 22. ഭാര്യമാരെ കർത്താവിന് എന്ന പോലെ. 25-ാമത്തെ വാക്യം. ഭർത്താക്കന്മാരെ ആദ്യ 1-ാമത്തെ വാക്യമാണ്. മക്കളെ നിങ്ങളുടെ 5-ാമത്തെ വാക്യം. ദാസന്മാരെ. അങ്ങനെയാണെങ്കിൽ വേദപുസ്തകം സഭയ്ക്കുള്ളിലെ കുടുംബങ്ങളുടെ ഇന്നർ സർക്കിളിലേക്ക് പോവുകയാണ്. ഭാര്യമാരെ, ഭർത്താക്കന്മാരെ, മക്കളെ, മാതാപിതാക്കളെ, ദാസന്മാരെ എന്ന് പറഞ്ഞാൽ ഒരു വീട്ടിൽ ദൈവം ഈ തലത്തിൽ ചില അധികാര സ്ഥാനങ്ങൾ വെച്ചിരിക്കുന്നു. നിങ്ങൾ വസ്തുത ഓർക്കുക. ഇതിൽ ദൈവം വെച്ച അധികാര സ്ഥാനം കുടുംബത്തിൽ പ്രവർത്തിക്കുന്നു. അത് അനുഗ്രഹ ശിക്ഷാവിധികളുടെ സാധ്യതയുണ്ട്. ഒരുപക്ഷെ നിങ്ങൾക്ക് പറയാൻ കാണും, പാസ്റ്ററെ എന്റെ അപ്പന്റെ കയ്യിരിപ്പ് മോശമാണ്, അതുകൊണ്ടാണ് ഞാൻ എന്റെ അപ്പനോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്. അല്ലേ? ഞാൻ ചോദിക്കട്ടെ, പ്രായപൂർത്തിയായ പിള്ളേര് വളർന്നു നിൽക്കുന്ന ഒരു വീട്ടിൽ ഒരപ്പൻ തുണി മാറി വീഞ്ഞിലൊടിച്ച് വിവസ്ത്രനായി കിടന്നാൽ മര്യാദയാണ്. ഒരിക്കലും മോൻ എന്നോട് പറഞ്ഞു, പാസ്റ്ററെ അപ്പൻ ഇരിക്കേണ്ടത് അപ്പൻ ഇരുന്നാൽ അപ്പന് കിട്ടേണ്ടത് അപ്പന് കിട്ടും, പട്ടി ഇരിക്കേണ്ടത് അപ്പൻ ഇരുന്നാൽ പട്ടിക്ക് കിട്ടേണ്ടത് അപ്പന് കിട്ടും. മനസ്സിലായില്ലേ? അപ്പൻ ഇരിക്കേണ്ടത് അപ്പൻ ഇരുന്നാൽ അപ്പന് കിട്ടേണ്ടത് അപ്പന് കിട്ടും, പട്ടി ഇരിക്കേണ്ടത് അപ്പൻ ഇരുന്നാൽ പട്ടിക്ക് കിട്ടേണ്ടത് അപ്പന് കിട്ടും. സ്തോത്രം. ഞാൻ ഇന്ന് പകൽ പറയട്ടെ, ഒരു വീട്ടിലേക്ക് നിങ്ങൾ നോക്കി. സത്യത്തിൽ നോഹ കാണിച്ചത് വൃത്തിയാണ്. അദ്ദേഹം മദ്യപിച്ച് വിവസ്ത്രനായി കിടന്ന് മര്യാദയാണ്. ഈ സമയം അകത്തിരുന്ന ഒരു മകൻ ഈ രംഗം കണ്ടിട്ട് പുറത്തു വന്ന് പരിഹാസ രൂപത്തിൽ അറിയിച്ചു. പക്ഷേ ആ അപ്പന്റെ അധരം ചലിച്ചു. കനാൻ ശപിക്കപ്പെട്ടവൻ, അവന്റെ സഹോദരന്മാർക്ക് അധമദാസനാണ്. നിങ്ങൾക്കറിയാമോ, കനാന്യ സന്തതികൾ കുടികയറിയത് എവിടെയാണ്? ആത്മാ, സെബോയി, സൊദോം, ഗൊമോറ മേഖലകളായിരുന്നു കനാന്യ സന്തതികളുടെ അവകാശ ഭൂമി. ആകാശത്ത് നിന്ന് തീ കത്തിയിറങ്ങി അവിടെ ഒരുപിടി ചാമ്പലായി മാറുമ്പോൾ ഇതിന്റെ പുറകിൽ ഒരു അപ്പന്റെ ശാപത്തിന്റെ ശക്തി ശിക്ഷാവിധിയായി വ്യാപിക്കുന്നുണ്ട്. എന്റെ വാത്സല്യ സഹോദരികളെ, ദൈവത്തിന് സ്തോത്രം. ഒരുപക്ഷെ നിങ്ങളുടെ മാതാപിതാക്കൾ, നിങ്ങളുടെ അധികാര സ്ഥാനത്തിന് വിധേയപ്പെടേണ്ട വ്യക്തി നിങ്ങൾക്ക് അംഗീകരിക്കാൻ യോഗ്യമല്ലാത്ത സമീപനമുള്ളവരാണെങ്കിൽ പോലും അധികാര സ്ഥാനത്തിന് മുൻപിൽ വിധേയത്വം നിങ്ങളുടെ ഭാഗമാണ്. അല്ലെങ്കിൽ ഇന്ന് നിങ്ങൾ ഇത് വിതയ്ക്കുന്നു, നാളെ നിങ്ങൾ അത് പോയി. അടിവരയിട്ട് പ്രിയപ്പെട്ട ശ്രദ്ധിച്ചു കൊള്ളുക. ഇന്ന് നിങ്ങൾ ഇത് വിതയ്ക്കുന്നു, നാളെ നിങ്ങൾ ഇത് പോയി. ഞാൻ ചോദിക്കട്ടെ, ബാംഗ്ലൂർ പട്ടണത്തിൽ നിന്നാൽ ഇവിടുത്തെ കാലാവസ്ഥ അനുസരിച്ച് പൊടിപടലങ്ങൾ ഉയർന്ന അന്തരീക്ഷത്തിൽ ഇവിടുത്തെ എയർ പൊള്യൂട്ടറാണ്. പുറത്തോട്ട് ഇറങ്ങി ടൗണിലൂടെ യാത്ര ചെയ്യുമ്പോഴേ ഈ പൊടിപടലങ്ങൾ ഉയരുമ്പോഴേ മൂക്ക് തുറന്ന് ശ്വസിക്കാൻ വയ്യാത്ത അന്തരീക്ഷമുള്ളത്. നിങ്ങൾക്കറിയാമോ, പത്തനംതിട്ട
വനമേഖലയുണ്ട് ഞങ്ങളുടെയൊക്കെ ഭാഗങ്ങളിൽ. അവിടെ ഒന്ന് വരണം. അവിടെയുള്ള വനമേഖലയിൽ പച്ചപ്പ് നിറഞ്ഞ അന്തരീക്ഷത്തിൽ ശ്വസിക്കാൻ നിങ്ങൾ മൂക്ക് തുറന്ന് പിടിക്കണം. എന്തൊരു സുഖമാണെന്നറിയാമോ വായുവിന്. റാന്നിക്കാരനായ ഞാൻ ബാംഗ്ലൂരിൽ ഇറങ്ങി. അപ്പോൾ മൂക്ക് തുറന്നപ്പോൾ പൊളൂട്ടഡായ അന്തരീക്ഷമാണ്. ഞാൻ മൂക്ക് ഞെട്ടിപ്പിടിച്ചിട്ടൊരു തീരുമാനമെടുത്തു, മേലാൽ റാന്നി ചെന്നിട്ടേ ഞാൻ ശ്വസിക്കത്തുള്ളൂ. സ്തോത്രം നോക്കത്തില്ല. പൊളൂട്ടഡാണെങ്കിലും ശ്വസിക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ്. ഭർത്താവ് ഇച്ചിരി കുഴപ്പക്കാരനാണെങ്കിലും അപ്പരിച്ചിരി അസ്വസ്ഥതയുള്ളയാളാണെങ്കിലും ദൈവം വെച്ച അധികാര സ്ഥാനത്തിന് നീ കീഴ്പ്പെടുന്നില്ലെങ്കിൽ അതിന്റെ പരിണിത ഫലം നാളെ നീ കൊയ്തിരിക്കും. സ്തോത്രം. എന്റെ വാത്സല്യ സഹോദരങ്ങളെ, വളരെ ഗൗരവമായിട്ട് ഗ്രഹിക്കേണ്ട ഒരു ഭാഗമാണ്. മാതാപിതാക്കളോടുള്ള ബന്ധത്തിൽ ഇന്ന് നിങ്ങൾ ചെയ്യുന്നത് ഇന്ന് നിങ്ങൾ വിതയ്ക്കുന്നതാണ്. അതിന്റെ പരിണിത ഫലം നാളെ നിങ്ങൾ കൊയ്തിരിക്കും. സ്തോത്രം. എത്രയോ കുടുംബങ്ങളുടെ കണക്ക് പറയാൻ എന്റെ കൺമുൻപിലുണ്ട് കേട്ടോ. മുറി തൂത്ത് അകത്തോട്ട് ചെല്ലുമ്പോൾ വൃദ്ധനായ പിതാവ് കട്ടിലിൽ കിടക്കുന്ന സമയം പരിചരണത്തെ കുറിച്ച് അസ്വസ്ഥതയോടെ പുലമ്പുന്ന മരുമകൾ തൂത്തുകൊണ്ടിരിക്കുന്ന സമയം ആ വിറയ്ക്കുന്ന കൈയെടുത്ത് മോളിൽ വെച്ചിട്ട് എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ നിനക്കത് ഇരിപ്പതാണെന്ന് ഓർക്കണം. എന്നാൽ കൂടുതലൊന്നും ചെയ്യുന്നില്ലെങ്കിലും അവരെ ആശ്വസിപ്പിക്കുന്ന സമീപനം നിന്നിൽ നിന്നുണ്ടാകുമ്പോൾ ആ വിറയ്ക്കുന്ന കൈയെടുത്ത് തലയെ വെച്ചിട്ട് മക്കളെ ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടടാ എന്നൊന്ന് പറയാൻ അധരം ചലിച്ചാൽ കോടികളുടെ ആസ്തിയേക്കാൾ വലുതാണ് എന്റെ മാതാപിതാക്കളുടെ അനുഗ്രഹത്തിന്റെ പുറകിൽ വ്യാപരിക്കുന്നതെന്ന് തിരിച്ചറിയുന്ന ദൈവവേദന ഇവിടെ ഉണ്ടെങ്കിൽ ഇന്ന് പകൽ സമയം സ്നേഹം പങ്കുവെച്ച് ആശ്വസിപ്പിക്കൂ. അതാണ് നല്ലത്. ഞാൻ ഓർക്കുന്ന ഹൃദയസ്പർക്കായ സംഭവമുണ്ട്. ഒരു പേരൊന്നും ഞാൻ പറയുന്നില്ല, പറഞ്ഞാൽ ചെറുക്കെങ്കിലും മനസ്സിലാക്കാൻ പറ്റുമെന്നുള്ളതുകൊണ്ട്. ഒരു വീട്ടിലെ ഏക മകൻ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക ജോലിയുടെ ഏറ്റവും ഉന്നത തലത്തിലോട്ട് ചവിട്ടിക്കയറാൻ തുടങ്ങുന്നതിന് തലേ ദിവസം വൈകിട്ട് പട്ടണത്തിൽ വന്ന് ഭക്ഷണം കഴിച്ചതിന് ശേഷം ഊടുവഴിയിലൂടെ വീട്ടിലേക്ക് മടങ്ങുകയാണ്. മടങ്ങുന്ന സമയം ആ പ്രത്യേക വഴിയിൽ എതിരെ വന്ന ഒരു ട്രക്ക് ഈ വണ്ടി ഇടിച്ചു തെറിപ്പിച്ചു. സ്കൂട്ടറായിരുന്നു ഇടിച്ചു തെറിപ്പിച്ചു. ഇടിച്ചു തെറിച്ച് ഒരു വശത്തെ പുൽത്തകടിക്കിടയിലേക്ക് ഈ ചെറുപ്പക്കാരൻ ചെന്ന് വീണു. ചോരയിൽ കുളിച്ച് പിടയുകയാണ്. മണിക്കൂറുകൾ രാത്രി മുഴുവൻ ആ ബോഡി അവിടെ കിടന്നു. രാവിലെ സമയം മീൻപിടുത്തക്കാർ ഇറങ്ങി വന്നപ്പോൾ ഒരു മൂളലിഞ്ഞരങ്ങലും ഇറങ്ങിച്ചെന്ന് പുൽത്തകടിക്ക് ഇടയിൽ നോക്കിയപ്പോൾ ഒരാൾ ചുരുണ്ട് ചോരയിൽ കുളിച്ചു കിടക്കുന്നു. തൊട്ടടുത്ത് ആശുപത്രിയിൽ എത്തിച്ചു. അപ്പോഴേക്കും ആള് മരിച്ചു. ചെറുപ്പക്കാരനാണ്. അപ്പോഴേക്കും ആള് മരിച്ചു. ഡെഡ് ബോഡി വീട്ടിലോട്ട് കയറി വരുന്ന സമയം ഞങ്ങൾ പ്രിയപ്പെട്ടവരും കർത്തദാസന്മാരൊക്കെ ആ വീടിന് ചുറ്റും ഇരമ്പി നിൽക്കുകയാണ്. ജനമഹാസമുദ്രം ആ വീടിന് ചുറ്റും. ആ ബോഡിയുടെ പുറത്തേക്ക് ഈ അപ്പൻ കുനിഞ്ഞു വീണിട്ടുണ്ട്. ഈ അമ്മയും അതിന് പുറത്തേക്ക് കുനിഞ്ഞു വീണ് കിടക്കുക. രണ്ടുപേരും അലറിക്കരയുകയാണ്. വീട്ടുകാരുടെയും നാട്ടുകാരുടെയും ഏകലതയുടെ ശബ്ദം പാട്ടിന്റെ താളം പോലെ പുറത്ത് കേൾക്കാം. ഈ പ്രത്യേക സമയം എല്ലാവരും കണ്ണുനീരൊഴുക്കി കരയുമ്പോൾ ആ വീടിന്റെ പുറത്ത് 94 വയസ്സ് പ്രായമുള്ള വൃദ്ധനായ അപ്പച്ചൻ നിൽപ്പുണ്ട്. ഞങ്ങൾ ചെറുത മുൻപിൽ. ആ അപ്പച്ചൻ പറഞ്ഞ വാചകം, പാസ്റ്ററേ, ഇതിന്റെ പുറകിൽ ഒരു കാരണമുണ്ട് കേട്ടോ. ഈ മരിച്ചു കിടക്കുന്ന കൊച്ചിന്റെ മുകളിലോട്ട് കമന്ന് കിടക്കുന്ന അപ്പന്റെ സ്നേഹിതനാ ഞാൻ. എന്റെ സ്നേഹിതന്റെ കൊച്ചുമോനാ മരിച്ചു കിടക്കുന്നത്. എന്റെ സ്നേഹിതന്റെ ഭാര്യ മരിച്ച സാഹചര്യത്തിൽ ഏക മകൻ ഇവൻ വിവാഹം കഴിച്ച് ഭാര്യയുമായി വീട്ടിലെത്തി. ആ പ്രത്യേക സമയം നാട്ടിൻ പുറത്ത് നല്ല ഒരു വീടും അല്പം വസ്തു ക്രമീകരണങ്ങളും ഉണ്ടായിരുന്ന ആ പിതാവിന്റെ മുൻപിൽ പുത്തൻ മരുമകളും മകനും കൂടെ പറഞ്ഞു, അപ്പച്ച, വേലക്കാരൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ടുള്ള ഈ കാലത്തെ നമുക്ക് എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെട്ട് പണി ചെയ്ത് ഇവിടെ കഴിയുന്നത്? ഞങ്ങൾ അപ്പച്ചനെ പൊന്നുപോലെ നോക്കിക്കോളാം. ഈ വസ്തു പറയുന്നത് നമുക്ക് എഴുതിയിരിക്കാം. എന്നിട്ട് പട്ടണത്തിലോട്ട് മാറി നമുക്ക് അല്പം വസ്തുവും ഒരു ചില ഉയർന്ന ഒരു ബിൽഡിംഗ് വെക്കാം. അപ്പച്ചൻ നല്ല മനസ്സോടെ സമ്മതിച്ചു. പക്ഷെ പുതിയ വസ്തു വാങ്ങിച്ചപ്പോൾ വിദഗ്ധനായ മകൻ സ്വന്തം പേരിൽ മാത്രം ആധാരം കൊടുത്തു. വർഷങ്ങൾ മുൻപോട്ട് പോയി. വൃദ്ധനായ അപ്പച്ചന് കാച്ചിയെണ്ണയുടെ മണോ ഇരിക്കി നടന്ന് മൂത്രം ഒഴിക്കലും ഒക്കെ തുടങ്ങിയപ്പോൾ വീട്ടിൽ കലഹം തുടങ്ങി. ഇപ്പോൾ മകൻ വീട്ടിൽ വന്നാൽ ഓട്ടം തുള്ളല. ചിലർക്ക് അങ്ങനെയാണല്ലോ.
കോപം കൂടിയ പിന്നെ ഓട്ടത്തൂടല ഏതായാലും വേണ്ടില്ല. അടുക്കള വഴി ഒന്ന് കയറി വന്നാൽ പിന്നെ ഈ വൃദ്ധനോട് പൊട്ടിത്തെറിക്കാനേ നേരമുള്ളൂ. അന്നൊരിക്കൽ ഈ വൃദ്ധനായ പിതാവ് ഡെഡ് ബോഡി കിടക്കുന്ന വീടിന്റെ മുറ്റത്ത് ജനക്കൂട്ടത്തിന് മധ്യത്തിൽ പറയും, അന്നൊരിക്കൽ അടുക്കള വഴി കയറി വന്ന ഈ മകൻ എന്തോ ഒന്നും പറഞ്ഞ് നേരെ അപ്പച്ചന്റെ മുറിക്കകത്തേക്ക് ചെന്നു. കട്ടിൽ ക്രാസിയിൽ പിടിച്ചുകൊണ്ട് ആ മുറിക്കകത്തിരിക്കുന്ന അപ്പന്റെ നേരെ കരിച്ചു തുള്ളി കോപാക്രാന്തനായി ഈ മകൻ വിരൽ ചൂണ്ടിക്കൊണ്ടൊരു പറച്ചിൽ, ഓ കാലന് പോലും വേണ്ടല്ലോ. ഈ അപ്പൻ ചോദിച്ചു, മോനെ നീ എന്നാ പറഞ്ഞേ? എന്നെ കാലന് വേണ്ടാന്നോ? ഇല്ലടാ, വാർദ്ധക്യമേ എത്തിയിട്ടുള്ള കുഞ്ഞെ, ആർജവം ഇതുവരെ കുറഞ്ഞിട്ടില്ല, ഇനിയും നിന്റെ കൂടെ ഞാൻ പാർക്കില്ലടാ എന്ന് പറഞ്ഞ് അപ്പൻ അവിടുന്ന് എഴുന്നേറ്റു. വീടിന്റെ സിറ്റ് ഔട്ടിലേക്ക് ഇറങ്ങി. ആ കണ്ണുകൾ നനഞ്ഞൊഴുകുക, ആ കണ്ണുകൾ നനഞ്ഞൊഴുകുക. ഞാനിത് പകൽ ദൈവത്തെ ആരാധിച്ച ദൈവമക്കളുടെ മതി പറയട്ടെ, അന്യഭാഷ കൊണ്ട് ഇത് മാറുകയില്ല. അന്യഭാഷ കൊണ്ട് ഇത് മാറുകയില്ല. പ്രവാചകന് പണം കൊടുത്തത് കൊണ്ട് ഇത് മുറിയുകയില്ല. നിന്റെ കുടുംബത്തിൽ മാതാപിതാക്കളുടെ കണ്ണുനീരിന് മുഖാന്തരമായി തീരുന്ന വാക്കുകൾ നിന്റെ നാവിൽ ഉയരുന്നുണ്ടെങ്കിൽ അതിന്റെ ഫലം നിന്റെ തലമുറയിൽ കൊയ്യാതിരിക്കില്ല. അതിന്റെ പുറകിൽ അറിയാത്ത ഒരു ശക്തി വ്യാപരിക്കുന്നുണ്ട്. ആ ബന്ധനം നിന്റെ കുടുംബത്തെ ബാധിക്കരുത്. എന്തിനേറെ സിറ്റ് ഔട്ടിലേക്ക് ഇറങ്ങി നിന്ന പിതാവ്, മോനെ എനിക്ക് എവിടെയെങ്കിലും ഒന്ന് കിടക്കണം, വൈകിട്ട് വല്ലതും ഒന്ന് തന്നേരെന്ന് പറഞ്ഞപ്പോൾ ഒരു കാലി അരിച്ചാക്കെടുത്ത് കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, ദേണ്ട കൊണ്ട് എവിടെയെങ്കിലും കട. ഇതും കൊണ്ട് പിടിച്ചുകൊണ്ട് തിരിഞ്ഞ പിതാവ് പുറകോട്ട് നോക്കിയപ്പോൾ വീട്ടിലെ 2 വയസ്സുകാരൻ ചാടിക്കളിക്കുക. ഇങ്ങനെ കരഞ്ഞുകൊണ്ട് അപ്പൻ പറഞ്ഞു, മോനെ ഈ കുഞ്ഞിനെ കൊണ്ട് നീ അനുഭവിക്കത്തില്ലെന്ന് ഓർക്കണം. അധികം താമസിക്കാതെ അപ്പൻ മരിച്ചു. 21ാമത്തെ വയസ്സിൽ പഠനത്തിന്റെ ഒരു ഉയർന്ന തലത്തിലേക്ക് കാലുവെച്ച് കയറുന്നതിന് മുൻപ് ലോകത്തോട് യാത്ര പറഞ്ഞ ഈ ഡെഡ് ബോഡിയുടെ മുൻപിൽ അലറി വീണ് കരയുന്ന മാതാപിതാക്കളുടെ മുൻപിൽ മരിച്ചുപോയ അപ്പച്ചന്റെ പഴയ സ്നേഹിതൻ എന്ന് പറയുന്നു, ഇതിന്റെ പുറകിൽ ഒരു കാരണമുണ്ട്. കേൾക്കുന്ന സഹോദരങ്ങളെ, നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളുടെ മാതാപിതാക്കളോട് നിങ്ങൾ ചെയ്യുന്നത് ഇന്ന് നിങ്ങൾ വിതയ്ക്കുന്നതാണെന്നും അതിന്റെ ഫലം നിങ്ങൾ കൊയ്യുമെന്നും ഗ്രഹിച്ചുകൊണ്ട് എന്റെ മാതാപിതാക്കളുടെ മനസ്സിനെ ഗുണപ്പെടുത്തുന്ന മേഖലകളുടെ മേൽ എനിക്കൊരു വിടുതൽ വേണമെന്ന് കൊതിക്കുന്ന എത്ര ദൈവമക്കൾ ഇവിടെയുണ്ട്. ഒരു നിമിഷം കരമൊന്ന് ഉയർത്തിപ്പിടിച്ചേ, കരമൊന്ന് ഉയർത്തിപ്പിടിച്ചേ. ഒരു വാ പോലും അടഞ്ഞിരിക്കരുത് കേട്ടോ, ഒരു വാ പോലും അടഞ്ഞിരിക്കരുത്. എല്ലാ ദൈവമക്കളുടെ നാവിന്റെ പ്രാർത്ഥനയുടെ ശബ്ദം ഇന്ന് പകൽ ഇവിടെ ഉയരട്ടെ. ആ കരമൊന്ന് ഉയർത്തിപ്പിടിച്ച്, കരമൊന്ന് ഉയർത്തിപ്പിടിച്ച്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ കാണുന്നു ഈ യോഗത്തിന് മീത് ദൈവത്തിന്റെ തേജസ് വ്യാപരിക്കുന്നുണ്ട്. ഒരു പ്രത്യേക നിയോഗമാണ് ഈ ക്ലാസ്സിന് മുകളിൽ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇരുട്ടിന്റെ ശക്തികൾ ചില വ്യക്തികളെ ഈ വസ്തുതകൾ കാണാൻ അനുവദിക്കാതെ ചില കണ്ണുകളെ ബന്ധിച്ചിരിക്കുന്ന ദൈവത്തിന്റെ ആത്മാവ് എന്റെ ഉള്ളിൽ ആലോചന തരികയാണ്. കുടുംബത്തിന്റെ അനുഗ്രഹത്തിന്റെയും ശിക്ഷാവിധിയുടെയും പുറകിൽ ചലിക്കുന്നത് കാണാൻ കഴിയാതെ ചില കുടുംബങ്ങൾ ഇന്ന് പകലിവിടെ ബന്ധിക്കപ്പെട്ടു നിൽക്കുകയാണ്. എന്നാൽ കരം ഉയർത്തി പ്രാർത്ഥിക്കുന്നതിന് പ്രിയപ്പെട്ടവർ ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ചില വീടുകളുടെ മേൽ വ്യാപരിക്കുന്ന ചില ഇരുട്ടിന്റെ അധികാരങ്ങൾ ഈ പ്രാർത്ഥനയുടെ നടുവിൽ കർത്താവിന്റെ കരം അഴിച്ചു മാറ്റാൻ തുടങ്ങുന്നു. യേശുവിന്റെ അധികാരം ഇതിനകത്ത് ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. അഭിഷേകത്തിന്റെ അധികാരം അകത്തു പ്രാപിച്ച് കൃപ ലഭിച്ച ദൈവമക്കൾ കരമുയർത്തി പ്രാർത്ഥിക്കുമ്പോൾ, എന്റെ കർത്താവേ, എന്റെ അപ്പൻ എന്നെ ഓർത്ത് കരഞ്ഞിട്ടുണ്ടെങ്കിൽ, എന്റെ അമ്മ എന്നെ ഓർത്ത് നിലവിളിച്ചിട്ടുണ്ടെങ്കിൽ, ഇന്ന് പകരത്തെ ശുശ്രൂഷ കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ട് എന്റെ നാഥന്റെ മുൻപിൽ വെച്ച് എന്റെ മാതാപിതാക്കളുടെ കാലിൽ പെട്ടുപിടിച്ച് ക്ഷമ ചോദിക്കത്തക്ക വിധം എന്റെ കുടുംബത്തെ ബാധിക്കുന്ന ബൈൻഡിങ്ങിന്റെ മേൽ എനിക്കൊരു ജയമെടുക്കണമെന്ന് കൊതിക്കുന്ന ദൈവമക്കൾ പ്രാർത്ഥനയിൽ നാവുകൾ തുറന്ന് ആ കരങ്ങൾ ഉയർത്തിയൊന്ന് ആത്മാവിൽ പ്രാർത്ഥിച്ചു തുടങ്ങിക്കട്ടെ. യേശുവിന്റെ നാമത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ. പ്രാർത്ഥനയിൽ ഇവരെ ശുശ്രൂഷയുടെ നടുക്കാണ് ഈ പ്രാർത്ഥന ഉയരുന്നതെങ്കിലും ഈ പ്രാർത്ഥനയുടെ പുറകിൽ ദൈവിക അധികാരം ബലത്തോടെ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. യേശുവിന്റെ രക്തത്തിന്റെ ശക്തിയുടെ വ്യാപരിക്കുന്നു. അവിടുത്തെ വചനത്തിന്റെ അധികാരം ഇവിടെ ചലിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവത്തിന്റെ തേജസ്സിലൂടെ ചില വ്യക്തികളെ കൂടുകയാണ്. ദൈവത്തിന്റെ തേജസ്സിലൂടെ ചില വ്യക്തികളെ കൂടുകയാണ്. ദൈവത്തിന്റെ തേജസ്സിലെ വ്യക്തികളെ കൂടുകയാണ്. യേശുവിന്റെ നാമത്തിൽ ഇതിലൂടെ സംഭവിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ഇതിലൂടെ സംഭവിക്കട്ടെ. നിനക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത ചിലത് നിന്റെ കുടുംബത്തിന് നേരെ വാദിച്ചു
നിർത്തുമ്പോൾ ഇന്ന് പകൽ കുഞ്ഞാറിന്റെ രക്തത്തിൽ ആശ്രയിച്ച് അവറ്റകളുടെ ജയമെടുക്കുന്ന ഒരു ദൈവിക സ്വാതന്ത്ര്യം ഈ ആരാധനയുടെ വീട്ടിലെ ദൈവത്തിന്റെ ആത്മാവ് പകരുകയാണ്. ഓ ദൈവത്തിന്റെ ദൂതന്മാർ അകമ്പടി നിൽക്കുന്ന ഈ ചെറിയ ബൈബിൾ സ്റ്റഡിയിൽ ദൈവത്തിന് പരിശുദ്ധാത്മാവ് പറയുന്നു, ചില കുടുംബങ്ങളുടെ വാഴുന്ന ബന്ധനങ്ങളെ ഈ ലോകത്തിൽ ദൈവം അഴിച്ചു മാറ്റാൻ ആഗ്രഹിക്കുന്നു. Glory, 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 glory. സ്വർഗ്ഗത്തിനും ഭൂമിക്കും നാഥനായ നസ്രായനായ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ പാപികളെയും പീഡകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നുവെന്ന് അരുളിച്ചെയ്യുമെന്ന നാമത്തിൽ ഈ ആത്മീയ ശുശ്രൂഷ ഇവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ദൈവവചനത്തിന്റെ ശക്തിയുടെ പ്രകാശനത്തിന് മുൻപിൽ കുടുംബങ്ങളെ വാഴുന്ന ചില പ്രത്യേക ആധിപത്യങ്ങൾ, ചില തലമുറകളിൽ ഒഴുകി നിൽക്കുന്ന ഇരുട്ടിന്റെ കെട്ടുകൾ കുഞ്ഞാറിന്റെ രക്തത്താൽ ഈ പകൽ അഴിഞ്ഞു മാറട്ടെ. യേശുവിൻ നാമത്തിൽ ചില കണ്ണുകൾ തുറക്കപ്പെടട്ടെ. ദൈവജനമേ, ഈ ക്ലാസ്സിൽ നിങ്ങൾ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ആഴത്തിൽ ആത്മപരിശോധന ചെയ്യുക. ദൈവം വെച്ച കുടുംബത്തിലെ അധികാര സ്ഥാനത്തിൽ നിങ്ങളുടെ നിലപാട് എന്താണ്? ഞാൻ പറയട്ടെ, 60 എത്തുന്നതോടുകൂടെ വൃദ്ധരായ മാതാപിതാക്കൾ ശ്രദ്ധിക്കണേ, രണ്ടാം ശൈശവത്വത്തിലേക്ക് മടങ്ങിപ്പോകും എന്ന വസ്തുത നിങ്ങൾ വിസ്മരിക്കരുത്. 60 എത്തുന്നതോടുകൂടെ വൃദ്ധരായ മാതാപിതാക്കൾ രണ്ടാം ശൈശവത്വത്തിലേക്ക് മടങ്ങിപ്പോകും. ശിശുവിന് വേണ്ടത് നിങ്ങളുടെ ഇടപാടുകളുടെ സത്യസന്ധതയല്ല, നിങ്ങളുടെ സ്പർശനത്തിന്റെ ലാളിത്വമാണ്. നിങ്ങൾക്കറിയാമോ, സ്നേഹം പങ്കുവയ്ക്കുക എന്ന് പറഞ്ഞാൽ ശിശു തിരിച്ചറിയണമെങ്കിൽ അതിന് ലാളിക്കൽ ആവശ്യമുണ്ട്. പൊട്ടിത്തെറിയും ക്ഷിപ്രകോപവും ഒരു കുഞ്ഞിനെ പോലും വ്യക്തിബന്ധങ്ങളിൽ അകറ്റുകയില്ലേ? ഞാൻ ഓർക്കുന്നുണ്ട്, ഒരിക്കൽ ഒരമ്മ മകനോട് പറയുക, എന്തിനു വളരാടാ, തിന്ന് പൊനത്ത് വരിക എന്നല്ലോടാ. എടുത്ത വായിക്ക് അമ്മ പറഞ്ഞതാ, വെട്ടി അകത്താൻ 4 പെരയ്ക്കുണ്ടല്ലോടാ. കമ്പ്യൂട്ടറും ടിവിയുമായി നടക്കുന്നു, ഇങ്ങനൊരു ജന്മം എന്ന് പറഞ്ഞുകൊണ്ട് ഈ അമ്മ പൊട്ടിത്തെറിച്ചു. അന്ന് വൈകിട്ട് ഈ കുഞ്ഞ് ഉറങ്ങാൻ പോയി. 12 വയസ്സുകാരൻ ഉറങ്ങാൻ പോയപ്പോ ദൈവത്തിന് സ്തോത്രം, മാതാവ് കൂടുതൽ ശ്രദ്ധിച്ചില്ല. രാവിലെ എഴുന്നേറ്റ് മോനെ മോനെ എന്ന് പറഞ്ഞ് മുറിയുടെ വാതിൽക്കൽ ചെന്നപ്പോ മുറിക്കകത്ത് മകനില്ല. പുറത്തോട്ട് ഇറങ്ങിയിട്ട് മോനെ എന്ന് വിളിച്ച് പുറത്ത് വീടിന്റെ പിൻഭാഗത്തെ ഒരു പോർഷനിലേക്ക് ചെന്നപ്പോ ജനലിക്കൂടെ കണ്ടു 2 കാല് തൂങ്ങി കിടന്നു. ഓടിച്ചെന്ന് നോക്കിയപ്പോൾ കാണുന്ന കാഴ്ച, ക്രിസ്തീയ കുടുംബമാണ്. ഓടിച്ച് നോക്കിയപ്പോൾ കാണുന്ന കാഴ്ച, പുറകിലത്തെ തേക്കുമരത്തെ കെട്ടി ഞാൻ കിടപ്പുണ്ട്. കണ്ട ഉടനെ ഈ അമ്മ മോഹാലസ്യപ്പെട്ടത് തറയിൽ വീണു. അലറി കരഞ്ഞ് സുബോധം വന്നപ്പോ ഒന്ന് എഴുന്നേറ്റപ്പോ തൊട്ട് താഴത്തെ ഒരു കല്ലിന്റെ പുറത്ത് ഒരു പേപ്പർ വെച്ചിട്ട് അതിന് പുറത്തൊരു കല്ല് വെച്ചിരുന്നു. ആ പേപ്പറിൽ എഴുതിയിരിക്കുന്നത് എടുത്ത് നോക്കി. എഴുതിയിരിക്കുന്ന വാചകം ഇങ്ങനെയാണ്, അമ്മ പറഞ്ഞില്ലേ വെട്ടി അറുത്ത 4 പെരയ്ക്കുണ്ടെന്ന്, വേണ്ട കിടക്കുന്നു, അറുത്തും കുറിച്ച് പണിതോ എന്നും പൊട്ടിത്തെറിയല്ലേ ഉള്ളൂ. ആശ്വാസത്തിന്റെ ഒരു വാക്ക് ഈ വീട്ടിൽ പറയാറുണ്ടോ? എന്നും ക്ഷിപ്രകോപമല്ലേ കോപം? എന്നോടും പപ്പായോടും എല്ലാവരോടും കൊച്ചു കാര്യത്തിനും പൊട്ടിത്തെറിക്കുകയല്ലേ? നിങ്ങൾ ഓർക്കണം, ഒരു കുടുംബത്തിലെ ഒരു കുഞ്ഞിന്റെ ആത്മഹത്യക്ക് വാക്കുകളുടെ മുറിവേൽപ്പിക്കൽ മുഖാന്തരമായെങ്കിൽ വൃദ്ധരായ മാതാപിതാക്കൾ കൂടുതൽ വാക്കുകളാൽ മുറിവേൽപ്പിക്കപ്പെടും. സ്നേഹം പങ്കുവയ്ക്കുന്നത് പലപ്പോഴും സ്നേഹമാശ്രിതമായ ഒരു ആശ്ലേഷത്തിൽ കൂടെയാണെങ്കിൽ കൂടുതൽ സെൻസ് ചെയ്യപ്പെടും. തിരിച്ചായാൽ കൂടുതൽ മുറിവേൽക്കപ്പെടും. ഞാൻ എപ്പോഴും ഓർക്കുന്നൊരു സംഭവമുണ്ട്. നിങ്ങൾക്കായി പ്രശസ്തനായ കഥാകൃത്ത് ടോൾസ്റ്റോയ് മഞ്ഞു പെയ്യുന്ന റഷ്യയുടെ തെരുവിലൂടെ നടക്കുന്ന സമയം തൊട്ടു മുൻപിലോട്ട് കൊണ്ടുവന്നു ഒരു പിച്ചപ്പാത്രം പിടിച്ചൊരു പിച്ചക്കാരൻ വല്ലോം തരണേ എന്ന് പറഞ്ഞുകൊണ്ട് തിരട്ടുക. ഈ സമയം അദ്ദേഹം പോക്കറ്റിലോട്ട് കൈയിട്ട് നോക്കി, വല്ലത് കൊണ്ടോ? ഒന്നുമില്ല. ഇല്ലാതെ വന്നപ്പോ അദ്ദേഹം പറഞ്ഞു, ഒന്നുമില്ല തരാൻ. അല്ല സാറേ, വല്ലതും തരണേ, സാറിന്റെ കയ്യിലുണ്ട്. അപ്പോൾ ടോൾസ്റ്റോയ് ഈ മനുഷ്യനെ ചേർത്ത് പിടിച്ചതിന് ശേഷം
നെഞ്ചോട് അടുപ്പിച്ചിട്ട് പറഞ്ഞു, സഹോദര ഒന്നുമില്ല നല്ലയോ പറഞ്ഞത് എന്ന്. ഉടനെ ഈ മനുഷ്യൻ നിന്നെ വിഞ്ഞി കരയാൻ തുടങ്ങി. കരയുന്നതിനിടയിൽ ദൈവത്തിന് സ്തോത്രം. അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ്. ദൈവത്തിന് സ്തോത്രം. സാറേ, ഈ പിച്ച പാത്രവുമായി ഞാൻ വന്നപ്പോ അനേക ഇതിനകത്ത് നാണയത്തൂട്ടുകൾ ഇട്ടു തന്നിട്ടുണ്ട് സാറേ. പക്ഷെ സാറിപ്പം തന്ന സ്നേഹമില്ലേ, എന്റെ ഇത്രയും നാളത്തെ ജീവിതത്തിൽ എനിക്ക് ആരും തന്നിട്ടില്ല. ഇത് മതി സാറേ, മതി. ഞാൻ പറഞ്ഞ എത്ര നിങ്ങൾക്ക് മനസ്സിലായി? എത്ര പേർക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായി? വൃദ്ധരായ നിന്റെ മാതാപിതാക്കളെ കെട്ടിപ്പിടിച്ച് മൂർധാവിൽ ചുംബിച്ച് എന്ന് എന്തെങ്കിലും സ്നേഹത്തോടെ നൽകുമ്പോൾ, മക്കളെ ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടടാ എന്ന് പറയാൻ അവരുടെ കൈകൾ ഉയർന്നാൽ കോടികളുടെ ആസ്തിയേക്കാൾ വലുതാണ് നിന്റെ വീട്ടിൽ വരുന്ന അനുഗ്രഹം എന്ന് തിരിച്ചറിയുന്ന ദൈവമക്കൾ എത്ര പേര് ഇവിടെയുണ്ട്? ഇന്ന് പകൽ നിങ്ങളുടെ കുടുംബത്തിന്റെ മാതാപിതാക്കളുടെ അനുഗ്രഹം വ്യാപരിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഒന്നാമത് മാതാപിതാക്കൾക്ക് മക്കളുടെ മേലുള്ള അധികാരമാണ്. ഈ അതിപ്രധാനമായ മറ്റൊരു അധികാരം അതിന്റെ 22ാമത്തെ വാക്യത്തിൽ പറയും. വായിച്ചാൽ 22ാമത്തെ വാക്യം വായിച്ചാൽ 5:22. ഭാര്യമാരെ കർത്താവിനെന്നതുപോലെ സ്വന്തം ഭർത്താക്കന്മാർക്ക് കീഴടങ്ങുക. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ കീഴടങ്ങൽ, ഭാര്യമാരെ കർത്താവിനെന്നതുപോലെ കീഴടങ്ങുകയും. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, സത്യം പറഞ്ഞാൽ ഇതൊക്കെ പറഞ്ഞേച്ച കല്യാണം നടക്കുന്നതെങ്കിലും ഇത് കഴിഞ്ഞേച്ചുണ്ടാകുന്ന പ്രകടനം ഒന്ന് ശരിക്കും കാണേണ്ടത് തന്നെയാണ്. സ്തോത്രം. ഈ വിദേശ രാജ്യങ്ങളിൽ ഭർത്താക്കന്മാരെക്കാൾ കൂടുതൽ വരുമാനം ഭാര്യമാണ്. ഞാൻ മിക്കവാറും രാജ്യങ്ങൾ പണ്ടത് പോയിട്ടുള്ളത് കൊണ്ട് എനിക്കറിയാം. കൂടുതൽ വരുമാനം വീട്ടിലോട്ട് കൊണ്ടുവന്നവർ, വരുമാനം അനുഭവിക്കുന്നവരെ ഭരിക്കുക എന്നൊരു പ്രക്രിയ സാധാരണ ഉണ്ടാകാറുണ്ട്. ഇതുപോലെ അച്ചായന്മാരെ കൊണ്ട് മൂക്കൊണ്ട് ഇച്ഛ എന്ന വരപ്പിക്കുന്ന ഒത്തിരി കുടുംബങ്ങൾ ആത്മീയ ലോകത്തിലുണ്ട് എന്നുള്ള കാര്യം പരസ്യമായ രഹസ്യമാണ്. ഞാൻ എന്റെ പകൽ പറയട്ടെ, ഒരിക്കലും നിന്റെ വീട്ടിൽ അത് ആവർത്തിക്കാൻ പാടില്ല. നാളെ വിശദീകരിക്കാം. കുറെ കാര്യങ്ങൾ ഗൗരവമായി നിങ്ങൾക്ക് ഗ്രഹിക്കാൻ കഴിയണം. ഇതിന് അടിസ്ഥാന കാരണം എന്താ? കുടുംബ പ്രശ്നങ്ങളിലേക്ക് നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്ക്. അവിടെ കുടുംബ പ്രശ്നങ്ങളുടെ അടിത്തറ കൊച്ചു കൊച്ചു വിഷയങ്ങളാണ്. മനുഷ്യത്വരഹിതമായ പല കൊലപാതകങ്ങളും നടക്കുമ്പോൾ അതിന്റെ പുറകിലെ പ്രശ്നങ്ങൾ എന്താ? അതിന്റെ പുറകിലെ പ്രശ്നങ്ങൾ ചെറിയ ചെറിയ പ്രശ്നങ്ങളാണ് തുടങ്ങുന്നത്. അത്രയും അങ്ങോട്ട് പോയിട്ടില്ലെങ്കിലും പല കുടുംബങ്ങളും ഇന്ന് പോവുകയല്ലേ. ഈ കഴിഞ്ഞ ദിവസം ആലപ്പുഴ ഒരു കുടുംബത്തിൽ ഭർത്താവ് മെഡിക്കൽ സ്റ്റോറിലെ ജീവനക്കാരനാണ്. രാവിലെ സമയം അമ്മയും 8-9 വയസ്സ് പ്രായമുള്ള ഒരു കുഞ്ഞും കൂടെ കട്ടിൽ കെട്ടിപ്പിടിച്ചു കിടന്ന് ഉറങ്ങുക. നേരെ സിറിഞ്ചിനകത്ത് കൊടിയ വിഷം കൊണ്ടുവന്ന് അമ്മയുടെ പിൻഭാഗത്തേക്ക് ഇയാൾ കുത്തിവെച്ചു. അത് കഴിഞ്ഞ് ഇത് ഒരു കൊച്ചു കുഞ്ഞിന്റെ പിൻഭാഗത്ത് കുത്തിവെച്ചപ്പോഴേക്കും കുഞ്ഞുണർന്നു. പപ്പ വിഷം കുത്തിവെച്ചേ എന്ന് പറഞ്ഞുകൊണ്ട് ഈ കുഞ്ഞ് ചാടി എണീറ്റപ്പോഴേക്കും അമ്മയും ഉണർന്ന് രണ്ടുപേരും മിറ്റം വരെ ഓടി. വെളുപ്പിനെ പാൽക്കാർ ഉൾപ്പെടെ നാട്ടുകാർ ഓടിയിറങ്ങി വന്നപ്പോൾ 2 പേർ മിറ്റത്ത് കിടന്ന് പിടയ്ക്കുക. അതിനിടയിൽ അകത്ത് കരുതി വെച്ച വിഷം എടുത്തു കുടിച്ചതിന് ശേഷം ഇവരോടൊപ്പം വന്ന് ഈ മുറ്റത്ത് കിടന്ന് ഈ മനുഷ്യന് മരിച്ചു. അവിടെ പോലീസ് റിപ്പോർട്ടിൽ പറയുന്നൊരു കാര്യമുണ്ട്. ഇവിടെ കുടുംബ കലഹം പതിവായിരുന്നു. എന്താ ഞാൻ പകൽ പറഞ്ഞത്? കുടുംബത്തിൽ വസ്തുമയമായ സ്നേഹം ഉയരുന്നു, വ്യക്തിമയമായ സ്നേഹം നഷ്ടപ്പെട്ടിരിക്കുന്നു. സത്യത്തിൽ കുടുംബം ഇന്ന് കുലക്കളമായി മാറുകയാണ്. 2 മെഴുകുതിരി കാലുകൾ ഒരു മൂശയിൽ ഉടച്ചൊഴിച്ചൊന്നാക്കുന്നത് പോലെ സ്നേഹത്തിൽ എന്റെ കുടുംബം ഒന്നായിരിക്കണം എന്ന് കൊതിക്കുന്ന എത്ര പേര് ഇവിടെയുണ്ട്? ആ കരം ഉയർത്തിപ്പിടിച്ച്. സ്നേഹത്തിൽ എന്റെ കുടുംബം ഒന്നായിരിക്കണം എന്ന് കൊതിക്കുന്ന എത്ര ദൈവങ്ങൾ ഇന്ന് പകൽക്കാലം ഇവിടെയുണ്ട്? പുറത്ത് നോക്കുമ്പോ ഇതൊക്കെ ചിരിക്കും, ഓക്കെയാ. പക്ഷെ പല കുടുംബങ്ങളും അകത്ത് പുകയുകയാ. ഇന്ന് പകൽ സമയം യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ആ മേഖലകളെ തകർക്കുന്ന ഒരു ദൈവിക അധികാരം ഇതിനകത്ത് വ്യാപരിക്കണം. ഞാൻ വിശ്വാസത്തിന്റെ കണ്ണുകൾ കൊണ്ട് കാണുന്നു. ദൈവത്തിന്റെ ദൂതന്മാർ വാൾ പിടിച്ച് ഇതിനകത്ത് ഇറങ്ങി വന്നിട്ടുണ്ട്. കൃപ ലഭിച്ച ദൈവമക്കളുടെ പ്രാർത്ഥനയുടെ നടുവിൽ ചില ഇരുട്ടിന്റെ കെട്ടുകളെ ദൈവാത്മാവ് തകർക്കാൻ തുടങ്ങുകയാണ്. ഈ
പ്രാർത്ഥന കഴിഞ്ഞ് ഇന്ന് പകൽ എഴുന്നേൽക്കുമ്പോൾ ഇതുവരെ നടക്കാത്തൊരു ആത്മീയ സ്വാതന്ത്ര്യം യേശുവിന്റെ രക്തത്തിന്റെ ശക്തിയോടുകൂടെ ചില വ്യക്തികളുടെ കുടുംബങ്ങളിൽ ആധിപത്യം പുലർത്തും. ഇന്ന് പകൽ ദൈവാത്മാവിൽ നിന്ന് കാണുവാൻ കൊതിക്കുന്ന ദൈവമക്കൾ ഇരിക്കുന്ന ഇപ്പിൽ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ എന്റെ ദൈവത്തിന്റെ കരം ചില മേഖലകളെ തൊട്ടേ മതിയാകും. യേശുവിന്റെ രക്തത്തിന്റെ ശക്തി ഇവിടെ വ്യാപരിക്കുന്നുണ്ട്. അവിടുത്തെ വചനത്തിന്റെ അധികാരം ഇതിനകത്ത് വ്യാപരിക്കുന്നുണ്ട്. അവിടുത്തെ നാമത്തിന്റെ ശക്തി ഇതിനകത്ത് വ്യാപരിക്കുന്നുണ്ട്. ആത്മമണ്ഡലത്തിന് വലിയ ദൈവീയ സ്വാതന്ത്ര്യം ഇതിനകത്ത് ബലപ്പെട്ടേ മതിയാകും. അതുകൊണ്ട് കുടുംബത്തിനകത്ത് ദൈവം അധികാര സ്ഥാനം വെച്ചിരിക്കുന്നു. അതിന് കീഴ്പ്പെടുവാൻ ദൈവം വിളിക്കുന്നു. ഞാൻ പറയട്ടെ, ഇന്നത്തെ പല കുടുംബങ്ങളുടെയും തകർച്ചയുടെ പുറകിലെ കാരണം എന്താണ്? കുടുംബങ്ങളുടെ കണക്കുകൾ നമ്മൾ പരിശോധിച്ചാൽ കുടുംബങ്ങൾ ഒട്ടും പലതും തകരുകയാണ്. ഇതിന് പ്രധാനപ്പെട്ട കാരണം ഇന്ന് കുടുംബത്തിനകത്ത് ഉയരുന്ന സ്നേഹം വസ്തുമയമായ സ്നേഹമാണ്, വ്യക്തിപരമായ സ്നേഹമല്ല. പ്രത്യേകിച്ച് നാം ശ്രദ്ധിക്കേണ്ടത് കുടുംബങ്ങളിൽ പലതും പിന്തുടർച്ചകളിലേക്ക് പകരുകയാണ്. നമുക്കറിയാം, ചാൾസ് ഡയാന ദമ്പതികളുടെ കുടുംബത്തെ സംബന്ധിച്ച് 20ാം നൂറ്റാണ്ട് ഒത്തിരി വലിച്ചു കീറപ്പെട്ടിട്ടുണ്ട്. ഡോദി എന്ന ഒരു ചെറുപ്പക്കാരനോടൊപ്പം ജർമ്മനിയിൽ വെച്ച് പപ്പരാസികളുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ വാഹനം ഓടിച്ചു പോകുമ്പോൾ പില്ലറിലിടിച്ച് ആ രണ്ട് ചെറുപ്പക്കാരുടെ ശരീരം ചിതറി വീഴുമ്പോൾ ഇതിന് കാരണം ചാൾസ് കാവില ബന്ധമായിരുന്നു എന്നൊക്കെ പറയുന്ന ആളുകൾ. ഞാൻ പറയട്ടെ, അധികം ആളുകൾ ആരും ശ്രദ്ധിക്കാത്ത ഒരു വിഷയം ഇതിന്റെ പുറകിൽ കിടപ്പുണ്ട്. 3 കുഞ്ഞുങ്ങളോടൊപ്പം ഒരു ഭർത്താവിനോടൊപ്പം ഡയാനയുടെ അമ്മ സമാധാനമായി കഴിയുമ്പോൾ തന്റെ മകന്റെ പ്രായം വരുന്ന ഒരു ചെറുപ്പക്കാരനോടൊപ്പം സ്വന്തം ഭർത്താവിന്റെ മുന്നിൽ നിന്ന് കൈക്ക് പിടിച്ചിറങ്ങിപ്പോയ മ്ലേച്ഛമായ ബന്ധം കണ്ട മുറിവേറ്റവളായിരുന്നു ഡയാന. ആ പശ്ചാത്തലത്തിൽ വളർന്നു വന്ന ഡയാന വീട്ടിൽ കണ്ടത് റിയാക്ട് ചെയ്യുകയായിരുന്നു. ഞാൻ പകൽ പറയട്ടെ, പല കുടുംബങ്ങളുടെയും പശ്ചാത്തലം ഏറെ വേദനാജനകമാണ്. വസ്തുമയമായ സ്നേഹമാണ് ഇതിന്റെ എല്ലാം പുറകിൽ വ്യാപരിക്കുന്നത്. ഞാൻ പറയട്ടെ, ഈ പേന എനിക്ക് ഇഷ്ടമാണ്, ഈ വാച്ച് എനിക്ക് ഇഷ്ടമാണ്, പഞ്ചസാര എനിക്ക് ഇഷ്ടമാണ്. കാരണം എന്താ? അതെനിക്ക് കഴിക്കാൻ കൊള്ളാം, ഇതെനിക്ക് എഴുതാൻ കൊള്ളാം, ഇത് കാഴ്ചയ്ക്ക് നല്ലതാണ്. ഇതിന്റെ ഗുണങ്ങളാണ് എന്നെ ഇതിനെ ഇഷ്ടപ്പെടാൻ പ്രേരിപ്പിക്കുന്നത്. കുടുംബജീവിതത്തിന്റെ ബന്ധം ഇഷ്ടത്തിലാണ് അടിസ്ഥാനമിട്ടിരിക്കുന്നതെങ്കിൽ വസ്തുവിൽ നിന്ന് കിട്ടുന്ന മൂല്യത്തിന്റെ വെളിച്ചത്തിലാണ് ഇഷ്ടം നിലകൊള്ളുന്നത്. പഞ്ചസാര എനിക്ക് സ്നേഹമാണ് എന്നല്ല, പേനായോട് എനിക്ക് സ്നേഹമാണ് എന്നല്ല, പേനായെ എനിക്ക് ഇഷ്ടമാണ് എന്ന് ഇതിന് എഴുതാനുള്ള കഴിവ് പോകുമോ, എന്ന് ഇതിന് കാഴ്ചയ്ക്കുള്ള സൗന്ദര്യം പോകുമോ, അന്ന് ഞാൻ ഇതിനെ വലിച്ചറിയും. അതിനെയാണ് ഡിസ്പോസിബിൾ സംസ്കാരം എന്ന് പറയുന്നത്. ഡിസ്പോസിബിൾ ഗ്ലാസ്, ഡിസ്പോസിബിൾ പെൻ കേട്ടിട്ടില്ലേ? ഉപയോഗിക്കുക, വലിച്ചെറിയുക. ഇഷ്ടത്തിന്റെ അന്നേരത്തെ ആവശ്യം സാധിക്കുന്നതിനപ്പുറത്ത് യാതൊരു ബന്ധവും അതിനോടില്ല. ഇവിടെ ഇഷ്ടമാണ് പല കുടുംബജീവിതത്തിന്റെയും അടിത്തറ. ലിസിയോട് ബാബുവിന് ഇഷ്ടമാണ്. എന്തുകൊണ്ട്? ലിസിയുടെ സൗന്ദര്യം, ലിസിയുടെ ആരോഗ്യം, ലിസിയുടെ കഴിവ്. പക്ഷേ വർഷത്തിന്റെ കടന്നുപോക്കിൽ കറുത്ത അവളുടെ തലമുടി വെളുക്കുകയും അവളുടെ ശരീരം കൂടിയുകയും അവളുടെ തുടുത്ത മുഖം ചുക്കിച്ചുളിയുകയും ചെയ്യുമ്പോൾ ഇഷ്ടത്തിൽ തൂങ്ങിയ ബന്ധം ആലുവ മണപ്പുറത്ത് വെച്ചു പോലും കണ്ടിട്ടില്ലാത്ത പരിചയത്തോടെ മുഖം മാറിപ്പോകും. എന്നാൽ ലിസിയുടെ മുഖം ചുളുങ്ങിയാലും പല്ല് പൊഴിഞ്ഞാലും തലമുടി നരച്ചാലും മരണത്തെ കവിയുന്നൊരു സ്നേഹമുണ്ട്. അത് ക്രൂശിൽ കണ്ട ദൈവ സ്നേഹമാണ്. ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാം. വിശദീകരണത്തിലേക്ക് കടക്കാം. നിന്റെ കുടുംബം അന്യോന്യം വെല്ലുവിളിക്കേണ്ട വീടല്ല. നിന്റെ കുടുംബം ഒന്നിനാൽ പൂരിപ്പിക്കപ്പെട്ട കുടുംബമാണ്. സ്തോത്രം. ഞാൻ പകൽ പറയട്ടെ, സീബ്രയും ഒട്ടകപ്പക്ഷിയും ആഫ്രിക്കൻ വനാന്തരത്തിൽ ഒന്നിച്ച് നടക്കുന്നതിന്റെ കാര്യം എന്ന് പറയാമോ? സീബ്രയ്ക്ക് കേൾവി ശക്തി കുറവാണ്, കാഴ്ച ശക്തി കൂടുതലാണ്. ഒട്ടകപ്പക്ഷിക്ക് കാഴ്ച ശക്തി കൂടുതലാണ്, കേൾവി ശക്തി തിരിച്ചാണ്. രണ്ടും കൂടെ ഒന്നിച്ച് നടക്കുമ്പോൾ ശത്രുവിന്റെ സാന്നിധ്യം ഒന്നിന്റെ ബലഹീനതയാൽ മനസ്സിലാക്കി രക്ഷപ്പെടാം. ഒന്നിന് യുദ്ധം ചെയ്യേണ്ടതല്ല,
നിന്റെ കുടുംബത്തിൽ ഒന്നൊന്നിന് പൂരകമായ പറയും മറ്റുള്ളവർ, മരണത്തെ കവിയുന്ന സ്നേഹമാണിത്. ഞാൻ സംഭവം പറയാം. എന്നെ ഈ മരണത്തെ കവിയുന്ന സ്നേഹത്തെ കുറിച്ച് പറയുമ്പോൾ സ്തോത്രം, ഈ അടുത്ത ഇടയ്ക്ക് നടന്നൊരു ഭൂകമ്പത്തെ കുറിച്ച് ഉള്ളൊരു സംഭവം ദൈവത്തിന്റെ സ്തോത്രം എന്നെ ഏറെ ശ്രദ്ധിപ്പിച്ചു. ഭയങ്കര ഭൂകമ്പം ഒരു രാജ്യത്ത് നടക്കുകയാണ്. ആ ഭൂകമ്പത്തിൽ ഒരു സ്കൂൾ കെട്ടിടം തകർന്നു, കെട്ടിട സമുച്ചയം തകർന്നു. ഇതിന്റെ മതിൽക്കെട്ടുകൾ ഇടിഞ്ഞ് മേൽക്കൂര പൊളിഞ്ഞ് അവരെ ആയിരക്കണക്കിന് ആളുകൾ, കുട്ടികൾ ഇതിനകത്ത് വീണ് ചതഞ്ഞരഞ്ഞ് മരിച്ചു. പോലീസ് അതിന് ബന്ധം ചെയ്തു. പിതാവ് പറഞ്ഞു, സ്വന്തം പിതാവ് പറഞ്ഞു, എന്റെ കുഞ്ഞു പഠിക്കുന്ന സ്കൂൾ കെട്ടിടം ഇടിഞ്ഞു വീണിട്ടുണ്ടെന്ന്. ഈ പിതാവ് വളരെ വേഗം ഓടി അവിടെ ചെന്നപ്പോ പോലീസ് അതിനകത്തോട് കയറ്റുകയില്ല. ദൈവത്തിന് സ്തോത്രം. ഇദ്ദേഹം ഈ കെട്ടിടത്തിന്റെ ഏറ്റവും പുറകിൽ പോയി പോലീസ് കാണാതെ നേരെ അകത്ത് ചാടിക്കയറി. എന്നിട്ട് ഇടിഞ്ഞു തൂങ്ങി വീഴാൻ വേണ്ടി കിടക്കുന്ന ഈ വലിയ സ്ലാബുകൾക്കിടയിലൂടെ ഒരു പാമ്പ് എഴയുന്നത് പോലെ ഈ മനുഷ്യനെ അകത്ത് കയറി. സ്കൂൾ കെട്ടിടത്തിനകത്ത് ആരും കയറാതെ ഭയപ്പെട്ടു നിൽക്കുമ്പോൾ ഇയാളതിനകത്ത് കയറി. 36 നീണ്ട മണിക്കൂറുകൾ, 24 മണിക്കൂർ, ഒരു ദിവസമല്ല, 36 മണിക്കൂറുകൾ ഇതിനകത്തൂടെ എഴഞ്ഞ് മോനെ മോനെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ പിതാവ് എഴഞ്ഞു. ഒടുവിൽ ഒരു പ്രത്യേക സമയം ഡാഡി എന്നൊരു ശബ്ദം കേട്ടു. പെട്ടെന്ന് അവിടെ പോലീസിനെ വിളിച്ചു. പോലീസ് അവിടെ എത്തി. സ്ലാബ് മാറ്റിയപ്പോൾ 3 കുഞ്ഞുങ്ങൾ കെട്ടിപ്പിടിച്ച് കിടക്കുക. കരയ്ക്കെടുത്തപ്പോൾ കുഞ്ഞൊരു വാചകം പറഞ്ഞ അവകാശപ്പെട്ടു. കരയ്ക്കെടുത്തപ്പോൾ ഈ കുട്ടി അവസാനമായി പറഞ്ഞ വാചകം ഇല്ല, ഞാൻ എന്റെ കൂട്ടുകാരോട് പറഞ്ഞു, എന്റെ ഡാഡി വരൂ, എന്റെ ഡാഡി വരാതിരിക്കില്ല. നിങ്ങൾ എന്താ കേൾക്കുന്നേ? പത്രക്കാരെഴുതി മരണത്തെ കവിയുന്ന സ്നേഹം. നിങ്ങൾ എഴുന്നേറ്റി, എല്ലാവരും ദിവസം എഴുന്നേറ്റി, എല്ലാ നാളുകളും പ്രാർത്ഥനയുടെ ശബ്ദം ഉയരട്ടെ. അടുത്ത 10 മിനിറ്റ് പ്രാർത്ഥനയ്ക്കാണ് വേർതിരിപ്പാൻ ആഗ്രഹിക്കുന്നത്. ശബ്ദം ഉയർത്തിയ കരങ്ങളും ഉയർത്തിപ്പിടിച്ച് ശബ്ദം ഉയർത്തി പ്രാർത്ഥിച്ച് നാളെ ഞാൻ എന്റെ പകൽ വിശദീകരണങ്ങളിൽ അതിന്റെ വിവിധ ഭാഗങ്ങൾ പറയാം. എല്ലാ നാളുകളും ഒരുപോലെ പ്രാർത്ഥനയുടെ ശബ്ദം ഉയരട്ടെ. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഇടത്തും വലത്തും നിൽക്കുന്നവരെ മറക്കുക, മുൻപിലും പുറകിലും നിൽക്കുന്നവരെ നിങ്ങളുടെ കുടുംബ ജീവിതത്തിലേക്ക്, നിങ്ങളുടെ കുടുംബ ബന്ധങ്ങളിലേക്ക്, നിങ്ങളുടെ പിതാവിനോടുള്ള നിങ്ങളുടെ ബന്ധത്തിലേക്ക്, നിങ്ങളുടെ മാതാവിനോട് നിങ്ങളുടെ ബന്ധത്തിലേക്ക് ഇന്ന് പകൽ ആത്മമണ്ഡലത്തിൽ നിന്ന് തിരിഞ്ഞു നോക്കുവാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ നിർബന്ധിക്കുകയാണ്. ഈ ശുശ്രൂഷ ഇവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ചില വീടുകൾക്കകത്തേക്ക് ദൈവത്തിന്റെ ദൂതന്മാർ കയറി ചെല്ലത്തക്ക വിധം, ചില വിടുതലുകൾ നടക്കത്തക്ക വിധം ദൈവത്തിന്റെ ആത്മാവ് ഇതിനകത്ത് പണിയാൻ തുടങ്ങുകയാണ്. അത് തിരിച്ചറിയുന്ന ദൈവമക്കൾ എല്ലാവരും നാവുകൾ തുറന്ന് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ശബ്ദം ഉയർത്തി പ്രാർത്ഥിച്ചു തുടങ്ങിയാണ്. പ്രാർത്ഥന ഉയരട്ടെ. പ്രാർത്ഥന ഉയരട്ടെ. പരിശുദ്ധാത്മാവ് ഇവിടെ ഇരിക്കുന്ന നിങ്ങളിൽ ചിലരെ വിളിക്കുകയാണ്. കൊച്ചൊരായുസ് മാത്രമേ ഇവിടെയുള്ളൂ, കൊച്ചൊരായുസ് മാത്രമേ ഉള്ളൂ. ഇത് വേഗം തീരും കേട്ടോ, ഇത് വേഗം തീരും. ഗ്ലോറി, ഹല്ലേലൂയ. നിന്റെ കുടുംബജീവിതം ഒരു കോൺട്രാക്ട് അല്ല, നിന്റെ കുടുംബജീവിതം ഒരു കമ്മിറ്റ്മെന്റ് ആണെന്ന് തിരിച്ചറിയുന്നെങ്കിൽ, നിന്റെ കുടുംബജീവിതം ഒരു കോൺട്രാക്ട് അല്ല, നിന്റെ കുടുംബജീവിതം ഒരു കമ്മിറ്റ്മെന്റ് ആണെന്ന് തിരിച്ചറിയുന്നെങ്കിൽ, കർത്താവേ ഇന്ന് പകൽ മരണത്തെ കവിയുന്ന സ്നേഹത്തിലേക്ക് എന്റെ ജീവിതത്തെ നയിക്കേണ്ടതിന് ദൈവകൃപ എനിക്ക് തരണമേ എന്ന് പറയാൻ 2 കരങ്ങൾ ഉയർത്തി കൃപ ലഭിച്ച ദൈവമക്കളുടെ നാവിൽ പ്രാർത്ഥനയുടെ ശബ്ദം ഉയർത്തിക്കാട്ടെ. നിൽക്കുന്ന നിൽപ്പിൽ നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ഭാര്യ ഭർത്തൃ ബന്ധത്തിലേക്ക് നിങ്ങളുടെ കണ്ണുകൾ പോകണം. പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ പറയുന്ന ഒരു അസാധാരണമായ ആത്മവ്യാപാരത്താൽ ഒരു ചെറിയ പണി മാത്രമല്ല, ചില വലിയ പണികൾ ഈ യോഗത്തിനകത്ത് നടക്കും. ഇത് ചെയ്യേണ്ടതിനാണ് ഈ ക്ലാസ് ദൈവം തന്റെ ദാസന്മാരെ കൊണ്ട് ക്രമീകരിച്ചത്. ഇതിനകത്ത് ചില കുടുംബ ബന്ധങ്ങളുടെ മേൽ വ്യാപരിക്കുന്ന ഇരുട്ടിന്റെ കെട്ടുകളെ അഴിച്ചു മാറ്റാൻ വേണ്ടി ദൈവകരം ഇതിനകത്ത് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു വീശിയടിക്കുന്ന കാറ്റുപോലെ ദൈവ സാന്നിധ്യം ഈ യോഗത്തെ മൂടി നിൽക്കുന്ന സമയമാണ്. നിന്റെ ശിരസിന്റെ കാഴ്ചപ്പാടുകളെ ഉടച്ചു മാറ്റി നിന്റെ കുടുംബത്തിന്റെ വാഴുന്ന ഇരുട്ടിന്റെ ആധിപത്യങ്ങളെ തകർത്ത് ഒരിക്കലും വിടുവിക്കപ്പെടാതിരിക്കത്തക്ക വിധം നിന്റെ ഭവനത്തിന്റെ മേൽ വാഴുന്ന ചില ശക്തികളുടെ ബന്ധനങ്ങളെ ഇന്ന് പകൽ ആത്മമേഖലയിൽ ഒഴിച്ചു മാറ്റാൻ എന്റെ ദൈവത്തിന്റെ കരം ഇവിടെ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ ഇന്ന് പകൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രത്യേകമായി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വിഷയം,
ഇതിനകത്ത് ദൈവത്തിന് പരിശുദ്ധാത്മാവ് പറയുന്നു, കാണുമ്പോൾ ചിരിക്കുമെങ്കിലും മറ്റുള്ളവരുടെ മുന്നിൽ തുറന്നു വെക്കാൻ കഴിയാത്ത ചില നീറ്റലുകൾ അനുഭവിക്കുന്ന ചില കുടുംബങ്ങൾ ആരാധനയിൽ പങ്കെടുക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ആ ബന്ധനത്തെ അഴിച്ചു മാറ്റാൻ യേശുവിന്റെ കരം ഉയരുക. പ്രാർത്ഥിച്ചാൽ ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. പല സമയം പ്രാർത്ഥിക്കുന്ന ദൈവങ്ങളെ, ഞാൻ വളരെ ഗൗരവമേറിയ ഒരു കാര്യം പ്രിയപ്പെട്ടവരുടെ മുമ്പിലേക്ക് ഞാൻ കൊണ്ടുവരട്ടെ. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ അതിനെ കുറിച്ച് തികച്ചും വളരെ പ്രാധാന്യത്തോടെ ചിന്തിക്കുവാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കർത്താവിന്റെ സ്തോത്രം. ഒരിക്കലും നിങ്ങൾ അതേ വില കുറച്ച് കാണരുത്. നിങ്ങൾ കാര്യം മനസ്സിലാക്കണം. ഇന്ന് കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിന്റെ പുറകിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം, കുടുംബത്തിൽ ഉയരുന്ന പ്രതിസന്ധികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം 40 കഴിഞ്ഞ സ്ത്രീ പുരുഷന്മാരുടെ തലച്ചോറിൽ നടത്തുന്ന രാസമാറ്റത്തിലെ ജനിതക ബലഹീനതകൾ, പിന്തുടർച്ചകൾ, ആന്തരികമായി സംഭവിക്കുന്ന കെമിക്കൽ ഇംബാലൻസുകൾ, ക്ഷിപ്രകോപത്തിലേക്ക്, പൊട്ടിത്തെറിയിലേക്ക്, കുടുംബത്തിന്റെ അപക്വതയിലേക്ക് കാര്യങ്ങൾ നയിക്കുകയാണ്. ആധുനിക തലമുറയിലെ പ്രശ്നങ്ങളെ വിലയിരുത്തുന്ന മനഃശാസ്ത്രജ്ഞന്മാർ ഈ വസ്തുതകളെ വിലയിരുത്തിയിട്ട് വിശേഷിച്ച് ഡിവോഴ്സിലേക്ക് നീങ്ങുന്ന ഇന്നത്തെ പല സ്റ്റാറുകളെയും, ബോളിവുഡ് സ്റ്റാറുകളെയും കുറിച്ച് പഠിച്ചപ്പോൾ അവരിൽ അധികം താമസിക്കാതെ ഉടലെടുത്ത മാനസിക തലത്തിലെ ചില അസന്തുലിതാവസ്ഥ, മാനസിക ശൈഥില്യമാണ് ഇതിന് പുറകിലുള്ള കാരണം. ഞാൻ നാളെ ഇത് വിശദീകരിക്കാം. നിരവധി റിപ്പോർട്ടുകൾ എന്റെ കയ്യിലുണ്ട്. സ്തോത്രം. പൊട്ടിത്തെറി, ക്ഷിപ്രകോപം, ഉൾക്കൊള്ളാൻ കഴിയാനില്ല, കോപത്തോടെ പ്രതികരിക്കുക, ഇതെല്ലാം കുടുംബത്തിന്റെ ശൈലിയായി മാറുകയാണ്. 25കളിലും 26കളിലും 27കളിലും സ്നേഹത്തോടെ ആശയവിനിമയം ചെയ്ത ഭാര്യ ഭർത്താക്കന്മാർ, പക്ഷെ 38കളിലും 35കളിലും 40കളിലും പെട്ടെന്നുണ്ടാകുന്ന തലച്ചോറിലെ കെമിക്കൽ ഇംബാലൻസിനാണ് വ്യക്തികൾ പൊട്ടിത്തെറിയിലേക്ക് നീങ്ങുകയാണ്. മറുവശത്ത് ഞാൻ പറയട്ടെ, അതിന്റെ പുറകിൽ വ്യാപരിക്കുന്ന പൈശാചിക ആത്മാവിനെ ബന്ധിക്കാൻ യേശുവിന്റെ കരം ഈ യോഗത്തിനകത്ത് ചലിക്കണം. ദൈവങ്ങൾ ആത്മാവിൽ പ്രാർത്ഥിച്ചാൽ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ശബ്ദം ഉയർത്തി പ്രാർത്ഥിക്കണം, ശബ്ദം ഉയർത്തി പ്രാർത്ഥിക്കണം. എന്റെ കൊച്ചുദാഹരണം പറയാം. ഒരു മനുഷ്യൻ ഷേവ് ചെയ്തിരിക്കുക അറിയാതൊരു കാരയിലോട്ട് കയറി ഷേവിംഗ് കത്തി കൊണ്ടു. നടന്ന സംഭവം. ഈ മനുഷ്യൻ രാവിലെ ഭാര്യ ഓടിച്ചത് പറഞ്ഞു ചോര. ആ സമയം ഭാര്യ പിള്ളേരെ വിടാനുള്ള തരങ്ങിലായിരുന്നു. മനുഷ്യ, എനിക്ക് ശ്രദ്ധിക്കാൻ നേരമില്ല, ഞാൻ ഈ കുഞ്ഞുങ്ങളെ വിട്ടോട്ടെ, വണ്ടി വരുന്നതിന് മുമ്പ് പറഞ്ഞു. അനക്ക് ഒന്നും കേട്ടില്ല. കുഞ്ഞുങ്ങളെ സ്കൂളിൽ അയച്ചതിന് ശേഷം ഈ സഹോദരി നേരെ അടുക്കളയിൽ നിന്ന് മുറിയുടെ വാതക്കൽ നിന്ന് പൊട്ടി ചായ ചായ എന്ന് പൊട്ടി. അനക്കമില്ല. ജനൽ തുറന്ന് ജനലിൽ കൂടെ നോക്കിയപ്പോ ഫാനെ കെട്ടി ഞാൻ കിടപ്പുണ്ട്. നിങ്ങൾ ഓർക്കണം, 29 വയസ്സ് പ്രായമുള്ള വിവാഹം കഴിച്ച ചെറുപ്പക്കാരൻ, വിവാഹം കഴിച്ചതേ ഉള്ളൂ. ഉപ്പൂറ്റിക്ക്, കാലിന്റെ ഉപ്പൂറ്റിക്ക് വേദന, ടെസ്റ്റ് ചെയ്തപ്പോൾ ബോൺ ക്യാൻസർ ആണെന്ന് പറഞ്ഞു. അതോടുകൂടെ ട്രീറ്റ്മെന്റ് തുടങ്ങി. കാലിന്റെ മുട്ടിന്റെ ഭാഗം വെച്ച് മുറിച്ചു കളഞ്ഞു. അധികം താമസിക്കുന്ന മറ്റേ കാലിന് ബാധിച്ചു. അതിന്റെ ഈ മുട്ടിന്റെ ഭാഗത്ത് വെച്ച് മുറിച്ചു കളഞ്ഞു. ഭാര്യ ഇട്ടിട്ട് പോയി. ഒന്നാമതായി അപ്പനില്ലാത്ത അമ്മ മാത്രം ഉള്ള ആ വീട്ടിൽ ഈ അമ്മ കഷ്ടപ്പെട്ട് ഈ കുഞ്ഞിനെ ട്രീറ്റ് ചെയ്ത് വളർത്തി പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടു. അവര് 2 കാലിന്റെയും മുട്ടിന് താഴെ മുറിച്ചു കളഞ്ഞു. പക്ഷേ അങ്ങനെ ഇരിക്കെ അവൻ ഗവൺമെന്റ് ബന്ധത്തിൽ കമ്പ്യൂട്ടർ പഠിക്കുന്ന സ്ഥാപനവുമായി ബന്ധപ്പെടാൻ അവസരം ഉണ്ടായി. അവർ പഠിച്ചു. അങ്ങനെ ഇരിക്കെ വൈകല്യമുള്ളവർക്ക് റെയിൽവേ സ്റ്റേഷനിൽ ബുക്കിംഗ് ഓഫീസിൽ ജോലി കിട്ടുമെന്ന് പറഞ്ഞു. അപേക്ഷിച്ചു, കിട്ടി. അതോടുകൂടെ നാട്ടുകാരുടെ സഹായത്താൽ കൊണ്ടുപോകാൻ തക്കവണ്ണം മുട്ടില്ലാത്ത ഈ ആളിന് ഒരു പ്രത്യേക സ്കൂട്ടർ, മുച്ചാറൻ സ്കൂട്ടർ കിട്ടി. അത് പോയി അവിടെ ജോലി തുടങ്ങി. അതോടുകൂടെ തടിച്ച വരുമാനം വീട്ടിലേക്കായി തുടങ്ങി. 2-3 വർഷങ്ങൾക്കുള്ളിൽ ഭാര്യ തിരിച്ചു വന്നു. സമാധാനമായിട്ട് കഴിയും. ഒരാളെ മുട്ടിന് താഴെ വെച്ച് 2 മുറിച്ച് കളഞ്ഞേച്ച് ഭാര്യ ഇട്ടിട്ട് പോയിട്ട് തിരിച്ചു വന്ന് കഴിയുന്നു. ഒരാളിന്റെ കാലെ ബ്ലേഡ് കൊണ്ടപ്പോൾ ഭാര്യ സഹതാപം കാണിച്ചില്ലെന്ന് പറഞ്ഞ് കേട്ട് ഞാൻ ആത്മഹത്യ ചെയ്യും. ഇത് ഞാൻ കൊച്ചുദാഹരണം പറഞ്ഞത്. മനോമണ്ഡലത്തിൽ ഉയരുന്ന വികാര വിഭ്രംശങ്ങളാൽ ഭാര്യ ഭർത്താക്കന്മാരെ തമ്മിൽ തെറ്റിക്കുന്ന ഒരു ശക്തി വ്യാപരിക്കുന്നു. കൃപ ലഭിച്ച ദൈവമക്കൾ ഇന്ന് പകൽ പ്രാർത്ഥിച്ചതിനെ ചെയ്യപ്പെടണം. കരം ഉയർത്തിപ്പിടിച്ചാൽ എല്ലാ
എല്ലാ നാവുകളിലും പ്രാർത്ഥനയുടെ ശബ്ദം ഉയരട്ടെ, പ്രാർത്ഥനയുടെ ശബ്ദം ഉയരട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ കുടുംബങ്ങളിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത ചിലത് ഇന്ന് പകൽ വാദിച്ചുകൊണ്ട് നിൽക്കുന്ന മണ്ഡലത്തെ എന്റെ ദൈവത്തിന്റെ കാര്യം എടുത്തു മാറ്റാൻ തുടങ്ങുന്ന പകരം യേശുവിന്റെ നാമത്തിൽ അതിവിടെ സംഭവിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഇവിടെ സംഭവിക്കുന്നു. യേശുവിന്റെ രക്തത്തിന്റെ ശക്തിയുടെ വ്യാപരിക്കുന്നു, വചനത്തിന്റെ വ്യാപാര ശക്തിയുടെ വ്യാപരിക്കുന്നു. ഇന്ന് പകൽ ഞങ്ങൾ ഇവിടെ പ്രാർത്ഥിച്ച് ശാസിക്കുമ്പോൾ എന്റെ ദൈവത്തിന്റെ കരം ചില മേഖലകളെ അഴിച്ചു മാറ്റുന്ന പകലാണ്. അതുകൊണ്ട് ഇവിടെ നിൽക്കുന്ന ദൈവമക്കൾ കുഞ്ഞാടിന്റെ രക്തത്തിൽ ആശ്രയിച്ച് അല്പമിനിറ്റുകൾ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായി തുടരുകയാണ്. നിങ്ങൾ നിൽക്കുന്നത് ഇപ്പോൾ ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം നിങ്ങളുടെ കുടുംബത്തിന്റെ പ്രശ്നത്തെ നിങ്ങൾ ആത്മാവിൽ കാണുക. നിങ്ങളുടെ അഭിമുഖീകരിക്കുന്ന വിഷയത്തെ നിങ്ങൾ ആത്മാവിൽ കാണുക. എന്നിട്ട് വാ തുറന്ന് യേശു ക്രൂശിൽ എടുത്ത അന്ധകാര ശക്തികളിലുള്ള ജയത്തിന്റെ വാഗ്ദത്തങ്ങൾ പറഞ്ഞുകൊണ്ട് അല്പത്തിനും ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് നിൽക്കുക. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. വാ തുറന്ന് കർത്താവ് ക്രൂശിലെടുത്ത ജയം വാ തുറന്നെന്ന് പറഞ്ഞ് സ്തുതിച്ചുകൊണ്ട് നിൽക്കുക. വാ അടച്ചു നിൽക്കാനായിട്ടല്ല, പഴയ പാമ്പിന്റെ തല കാൽവരിയിൽ തകർത്ത എന്റെ യേശുവിന്റെ വിജയത്തെ ഇവിടെ നിൽക്കുന്ന ദൈവമക്കളൊന്ന് ആഘോഷിച്ചുകൊണ്ട് നിൽക്കുക. സ്തോത്രം. സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തല തകർക്കുമെങ്കിൽ തലച്ചോറെന്ന് പറഞ്ഞാൽ ബുദ്ധികേന്ദ്രമാണ്. പഴയ പാമ്പിന്റെ തല തകർക്കാൻ എന്റെ നാഥന്റെ കാലിന്റെ ശക്തി അവന്റെ ബുദ്ധികേന്ദ്രത്തെ തകർക്കുകയായിരുന്നെങ്കിൽ യേശുവിന്റെ നാമത്തിൽ ദൈവത്തിന് സ്തോത്രം. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം നയിപ്പിച്ച് അവയെ കാൽവരിയിൽ പരസ്യ കാഴ്ചയാക്കിയത് എന്റെ നാഥന്റെ കരത്തിന്റെ ശക്തിയാണെങ്കിൽ ഇവിടെ നിൽക്കുന്ന ദൈവമക്കൾ പ്രാർത്ഥിക്കുന്നതിന് തൊട്ട് മുൻപ് വാ തുറന്ന് കർത്താവ് കാൽവരി ക്രൂശിൽ പിശാചിന്റെ മേലും അവന്റെ പ്രവൃത്തികളുടെ മേലും എടുത്ത ജയത്തെ കുറിച്ച് വാ തുറന്ന് പറഞ്ഞ് ആഘോഷിച്ചുകൊണ്ട് നിൽക്കുക. അതോടൊപ്പം തന്നെ കർത്താവിന്റെ ജയം നിങ്ങൾ ആരാധനയിൽ കാണുക. കർത്താവിന്റെ ജയം നിങ്ങൾ ആരാധനയിൽ കാണുക. അങ്ങനെ അവൻ ക്രിസ്തുവിനും വ്യാപരിച്ചു. അവനെ മരിച്ചവൻ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിൽ തന്നെ വലതു ഭാഗത്ത് എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിന് മാത്രമല്ല വരുമാനത്തിനും വിളിക്കപ്പെടുന്ന സകല നാമത്തിനും അത്യന്തം മീതെ ഇരുത്തി എല്ലാത്തിനും മീതെ അവനെ തലയാക്കി എല്ലാ നിറയ്ക്കുന്നവന്റെ നിറമായ തന്റെ ശരീരമായ സഭയ്ക്ക് കൊടുക്കുകയും ചെയ്തിരിക്കുന്നെങ്കിൽ ഇന്ന് പകൽ ദൈവത്തെ ആരാധിക്കുന്ന ദൈവമക്കളെ ഈ പ്രപഞ്ചം മുഴുവൻ വാഴുന്ന പൈശാചിക വാഴ്ചകളുടെ മുകളിൽ തലയായ ഒരുവന്റെ നാമമാണ് ഇന്ന് പകരം ആരാധിക്കുന്ന യേശുവിന്റെ നാമമെങ്കിൽ ആ വിടുതലിന് പകരം വിശ്വസിക്കുന്ന നിനക്ക് വേണ്ടി ഈ കോടിനെ ആവശ്യപ്പെട്ടിരിക്കുന്നു. ഒന്നാമതായി ക്രൂശിന്റെ ജയം ആഘോഷിക്കുക. രണ്ടാമതായി യേശുവിന്റെ ഉയർച്ചയെ ഓർത്ത് സ്തോത്രം ചെയ്യുക. മൂന്നാമതായി കുഞ്ഞാടിന്റെ ചോരയിൽ നിന്റെ കുടുംബത്തെ മറയ്ക്കുക. ഇവിടെ നിന്ന് ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിന്റെ ഭാര്യയെ യേശുവിന്റെ രക്തത്തിൽ മറയ്ക്കുക. നിന്റെ ഭർത്താവിനെ യേശുവിന്റെ രക്തത്തിൽ മറയ്ക്കുക. നിന്റെ കുഞ്ഞുങ്ങളെ യേശുവിന്റെ ചോരയിൽ മറയ്ക്കുക. നാലാമതായി യേശുവിന്റെ നാമം ഉപയോഗിക്കുക. ഇവിടെ നിൽക്കുന്ന ദൈവമക്കൾ വായടച്ച് നിൽക്കുവാനായിട്ടല്ല, ചില വാഗ്ദത്തങ്ങൾ ഇന്റർനെറ്റിൽ നടക്കരുതെന്ന് പറഞ്ഞ് എവിടെ ഉയർന്നിട്ടുള്ള വ്യക്തതകളുണ്ട്. എന്നാൽ ഈ പകൽ ആരാധിക്കുന്ന ദൈവമക്കൾ യേശുവിന്റെ നാമം വാക്കുകൾ ഉപയോഗിക്കുക. യേശുവിന്റെ നാമത്തിൽ സംഭവിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. വെള്ളിയും പൊന്നിയും ഞങ്ങൾക്കില്ല, ഞങ്ങൾക്കുള്ളത് നിനക്ക് തരുന്നു. നസ്രായന യേശുവിന്റെ നാമത്തിൽ എഴുന്നേൽക്കുക എന്ന് പറഞ്ഞപ്പോൾ അമ്മയുടെ ഗർഭം മുതൽ മുടങ്ങുന്ന ശരീരത്തിലേക്ക് ഇറങ്ങിച്ചെന്ന ദൈവം
ജീവിതത്തിൽ വിടുതൽ എനിക്ക് ആവശ്യമുണ്ട്. എനിക്ക് പ്രാർത്ഥന വേണം ദൈവദാസ എന്നാഗ്രഹിക്കുന്ന ദൈവമക്കൾ, ഭാര്യ ഭർത്താക്കന്മാരുണ്ടെങ്കിൽ അവർ രണ്ടുപേരും കൂടെ മുൻപോട്ട് വരാം. ധൈര്യമായി നിങ്ങളുടെ ദൈവിക അധികാരം പകൽ ചലിക്കും. നിങ്ങൾ വ്യക്തിപരമായി പ്രാർത്ഥന ആഗ്രഹിക്കുന്നെങ്കിൽ ധൈര്യമായി മുൻപോട്ട് വരാം. ഒരു കണ്ണ് പോലും തുറന്നിരിക്കരുത്. കണ്ണുകൾ അടച്ച് പ്രാർത്ഥിച്ചാൽ ഇവിടെ ദൈവപ്രവൃത്തി നടക്കുമ്പോൾ നിങ്ങളുടെ വീടിന്റെ സാഹചര്യങ്ങളുടെ ദൈവിക ഓപ്പറേഷനാണ്. ഭാര്യ ഭർത്താക്കന്മാരുണ്ടെങ്കിൽ രണ്ടുപേരും അടുത്തടുത്ത് മുൻപോട്ട് വരാം. ഗ്ലോറി, ഹല്ലേലൂയ. വ്യക്തിപരമായിട്ട് ആഗ്രഹിക്കുന്ന സഹോദരൻ പ്രത്യേകമായി മുൻപോട്ട് വരാം. എല്ലാ ദൈവമക്കളും പ്രാർത്ഥന ഉയരട്ടെ. സഹോദരങ്ങളായാലും സഹോദരിമാരാണെങ്കിലും വ്യക്തിപരമായി പ്രാർത്ഥന ഈ വിഷയത്തിൽ ആഗ്രഹിക്കുന്ന സഹോദരങ്ങൾ നിങ്ങളുടെ ഏത് പ്രശ്നങ്ങളുമായിട്ട് മുൻപോട്ട് വരാൻ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുകയാണ്. ഗ്ലോറി, ഹല്ലേലൂയ. ലജ്ജ കൂടാതെ തുറന്ന് പ്രാർത്ഥിച്ചാൽ ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ ദൈവമക്കളുടെയും നാമത്തിൽ പ്രാർത്ഥനയുടെ ശബ്ദം ഉയരട്ടെ. ദൈവമക്കൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാട്ടെ. എല്ലാ ദൈവമക്കളും പ്രാർത്ഥനയിൽ ജാഗരിച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ കർത്തൃദാസന്മാരെ പുറകിൽ നിന്ന് പ്രാർത്ഥനയിൽ പോരാടിക്കൊണ്ടിരിക്കണം. ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത ചില ദൈവിക വിടുതലുകൾ ഈ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളുടെ മേൽ ഇന്ന് പകൽ മടങ്ങി ചെല്ലുന്നതിന് മുൻപ് ലജ്ജ കൂടാതെ വരിക. ഇന്ന് പകൽ മടങ്ങി ചെല്ലുന്നതിന് മുൻപ് ഒരു ദൈവപ്രവൃത്തി അടയാളത്തോട് നടക്കത്തക്ക വിധം ആ കരം എന്റെ വിഷയത്തെ തൊടുമെന്ന ബോധ്യത്തോടെ പ്രാർത്ഥിച്ചു തുടങ്ങിയാട്ടെ. സഹോദരന്മാർ മുൻപോട്ട് വരിക, സഹോദരിമാർ മുൻപോട്ട് വരിക. എന്നാൽ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയത്തെ യേശുവിന്റെ കരം അടിച്ചു മാറ്റുകയും ഇന്ന് പകൽ വരെ കണ്ടിട്ടില്ലാത്തൊരു പുതിയ അധ്യായം വെളിപ്പെടുകയും ചെയ്യുവാൻ എന്റെ ദൈവത്തിന്റെ കരം ചലിച്ചു തുടങ്ങുന്ന പകരം യേശുവിന്റെ നാമത്തിൽ ചെയ്യും. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ചെയ്യും. മറ്റുള്ളവർക്ക് മനസ്സിലാക്കുവാൻ കഴിയാത്ത ചില വിഷയങ്ങളുടെ നടുവിൽ നിങ്ങളിന്ന് പകൽ ഭാരപ്പെടുന്ന മേഖലകളെ ആരും കാണാതെ തുടച്ചു മാറ്റാൻ കഴിവുള്ള യേശുവിന്റെ കരം അടയാളത്തോടെ നിങ്ങളുടെ വീട്ടിലേക്ക് ഇറങ്ങി ചെല്ലുന്ന കാഴ്ചയാണ് ഇന്ന് പകൽ ആത്മമണ്ഡലത്തിൽ കാണാൻ തുടങ്ങുന്നത്. ഒരുമിച്ച് ദൈവമക്കൾ പ്രാർത്ഥിച്ചു തുടങ്ങിയാട്ടെ. ഗ്ലോറി. പ്രാർത്ഥന ഉയരട്ടെ. പിന്നിൽ നിൽക്കുന്ന സകല കർത്തൃദാസന്മാരും ആത്മാവിൽ പ്രാർത്ഥിച്ചു തുടങ്ങട്ടെ. ഈ ശരീരങ്ങളുടെ മേൽ, ഈ കുടുംബങ്ങളുടെ വാഗ്ദത്തങ്ങളുടെ മേൽ എതിർക്കുന്ന ചിലതിന് ഇന്ന് പകൽ കർത്താവിന്റെ കരം ബന്ധിച്ചു മാറ്റാൻ തുടങ്ങുന്നു. ഇന്ന് വരെ കാണാത്ത ദൈവപ്രവർത്തികൾ ഈ പ്രാർത്ഥന കഴിയുമ്പോൾ ഈ വീടുകളുടെ മേൽ അടയാളമായി സംഭവിക്കും. ഈ യോഗം കഴിഞ്ഞ് ഇവർ മടങ്ങി ചെല്ലുന്നതോടെ ഈ കുടുംബങ്ങളുടെ മേൽ ആരംഭിക്കാൻ തുടങ്ങുന്ന ഒരു പുതിയ അധ്യായമായിരിക്കും. സ്വർഗത്തിലും ഭൂമിക്ക് നാഥനായ നസറേയനായ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. യേശുവിന്റെ നാമത്തിൽ ഈ പ്രിയപ്പെട്ടവരുടെ ഇതുവരെ സംഭവിച്ചിട്ടില്ലാത്ത ഒരാത്മനിയോഗത്തിന്റെ സ്വാതന്ത്ര്യം ബലത്തോടെ വ്യാപരിക്കട്ടെ. യേശുവിന്റെ രക്തത്താൽ അത് സംഭവിക്കട്ടെ. ഇന്ന് പകൽ തന്നെ അടയാളത്തോടെ സംഭവിക്കട്ടെ. ഇതുവരെ വ്യാപരിച്ചിട്ടില്ലാത്ത ദൈവാത്മാവിന്റെ സ്വാതന്ത്ര്യം, വ്യക്തി ജീവിതത്തിൽ അനുഭവിച്ചറിയാത്ത ദൈവാത്മാവിന്റെ സ്വാതന്ത്ര്യം, കുടുംബത്തിൽ കടന്നു പോകുന്ന സമസ്ത വിഷയങ്ങളെയും ഈ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുമ്പോൾ അടയാളത്തോടെ വ്യാപരിക്കട്ടെ. യേശു സംഭവിക്കട്ടെ. പ്രാർത്ഥിക്കുവാൻ കർത്തൃദാസന്മാർ ആത്മാവിൽ പ്രാർത്ഥിക്കുവാൻ ഇന്ന് വരെ വെളിപ്പെട്ടിട്ടില്ലാത്ത ദൈവവാഗ്ദത്തത്തിന്റെ പകർച്ച ഇവിടെ ഞങ്ങൾ ഒരുമിച്ച് കൈകൾ പ്രാർത്ഥിക്കുമ്പോൾ ഈ പ്രിയപ്പെട്ടവരുടെ കുടുംബത്തിലെ മുഴുവൻ ബിഞ്ഞങ്ങളുടെ മേൽ വ്യാപരിക്കട്ടെ. ദൈവിക വാഗ്ദത്തങ്ങൾ കൈകളിലെത്താൻ അനുവദിക്കാതെ എന്നെ ബാധിച്ചു നിൽക്കുന്ന ഇരുട്ടിന്റെ അധികാരത്തെ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ബന്ധിക്കുന്നു. നിയമനത്താൽ സംഭവിക്കട്ടെ. സ്വർഗത്തിലെ ഭൂമിക്ക് നാഥനായ നസറേയനായ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ദൈവപ്രവൃത്തിയെ തടയുന്ന ഇരുട്ടിന്റെ കരങ്ങളെ കുടുംബത്തിന്റെ വാഗ്ദത്തത്തിന്റെ മേഖലകളിൽ നിന്ന് ഇന്ന് പകരം അഴിഞ്ഞു മാറുവാൻ ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു. അടയാളത്തോട് സംഭവിക്കട്ടെ. സ്വർഗത്തിൽ ഭൂമിക്ക് നാഥനായ നസറേയനായ യേശുവിന്റെ നാമത്തിൽ അവന്റെ മക്കളായി ഒരുമിച്ച് കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ കഴിയാത്ത കുടുംബത്തിന്റെ സമസ്ത വിഷയങ്ങളിലും ഇതുവരെ കണ്ടിട്ടില്ലാത്ത സ്വാതന്ത്ര്യം ബലത്തോടെ വ്യാപരിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ സംഭവിക്കട്ടെ. സ്വർഗത്തിലും ഭൂമിക്ക് നാഥനായവന്റെ നാമത്തിൽ ഇന്ന് പകർത്തന്റെ മകളുടെ കുടുംബത്തിന്റെ ആധിപത്യം പുലർത്തുന്ന സകല പ്രതിസന്ധികളുടെ ചോദ്യങ്ങളും യേശുവിന്റെ നിയമരക്തത്താൽ ഉത്തരമായി മാറട്ടെ. കുഞ്ഞാടിന്റെ രക്തത്താൽ സംഭവിക്കട്ടെ. സ്വർഗത്തിലും ഭൂമിക്ക്
അധികാരമുള്ള നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ മകളുടെ ജീവിതത്തിൽ ഉയർന്നു നിൽക്കുന്ന വിഷയങ്ങൾ നീ അവരത്തിന്റെ ശക്തിയാൽ ഉത്തരമായി മാറട്ടെ. ദൈവപ്രവൃത്തി ഈ മകൾക്കായി സംഭവിക്കട്ടെ. യേശുവിൻ നാമത്തിൽ അത് സംഭവിക്കട്ടെ. പരിശുദ്ധ കർത്താവേ, ഈ പ്രിയ മകളെ നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. അവൾ കടന്നു പോകുന്ന ജീവിതത്തിന്റെ പ്രതിസന്ധികൾ ഇന്ന് യേശുവിന്റെ നാമത്തിൽ ഉത്തരമായി മാറട്ടെ. ദൈവപ്രവൃത്തിക്കെതിരെ ഉയരുന്ന ഇരുട്ടിന്റെ ആധിപത്യങ്ങളുടെ മേൽ യേശുവിൻ നാമത്തിൽ ഞങ്ങൾ ജയമെടുക്കുന്നു. ഈ പകരം സംഭവിക്കട്ടെ. ദൈവീയ വിടുതലിനായി കർത്താവേ, പ്രിയ മകളെ നിന്റെ തേജസ്സിന്റെ കരങ്ങളിൽ കൈമാറുകയാണ്. ഇന്ന് പകരം ഞങ്ങൾ ഒരുമിച്ച് കൈവച്ച് പ്രാർത്ഥിക്കുന്നു. ഈ പകരം ഒരു അധികാരം ചലിക്കട്ടെ. ഒരു അധികാരം പകർച്ചയായി കടന്നു വരട്ടെ. ഒരു തീ പോലെ ഇത് ശരീരത്തിന്റെ വ്യാപരിക്കട്ടെ. ദൈവീയ വാഗ്ദത്തങ്ങളെ തകർത്തുകൊണ്ട് കുടുംബത്തിനെതിരെ പണമുയർത്തുന്ന ഇരുട്ടിന്റെ അധികാരത്തെ ഞങ്ങൾ യേശുവിൻ നാമത്തിൽ ബന്ധിക്കുന്നു. അതിന് ജയം വ്യാപരിക്കട്ടെ. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ നസറേയനായ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞങ്ങൾ ഇവിടെ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവീയ അധികാരം ഈ കുടുംബത്തിന് പകർന്നു ചെല്ലട്ടെ. ദൈവപ്രവൃത്തിയെ നാളുകളായി തടയുന്ന ഇരുട്ടിന്റെ കരങ്ങളെ കുഞ്ഞാറിന്റെ രക്തത്താൽ ഞങ്ങൾ ബന്ധിക്കുന്നു. ഈ പകൽ സംഭവിക്കട്ടെ. ദൈവീയ വിടുതൽ. ഗ്ലോറി, ഹല്ലേലൂയ. പരിശുദ്ധ ദൈവമേ, നിന്റെ തേജസ്സിന്റെ കരങ്ങളിൽ ഈ പ്രിയമകളെ സ്തോത്രത്തോടെ കൈമാറുന്നു. നിന്റെ രക്തത്തിൽ ഞങ്ങൾ ഈ പകൽ പൊതിയുന്നു. ദൈവിക വിടുതൽ അടയാളത്തോടെ ഈ പ്രിയമകളിൽ സംഭവിക്കട്ടെ. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ നസറേയനായ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഒരു ദൈവപ്രവൃത്തിക്കായി മൺകൂടാരത്തെ ഞങ്ങൾ പ്രാർത്ഥിച്ചു വേർതിരിക്കുന്നു. ദൈവിക വിടുതൽ അത്ഭുതകരമായി ഈ മൺകൂടാരത്തിന്മേൽ അടയാളത്തോടെ സംഭവിക്കട്ടെ. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ നസറേയനായ യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ ഞങ്ങൾ ഈ കുടുംബത്തെ ആത്മാവിൽ പൊതിയുന്നു. നിയമരക്തത്തിന്റെ ശക്തി ഈ പകൽ ഈ കുടുംബത്തിന്മേൽ അടയാളമായി വ്യാപരിക്കട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ദൈവിക വാഗ്ദത്തങ്ങൾക്കെതിരെ ഉയർന്ന ഇരുട്ടിന്റെ അധികാരങ്ങളുടെ മേൽ ഞങ്ങൾ ഇന്ന് പകൽ ആത്മാവിൽ ജയമെടുക്കുന്നു. ദൈവപ്രവൃത്തി സംഭവിക്കട്ടെ. ദൈവമക്കളെ കരം ഉയർത്തിപ്പിടിച്ചാട്ടെ. കരം ഉയർത്തിപ്പിടിച്ചാട്ടെ. ഇതുവരെ വെളിപ്പെട്ടിട്ടില്ലാത്തൊരു ദൈവിക സ്വാതന്ത്ര്യം എന്റെ കുടുംബത്തിന് എനിക്ക് നടക്കണമെന്ന് കൊതിക്കുന്ന ദൈവമക്കൾ എല്ലാവരും കരം ഉയർത്തി പ്രാർത്ഥിക്കാം. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ദൈവിക വാഗ്ദത്തങ്ങൾക്കെതിരെ ഉയർന്നു നിൽക്കുന്ന എന്റെ ഇരുട്ടിന്റെ അധികാരങ്ങളുടെ കുഞ്ഞാറിന്റെ രക്തത്തിന്റെ ജയം ഞങ്ങൾ ആഘോഷിക്കുന്നു. ഇന്ന് പകൽ മടങ്ങി ചെല്ലുമ്പോൾ തന്നെ ദൈവപ്രവൃത്തിയുടെ അടയാളം ഈ മനുഷ്യരീരത്തിന്മേൽ ഈ പ്രിയപ്പെട്ടവരുടെ ബന്ധങ്ങളുടെ മേൽ വ്യാപരിക്കട്ടെ. യേശുവിന്റെ രക്തത്താൽ സംഭവിക്കട്ടെ. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ നസറേയനായ യേശുവിൻ നാമത്തിൽ നിന്റെ മക്കളായി ഞങ്ങൾ ഒരുമിച്ച് പ്രിയപ്പെട്ടവരെ കരം വെച്ച് പ്രാർത്ഥിക്കുന്നു. ഇതുവരെ വെളിപ്പെട്ടിട്ടില്ലാത്ത ഒരു ആത്മീയ സ്വാതന്ത്ര്യം ഈ പ്രിയപ്പെട്ടവരെ വ്യാപരിക്കട്ടെ. യേശുവിൻ നാമത്തിൽ സംഭവിക്കട്ടെ. ദൈവിക അധികാരം ഇന്ന് പകൽ കുഞ്ഞാറിന്റെ രക്തത്താൽ ഈ പ്രിയപ്പെട്ടവരെ സംഭവിക്കട്ടെ. യേശുവിൻ നാമത്തിൽ സംഭവിക്കട്ടെ. കരം ഉയർത്തിപ്പിടിച്ചാട്ടെ. കരം ഉയർത്തിപ്പിടിച്ചാട്ടെ. എല്ലാ ദൈവമക്കളും പ്രാർത്ഥിക്കാം. കർത്താവേ, എന്റെ കുടുംബം ബന്ധിക്കപ്പെടാൻ പാടില്ല. ശബ്ദം ഉയരട്ടെ. ഒരുപോലെ പ്രാർത്ഥിച്ചാണ്. വാ തുറന്ന് പ്രാർത്ഥിച്ചാണ്. ശബ്ദം ഉയർത്തി പ്രാർത്ഥിച്ചാണ്. വളരെ ഗൗരവമായി പ്രാർത്ഥിച്ചാണ്. നിങ്ങൾ ഒരു നിമിഷം കണ്ണു തുറന്ന് ശ്രദ്ധിക്കണേ. നിങ്ങളിത് പകൽ ഓർക്കണം, ഒരു സാധാരണ വിഷയമായി നമ്മൾ ചിന്തിക്കുന്നത്. എത്രയോ കുടുംബങ്ങൾ ബന്ധിക്കപ്പെടുന്നു. പുറത്ത് ചിരിക്കുന്നു, അകത്തും പുകയുകയാണ്. നലിந்த പകൽ ഒരു ദൈവപ്രവൃത്തി അടയാളത്തോടെ നിങ്ങൾക്കായി നടക്കാം. ഈ പകൽ നിങ്ങൾ വീട്ടിൽ ചെന്ന് യേശുവിന്റെ നാമത്തിൽ നിങ്ങളുടെ ഭവനത്തിന്മേൽ ഒരു മേഘം പോലെ ചേക്കേറിയിരിക്കുന്ന ഇരുട്ടിന്റെ കരങ്ങളെ ബന്ധിച്ച് ഓരേവിൽ വെളിപ്പെട്ട ദൈവത്തിന്റെ തീയുടെ വ്യാപാരം, തീരായി മൂടിയിറങ്ങിയ ദൈവത്തിന്റെ തേജസ്സിന്റെ വ്യാപാരം നിങ്ങളുടെ കുടുംബത്തിന്മേൽ ആഴത്തിൽ ഇറങ്ങുന്ന പകരായി പകർത്തിയിരുന്ന പ്രാർത്ഥനയിൽ സത്യമാകുക. യേശുവിൻ നാമത്തിൽ നിങ്ങളുടെ കുടുംബങ്ങൾ സ്വാതന്ത്ര്യത്തിലേക്ക് വരട്ടെ. യേശുവിൻ രക്തത്താൽ സംഭവിക്കട്ടെ. യേശുവിൻ നാമത്തിൽ കരം ഉയർത്തി സ്തോത്രം ചെയ്താട്ടെ. ബാക്കി സംസാരിക്കാം. എല്ലാവർക്കും പ്രാർത്ഥനയോടെ നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, നല്ല പ്രഭാതത്തിനായി സ്തോത്രം ചെയ്തു. പകൽക്കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാക്കളോട് സംസാരത്തിനായി സ്തോത്രം. കർത്താവിന്റെ ദാസനങ്ങളുടെ അവ്യക്തമായി ഉപയോഗിച്ചതിനായി സ്തോത്രം. ഈ പകൽക്കാലങ്ങളുടെ വചനം നിങ്ങളുടെ മതത്തിൽ
നീക്കുകയും ചെയ്തതിനായ സ്തോത്രം. ഇരുട്ടിന്റെ സകല രോഗങ്ങൾ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. എല്ലാ അന്ധകാര ബന്ധനങ്ങളും മാറിപ്പോകട്ടെ നാം പ്രാർത്ഥിക്കുന്നു. കർത്താവോട് നൽകിയ സ്വതന്ത്രമായിരിക്കാൻ സ്തോത്രം ചെയ്ത് കർത്താവേ. ഓ ഹല്ലേലൂയ, ദൈവത്തിന്റെ ഹല്ലേലൂയ വലിയ സാന്നിധ്യം ഈ ദിവസങ്ങളിൽ കുടുംബങ്ങൾ അനുഭവിക്കുവാൻ ഇടയാക്കണമേ. ദൈവ സ്നേഹത്തിൽ കർത്താവേ കുടുംബത്തെ പണിയുവാൻ ഇടയാക്കണമേ. അതിന്റെ പേര് വ്യാപരിക്കുന്ന എല്ലാ ദുഷ്ട പോരുകളെ ശാസിക്കുന്നു, എല്ലാ അന്ധകാര ബലങ്ങളെ ശാസിക്കുന്നു, വിടുതലെന്ന് വാദിക്കുന്ന സകല പോരുകളെ ശാസിക്കുന്നു. ദൈവം വൻകാലങ്ങൾ ചെയ്തതിനായി സ്തോത്രം. ദൈവത്തിൽ പകൽക്കാലം കർത്താവേ വിടുതലയച്ചതിനായി സ്തോത്രം. സ്വതന്ത്രനായി സ്തോത്രം ചെയ്ത് കർത്താവേ പാപങ്ങളെ തേടുകളെ സത്തിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ അധികാരം തന്ന യേശുവിന്റെ നാമത്തിൽ അടികൾക്ക് വിടുതൽ നൽകിയതിനായി സ്തോത്രം ചെയ്ത് കർത്താവേ ദാസൻ ഉപയോഗിച്ചതിനായി സ്തോത്രം. കടന്നു നിങ്ങളുടെ എല്ലാ മക്കളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് അവരോട് കൂടെ ഇരിക്കണം. അടുത്ത മീറ്റിംഗ് ഏറ്റവും ഇടയാക്കണമെന്നും പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനകൾക്കായി സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ. വചന ശുശ്രൂഷകൻ പ്രത്യേകം നേരിടുന്നു.